പടച്ചറബിന് ഏറ്റവും പ്രിയപ്പെട്ട അവൻ്റെ പള്ളിയിൽ നമുക്കവൻ അനുഗ്രഹിച്ച് നൽകിയ ദീനുൽ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ പഠിപ്പിക്കാനും പഠിക്കാനും ഓർത്തെടുക്കാനുമുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. സർവശക്തനായ അല്ലാഹു നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി ഇത് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ ദൂരെ നിന്നൊരാൾ മദീനയെ ലക്ഷ്യം വെച്ച് പുറപ്പെടുകയാണ്. മദീന പള്ളിക്ക് പുറത്തു വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ കണ്ടുമുട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ വാഹനം തടഞ്ഞു നിർത്തി റസൂലുള്ളാഹി അദ്ദേഹത്തോട് ചോദിച്ചു, എവിടെ നിന്നാണ് താങ്കൾ വരുന്നത്? അദ്ദേഹം തന്റെ നാടും പ്രദേശവുമെല്ലാം പറഞ്ഞു. എവിടേക്കാണ് താങ്കൾ പോകുന്നത്? ഞാൻ പ്രവാചകൻ മുഹമ്മദ് നബിയെ കാണാൻ പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനാണ് മുഹമ്മദ്. ഇത് കേട്ടപ്പോൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങാതെ തന്നെ അദ്ദേഹം നബിയോട് ചോദിച്ചു, എന്താണ് താങ്കൾ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാൻ കാര്യവും ഇസ്ലാം കാര്യവും അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. ഇത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അഖറർതു, ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. അല്ലാഹുവിലും അന്ത്യത്തിലും കിതാബിലും പ്രവാചകന്മാരിലും പരലോകത്തിലും അതുപോലെ തന്നെ ഖദറിലുമെല്ലാം ഞാൻ വിശ്വസിച്ചു കൊള്ളാമെന്ന് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. 5 നേരം നമസ്കരിക്കാം, വ്രതമനുഷ്ഠിക്കാം, സകാത്ത് കൊടുക്കാം, ഹജ്ജ് ചെയ്യാം എന്നും ഞാൻ അംഗീകരിക്കുന്നു. വിശദമായൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് അഖറർതു, ഞാൻ അംഗീകരിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ്. അദ്ദേഹം തന്റെ വാഹനത്തിൽ തിരിച്ചു പുറപ്പെടുമ്പോ ഒട്ടകത്തിന്റെ കാല് ഒരു മടയിൽ പ്രവേശിച്ച് ഒട്ടകവും അദ്ദേഹം കൂടെ മറിഞ്ഞു വീഴുകയാണ്. സ്വഹാബത്ത് അദ്ദേഹത്തിന്റെ അടുക്കൽ ഓടിച്ചെന്ന് അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചെടുക്കുമ്പോൾ പിരടി ഒടിഞ്ഞുപോയി അദ്ദേഹം മരണപ്പെട്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിട്ട് അവർ പറഞ്ഞു, നബിയെ, അദ്ദേഹം മരണപ്പെട്ടു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ നോക്കി സ്വഹാബത്തിലേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, സ്വഹാബത്തെ, വയറൊട്ടിയവനായി തന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട അദ്ദേഹത്തിന് സ്വർഗത്തിലെ പഴവർഗ്ഗങ്ങൾ മലക്കുകൾ കൂട്ടുന്നതായി തിന്നാൻ കൊടുക്കുന്നതായി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. സഹോദരന്മാരെ, ഇസ്ലാം എത്ര വലിയ അനുഗ്രഹീതമാണ് എന്നത് തെളിയിക്കാനാണ് ഈ ചരിത്രം ഓർമ്മപ്പെടുത്തിയത്. ഈമാനും ഇസ്ലാമും ഞാൻ അംഗീകരിച്ചു കൊള്ളാം, അഖറർതു എന്ന ഒറ്റ വാക്ക് മാത്രമാണ് അയാൾ ഉച്ചരിച്ചത്. ഒരു നേരം സുജൂദ് ചെയ്യാൻ പോലും അദ്ദേഹത്തിന് അവസരം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വീടിനേക്കാളും മക്കളെക്കാളും ജോലിയേക്കാളും ഒക്കെ പടച്ചറപ്പ് നമുക്ക് തന്ന ഏറ്റവും വലിയ നിഅമത്ത് അത് നിഅമത്തുൽ ഹിദായ ഇലൽ ഇസ്ലാം. അതുകൊണ്ടാണ് ഇസ്ലാമിനെ പൂർത്തീകരിച്ച വചനം അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. എന്റെ നിഅമത്തിനെ ഞാനിതാ പൂർത്തീകരിച്ചിരിക്കുന്നു എന്നാണ് അല്ലാഹു പറഞ്ഞത്. ദീൻ പൂർത്തീകരിച്ചിരിക്കുന്നു, നിഅമത്തിനെ പൂർത്തീകരിച്ചിരിക്കുന്നു. ഫബിദാലിക ഫല്യഫ്റഹൂ, പ്രവാചകന്റെ ജന്മദിനം കൊണ്ട് നിങ്ങൾ ആഘോഷിച്ചുകൊള്ളൂ എന്നല്ല, ഈ ദീന് കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചുകൊള്ളൂ എന്നതിന്റെ അർത്ഥം. എന്താ സുഹൃത്തുക്കളെ ഇസ്ലാം? ഞാൻ മുസ്ലിമാണ്, ഖുർആൻ ഓതാറുണ്ട്, പക്ഷേ മൊക്കനെ ഇടാൻ എനിക്ക് ഇഷ്ടമല്ല. കണ്ടിട്ടുണ്ടോ എല്ലാവരും വീഡിയോ അല്ലേ? അപ്പോൾ എന്താണ് ഇസ്ലാം? ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദി വൽ ഇൻഖിയാദു ലഹു ബിത്വാഅതി വൽ ബറാഅതു മിനശ് ശിർകി വഅഹ്ലിഹി വൽ ഖുലൂസ് മിനശ് ശിർക്ക് എന്നും പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാർ. അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിച്ച് പടച്ചറബിന്റെ കൽപ്പനക്ക് പൂർണ്ണമായി കീഴടങ്ങി ശിർക്കിൽ നിന്ന് മുക്തമായി ജീവിക്കുക, അതിന്റെ പേരാണ് ഇസ്ലാം. ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇബ്രാഹിം നബിയോട് അള്ളാഹു പറഞ്ഞു, നീ മുസ്ലിം ആവുക. അദ്ദേഹം പറഞ്ഞു, ഞാൻ മുസ്ലിം ആയിരിക്കുന്നു.
ദെൻ അള്ളാഹ് കൽപ്പിച്ച എല്ലാ കൽപ്പനകളും അദ്ദേഹം പൂർത്തീകരിച്ചു. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ തന്നെ അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് കൊടുത്തു. എന്താ സർട്ടിഫിക്കറ്റ് കൊടുത്തത്? ഇബ്രാഹീമിനെ നാം പല കലിമത്തുകൾ കൊണ്ടും പരീക്ഷിച്ചപ്പോൾ അദ്ദേഹം അതെല്ലാം പൂർത്തീകരിച്ചു. ഇബ്രാഹിം അല്ലദീ വഫ, കടമകളും കടപ്പാടുകളും മഅ്മൂറാത്തുകളും എല്ലാം നിർവഹിച്ച് പൂർത്തീകരിച്ച ഒറിജിനൽ മുസ്ലിമാണ് ഇബ്രാഹിം. ആദം നബി മുതൽ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബി വരെ എല്ലാവരും പറഞ്ഞത് ഇസ്ലാമാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹ് സ്വീകരിക്കുന്ന മതം ഇസ്ലാമാണ്. ലോകത്ത് വന്ന മതഗ്രന്ഥങ്ങൾ, പ്രമാണ ഗ്രന്ഥങ്ങൾ, തൗറാത്തും ഇൻജീലും സബൂറും അൽ ഫുർഖാനാകുന്ന ഖുർആനും എല്ലാം ജനങ്ങളോട് കൽപ്പിച്ചത് അസ്ലിമു, നിങ്ങൾ മുസ്ലിമാവുക എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന ഏക മതം അത് ഇസ്ലാമാണ്. ومن يبتغي غير الاسلام دينا فلن يقبل منه, എല്ലാം ശരിയാണ്, എല്ലാം സ്വർഗത്തിലേക്കാണ് എന്ന തത്വം വിശുദ്ധ ഖുർആന്റേതല്ല. ഇസ്ലാം അല്ലാത്ത ഒന്നും അല്ലാഹ് സ്വീകരിക്കുകയില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്കാണ്. സുഹൃത്തുക്കളെ, ആരാണ് മുസ്ലിം? ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരും പറഞ്ഞ ഒരു തത്വമാണ് ഇതെങ്കിൽ പോലും കുട്ടികൾക്ക് അപ്പുറത്ത് കൗതുക കൂട്ടുണ്ടാവും. ചെറിയ കുട്ടികളുള്ള ആൾക്കാർ, അതായത് മദ്രസ ഏജിലുള്ള കുട്ടികളെ അപ്പുറത്തെ ഹാളിലേക്ക് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഇവിടെ കുട്ടികളല്ല, സ്ത്രീകളുടെ അടുത്തുണ്ടാകും. എല്ലാവരും പറഞ്ഞത് ഇസ്ലാമാണെങ്കിലും അവസാന കാലമാകുമ്പോൾ ശ്രദ്ധിക്കുക, അവസാന കാലമാകുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇസ്ലാം ആളുകൾക്ക് അപരിചിതമായി തോന്നും. പക്ഷെ അന്നും ചില ആൾക്കാരുണ്ടാകും, അവരുടെ പ്രത്യേകത എന്താണ്? അവർ അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ച് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുന്നവരായിരിക്കും. ബാക്കിയുള്ള ആളുകളുടെ അവസ്ഥ എന്താണ്? അവർ മഴവെള്ളപ്പാച്ചിൽ ഒലിച്ചു പോകുന്ന ചപ്പ് ചവറുകൾക്ക് സമാനമായിരിക്കും. മാറി വരുന്ന ട്രെൻഡുകൾക്ക്, സിനിമകൾക്ക്, സീരിയലുകൾക്ക് പിന്നാലെയായിരിക്കും അവരുണ്ടാവുക. അവർക്ക് ഫസ്റ്റ് പ്രിഫറൻസ് അവരുടെ സുഖമാണ്, സന്തോഷമാണ്, അവരുടെ കൂട്ടുകെട്ടാണ്. സമൂഹത്തിൽ അവർക്കുള്ള അംഗീകാരവും സ്ഥാനമാനങ്ങളും സ്റ്റാറ്റസുമാണ്. അവരുടെ സുഖലോലുപതയും സൗന്ദര്യവും സമ്പത്തും ആർഭാടവും ആഢ്യത്വവുമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം കഴിഞ്ഞിട്ടാണ് അവർക്ക് ദീനിന് പ്രാധാന്യമുള്ളത്. ദുനിയാവിന് വേണ്ടി അവർ ദീനിനെ വിൽക്കും. ഈ അടുത്ത് ഒരാൾ പുതിയൊരു നിരീശ്വരവാദിയായിട്ടുണ്ട്, ഷഫീഖ് എന്നൊരു പേര്. നിരീശ്വരവാദിയാൻ കാരണം പറഞ്ഞത് ബാംഗ്ലൂർ 15 കൊല്ലം താമസിച്ചിട്ട് 6 തവണ റൂം മാറേണ്ടി വന്നു, കാരണം മുസ്ലിം ആയതുകൊണ്ട്. അപ്പൊ അവൻ ചിന്തിച്ചു, അത്രേ, റൂം മാറുന്നേക്കാളും സുഖം മതം മാറില്ലല്ലേ, അപ്പൊ ഞാൻ ഇസ്ലാമാണ് ഒഴിവാക്കുന്നത്. അവനെ കുറിച്ച് റസൂലുള്ളാഹി 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ദുനിയാവിന്റെ താല്പര്യത്തിന് വേണ്ടി മതം വിറ്റയിക്കുന്ന മുസ്ലിം നാമധാരികൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടം ഉണ്ടാകും. ചപ്പ് ചവറുകൾക്ക് സമാനമായിരിക്കും അവർ. പക്ഷെ അന്നും ഖുറബാകൾ ഉണ്ടാകും. ആരാ ഖുറബാകൾ? അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദ അന്നാസ്, ജനങ്ങൾ ഫസാദിലാക്കിയതിനെ ഇസ്ലാഹിലാക്കുന്നവരാണ്. ഖായിവത്തും ബി അംരില്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പന എന്താണോ അതിൽ അടിയുറച്ച് നീങ്ങുന്ന ഒറിജിനൽ മുസ്ലിമീങ്ങൾ എക്കാലത്തും ഉണ്ടാകും. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, ഹഖിലായി കൊണ്ട് ഉറച്ചു നിൽക്കുന്ന ഒരു വിഭാഗം ലോകാവസാനം വരെ ഉണ്ടാകുമെന്ന് നബിയുനാ വ ഹബീബുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ആ മാർഗത്തിൽ ഇസ്തിഖാമത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. സോ മുസ്ലിം ആവുക എന്നത് ഇന്നത്തെ കാലത്ത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം മുസ്ലിമിന് അറിയില്ല എന്താണ് ഇസ്ലാം, മുസ്ലിമിന് അറിയില്ല ആരാണ് ഇസ്ലാം, മുസ്ലിമിന് അറിയില്ല എങ്ങനെയായിരിക്കണം മുസ്ലിം എന്ന കാര്യത്തിൽ മുസ്ലിമിന് അറിയില്ല. അവൻ മറ്റുള്ളവരുടെ പിന്നാലെ നടക്കാൻ
മുൻകഴിഞ്ഞു പോയവരെ ചാണിന് ചാണായും മുഴത്തിനു മുഴമായും അവർ പിൻപറ്റും. എത്രത്തോളം അവരൊരു ഉടുമ്പിന്റെ മാളത്തിൽ കയറിയാൽ കണ്ണും പൂട്ടി മുസ്ലിം നാമധാരികൾ അവരുടെ പിന്നാലെ കണ്ണടച്ച് പ്രവേശിക്കും. അവർക്കൊരു ന്യായം ഉണ്ടാവും. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആരാപ്പതൊക്കെ ചെയ്യാത്ത, ആരാപ്പതൊക്കെ ധരിക്കാത്ത, എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾ 4 താലിബാനികൾ മാത്രമാണ് ഇങ്ങനെ എന്നായിരിക്കും അവർ ദീന് പാലിക്കുന്നവരെ കുറിച്ച് പറയാം. സ്വഹാബത്ത് ചോദിച്ചു, നബി ആരെയാണ് അവർ പിൻപറ്റുക? അൽ യഹൂദു വൻ നസാറ, ജൂത ക്രൈസ്തവരെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവരെ അല്ലാതെ പിന്നെ ആരെയാണ്? ഏതാഘോഷത്തെ, ഏതാചാരത്തെ, ഏത് കൾച്ചറിനെയാണ് മുസ്ലിങ്ങൾ അനുധാവനം ചെയ്യുന്നത്? ഏത് വിഷയത്തിലും ഇസ്ലാം എന്ത്, ഖുർആൻ എന്ത്, സുന്നത്ത് എന്ത് എന്നത് ഒരു മുസ്ലിമിന്റെ മുമ്പിൽ ഒരു അജണ്ടയെ അല്ല. അവൻ ചിന്തിക്കുന്ന സൊസൈറ്റി എന്തെന്നാണ്, പൊതുജനം എവിടെയെന്നാണ്, എല്ലാവരും എങ്ങനെയെന്നാണ്, ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്നാണ്. ഉസ്താദുമാരടക്കം കല്യാണം കഴിക്കുന്ന ദിവസം തന്റെ സഹധർമ്മിണിയെ സ്റ്റേജിൽ കയറ്റിയിട്ട് കറക്കുക. എല്ലാവരും കറക്കുമ്പോൾ നമ്മളായിട്ട് കറക്കിയിട്ട് കറക്കാതെ കണ്ടെന്നുള്ളതല്ല. ലിബറലിസത്തെ കുറിച്ച് വാചാലമായി നമ്മൾ സംസാരിക്കുമ്പോ നമ്മൾ എല്ലാവരും അറിയാതെ ലിബറലായിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മളാരും അറിയുന്നില്ല. നമുക്കും മതത്തിന്റെ പ്രമാണങ്ങളോടുള്ള ആ ഒരു കണിശത എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യങ്ങൾ വിസ്മരിച്ചു പോയിട്ടുണ്ട്. ഇവിടെയാണ് ആരാണ് മുസ്ലിം എന്ന ക്യാപ്ഷൻ. 350 പേജുള്ള ഒരു പുസ്തകമാണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത്. എത്ര തീരോ അവിടെ ചേർത്ത്. ഒരു മുസ്ലിം എങ്ങനെയായിരിക്കണം? ഫസ്റ്റ് അൽ മുസ്ലിം മഅ റബ്ബിഹി, ഒരു മുസ്ലിം തന്റെ റബ്ബിനോട് എങ്ങനെയായിരിക്കണം? നമുക്ക് ഏറ്റവും കമ്മിറ്റ്മെന്റ് നമ്മുടെ പടച്ചോനാണ്. പടച്ചോൻ കഴിഞ്ഞിട്ടേ ബാക്കി എന്തുമുള്ളൂ. അതുകൊണ്ട് ഹാജറ ബീവി സഫാ മർവയ്ക്കിടയിൽ ഉപേക്ഷിച്ചു പോകുമ്പോൾ ഇബ്രാഹിമിനോട് വിളിച്ചു ചോദിച്ചത്, അല്ലാഹു അമറക ബിഹാദാ യാ ഇബ്രാഹിം, ഇബ്രാഹിം അല്ല കൽപ്പിച്ചിട്ടാണോ ആരുമില്ലാത്ത സഫാ മർവയ്ക്കിടയിൽ ഉപേക്ഷിച്ചു പോകുന്നത്? അതേ എന്ന് പറഞ്ഞപ്പോ എന്ന താങ്കൾ പൊയ്ക്കൊള്ളൂ എന്നാണ് ഇബ്രാഹിം നബിയോട് ഹാജറ ബീവി പറഞ്ഞത്. സോ ഒരു മുസ്ലിമായ നമ്മുടെ ഉള്ളിൽ ഏറ്റവും അധികം ഡൊമിനന്റ് ആയി നിൽക്കേണ്ടത്, ഉയർന്നു നിൽക്കേണ്ടത്, മികച്ചു നിൽക്കേണ്ടത്, ഏറ്റവും വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത് നമ്മളെ പടച്ചോനാണ്. ഉറച്ച വിശ്വാസമാണ് നമുക്ക്. സമൂഹത്തിൽ അല്ലാഹുവിലുള്ള വിശ്വാസത്തിൽ പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും ചാഞ്ചാട്ടങ്ങളും അനിസ്ലാമികമായ സന്ദേശങ്ങളും ഒക്കെ പകരുമ്പോ നിരന്തരമായിട്ട് വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോ ഷോർട്സായി, റീൽസായി, ക്ലിപ്സായിട്ട് നമ്മുടെ ഉള്ളിൽ ഷെയർ ചെയ്യപ്പെടുമ്പോ ഉറച്ചു വിശ്വസിക്കണം വിശ്വാസി. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഒരു വിശ്വാസിക്ക് അവന്റെ വിശ്വാസത്തിൽ ചാഞ്ചാട്ടം ഉണ്ടാകാൻ പാടില്ല. ഖവിയായിരിക്കണം. അൽ മുഅ്മിനുൽ ഖവി ഖൈറും മിനൽ മുഅ്മിനിൽ ലദീ ദഈഫ്. മുഅ്മിനുൽ ദഈഫ്, ഒരു ദുർബലനായ വിശ്വാസിയെക്കാളും അല്ലാഹുവിന് ഇഷ്ടം ഖവിയായ, യഖ്ലത്തുള്ള, ഉന്മേഷമുള്ള, ഉണർവുള്ള മുഅ്മിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഒരു മുസ്ലിം അവന്റെ ഈമാൻ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതിൽ അടിയുറച്ച് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ തവക്കുലാക്കി സത്യസന്ധമായി ജീവിക്കുന്ന ഒരാളായിരിക്കണം. എന്താണ് അല്ലാഹു പറഞ്ഞത്? അതുപോലെ. എന്താണ് എനിക്കിഷ്ടം? അതല്ല. എന്താണ് എനിക്ക് വെറുപ്പ്? അതല്ല. പിന്നെന്താണ്? ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. അല്ലാഹു റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ മുഅ്മിനായ മനുഷ്യൻ അതിനങ്ങ് കീഴൊതുങ്ങും. അതാണ്, അതിനങ്ങ് കീഴൊതുങ്ങും. മാദാ ഖാല അല്ലാഹ് വമാദാ ഖാല റസൂലുള്ളാഹ്. അതാണ് ഒരു വിശ്വാസിയുടെ മുമ്പിലെ ചോദ്യം. അല്ലാഹ് എന്ത് പറഞ്ഞു, റസൂൽ എന്ത് പറഞ്ഞു, അവിടെ നിൽക്കും ഒരു വിശ്വാസം. അതാണ് അവന്റെ ഈമാൻ. അതാണ് അവന്റെ ഈമാൻ. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. ഒരു മുഅ്മിനും മുഅ്മിനത്തുമായ ആണും പെണ്ണും അല്ലാഹു റസൂൽ ഒരു കാര്യം വിധിച്ചാൽ പിന്നീട് അവന് സ്വന്തം ഇഷ്ടമില്ല. അതാണ് സുഹൃത്തുക്കളെ ഇസ്തിസ്ലാം. പൂർണ്ണമായിട്ടും അള്ളാഹ്ക്കും റസൂലിനും
അവന്റെ ദീനിനും അവന്റെ ഹിക്മത്തിനും അവന്റെ തത്വങ്ങൾക്കും അവന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾക്കും കീഴൊതുങ്ങുന്നവനാണ്. നമുക്ക് വേണമെങ്കിൽ കുറിച്ചു വെക്കാം, പോയിന്റുകൾ മാത്രം കുറിച്ചു വെക്കാം ഫോണിലോ എവിടെയെങ്കിലും. ഒരു മുഅ്മിൻ അള്ളാഹും റസൂലും എന്താണോ പറഞ്ഞത് അവിടെ നിലകൊള്ളുന്നവനായിരിക്കണം. അതുപോലെ തന്നെ ഒരു മുഅ്മിൻ അള്ളാഹും റസൂലും ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവനാകണം. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതി. ഓരോരുത്തരും ഭരണാധികാരികളാണ്, ഭരണീയരെ കുറിച്ച് ചോദിക്കും. ഇപ്പൊ നമ്മുടെ മുമ്പിൽ അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളാണ് ഏറ്റവും വലുതായിട്ടുള്ളത്. റാദിൻ ബിഖളാഇല്ലാഹി വഖദരിഹി. അല്ലാഹ് എന്താണോ വിധിച്ചത്, അല്ലാഹ് എന്താണോ തന്നത്, അല്ലാഹ് എന്താണോ തിരിച്ചെടുത്തത്, അതിൽ സമ്പൂർണ്ണ തൃപ്തിയുള്ളവരാണ് മുസ്ലിം. എന്താ അല്ലാഹ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കാൻ, എന്താ എനിക്ക് ഇങ്ങനെ തടയാൻ, എല്ലാവർക്കും സുഖമായിട്ട് ജീവിക്കണ്ടല്ലോ എല്ലാവരും, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്നൊന്നൊരു മുസ്ലിം ചിന്തിക്കുകയില്ല. അജബല്ലി അംറിൽ മുഅ്മിൻ, മറ്റൊരു ഹദീസിലുള്ളത് അജബല്ലി അംറിൽ മുസ്ലിം എന്നാണ്. മുസ്ലിമിന്റെ കാര്യം അത്ഭുതമാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. മുസ്ലിം എന്ന് ഒറ്റക്ക് പറഞ്ഞാൽ മുഅ്മിൻ എന്നതുകൂടെ അതിൽ ഉൾക്കൊള്ളും. മുഅ്മിൻ എന്ന് ഒറ്റക്ക് പറഞ്ഞാൽ മുസ്ലിം എന്നതുകൂടെ അതിൽ ഉൾപ്പെടും. മുസ്ലിം മുഅ്മിൻ എന്ന് സെപ്പറേറ്റ് ആയിട്ട് ഒരുമിച്ച് രണ്ടും അവിടെ പ്രതിപാദിച്ചാൽ അതിനർത്ഥം മുഅ്മിൻ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ വിശ്വസിച്ചവനെന്നും, മുസ്ലിം എന്ന് പറഞ്ഞാൽ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം ആചരിക്കുന്നവൻ എന്നുമാണ്. ഒരുമിച്ച് പറയുമ്പോൾ അതിന്റെ അർത്ഥം രണ്ടാണ്. എന്നാൽ സെപ്പറേറ്റ് ഒറ്റക്ക് പറഞ്ഞാൽ മുഅ്മിൻ എന്ന് പറഞ്ഞാലും മുസ്ലിമാണ്, മുസ്ലിം എന്ന് പറഞ്ഞാലും മുഅ്മിനാണ്. അപ്പോൾ അജബല്ലി അംറിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലുഹു ഖൈർ, അവൻ എല്ലാ കാര്യവും ഖൈറാണ്. ഇന്ന സാബത്തുഹു സറാഉ ശകറ ഫകാന ഖൈറൻ ലഹ, അവൻ എന്തെങ്കിലുമൊക്കെ സന്തോഷമുണ്ടായാൽ അവൻ എന്ത് ചെയ്യും? ശുക്ർ. ഇതിന്റെ ക്വാളിറ്റിയാണ്, ഇതിന്റെ കഴിവാണ്, ഞാൻ നേടിയതാണ്, അങ്ങനത്തെ ഒരു ആഢ്യത്വം അത് ഓനുണ്ടാവില്ല. ഓനെന്താ ഉണ്ടാവുക? ഓനൊരു താൻപോരിമ ഉണ്ടാവില്ല. അതാണ് ഇത്, താൻപോരിമ ഉണ്ടാവില്ല, അഹങ്കാരം ഉണ്ടാവില്ല. ഓൻ ശുക്ർ കാണിക്കും. എന്നാൽ അവന് വല്ല പരീക്ഷണങ്ങളും ബാധിച്ചാലോ സ്വബറ, അവൻ ക്ഷമിക്കും. അതാണ് അവന്റെ പ്രത്യേകത. എന്തെങ്കിലും പരീക്ഷണം ഉണ്ടായാൽ അവൻ എന്ത് ചെയ്യും? ക്ഷമിക്കും. എന്തെങ്കിലും അനുഗ്രഹം കിട്ടിയാൽ അവൻ എന്ത് ചെയ്യും? ശുക്ർ കാണിക്കും. അതാണ് ആ മുഅ്മിനായ മനുഷ്യന്റെ പ്രത്യേകത. അപ്പോൾ അള്ളാഹു എങ്ങനെ പരീക്ഷിച്ചാലും, നന്മ കൊണ്ട് പരീക്ഷിച്ചാലും തിന്മ കൊണ്ട് പരീക്ഷിച്ചാലും പ്രയാസങ്ങൾ കൊണ്ട് പരീക്ഷിച്ചാലും അവൻ എന്ത് ചെയ്യും? അതിന് കീഴൊതുങ്ങും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു മുഅ്മിൻ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവനാണ്. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. ഒരു വിശ്വാസിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ, എന്തെങ്കിലുമൊക്കെ വിശ്വാസിക്ക് സംഭവിച്ചാൽ അവൻ അള്ളാഹനെ ഓർക്കും, അവൻ അള്ളാഹുവിലേക്ക് മടങ്ങും. ഒരു വിശ്വാസിയുടെ മുമ്പിൽ അള്ളാഹു ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനിൽ തമസ റിളാ അല്ലാഹി ബിസഖത്തിൻ നാസി കഫാഹു അല്ലാഹ്. ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിക്ക് ആരെങ്കിലും ഇമ്പോർട്ടന്റ് കൊടുത്താൽ, അതിനുവേണ്ടി ജനങ്ങളുടെ അതൃപ്തി വാങ്ങേണ്ടി വന്നാലും കുഴപ്പമില്ല, ഓനെ അള്ളാഹ് തൃപ്തിപ്പെടും. അതുപോലെ തന്നെ പടച്ചവനും മനുഷ്യന്മാരും തൃപ്തിപ്പെടും. അതായത് ഓന്റെ മുമ്പിൽ മനുഷ്യന്മാരല്ല, പടച്ചവനാണ് ഏറ്റവും. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ തൃപ്തി അല്ല ഓൻ നോക്കുക, അള്ളാന്റെ തൃപ്തി അവൻ നോക്കുക. അപ്പൊ അള്ളാന്റെ തൃപ്തി നോക്കിയിട്ട് അവൻ ചിലപ്പോ ജനങ്ങളുടെ കോപം വാങ്ങേണ്ടി വന്നാലും എന്ത് ചെയ്യും? ജനങ്ങൾ അവനെ ഇഷ്ടപ്പെടും, അള്ളാഹനെ ഇഷ്ടപ്പെടും. അപ്പൊ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ തൃപ്തിയാണ് അവൻ എന്ത് ചെയ്യേണ്ടത്? പ്രതീക്ഷിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഈമാൻ ശക്തമാകണം, പടച്ചിറപ്പിന് ശുക്റുള്ളവരാകണം, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ തൃപ്തിയുള്ളവരായിരിക്കണം. അള്ളാഹുവിന്റെ ദീനിന്, അവന്റെ തൃപ്തിക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. ഒരു ചരിത്രം പറയാം. അബ്ദുല്ലാ ദുൽ ബിജാദ്, അദ്ദേഹം മക്കയിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ്. പിതാവ് മരിച്ചിട്ട് അമ്മാവന്റെ കീഴിലാണ് അദ്ദേഹം ജീവിച്ചു പോകുന്നത്. അമ്മാവൻ അബ്ദുള്ള ഇസ്ലാമായി എന്ന വിവരം പറഞ്ഞപ്പോ എല്ലാം തിരിച്ചു വാങ്ങും, കൊടുത്തതെല്ലാം തിരിച്ചു വാങ്ങും. ഈവൻ ധരിക്കാൻ കൊടുത്ത വസ്ത്രം പോലും തിരിച്ചു വാങ്ങിയിട്ട് അദ്ദേഹത്തെ വീട്ടിൽ പറഞ്ഞയച്ചു.
ഉമ്മ ഒരു പുതപ്പ് രണ്ടായി മുറിച്ചിട്ട് മകന് പുതപ്പിച്ചിട്ട് മദീനയിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലെത്തി. തനിച്ചാണ്, ഭക്ഷണമല്ല, വാഹനമല്ല, കിലോമീറ്ററുകൾ താണ്ടി മദീനയിലെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കഥകളെല്ലാം പറഞ്ഞു. പിന്നീട് പ്രവാചകന്റെ കൂടെ ജീവിക്കാൻ ഒരു യുദ്ധരാത്രിയിൽ സ്വഹാബത്ത് ടെന്റിൽ നിന്ന് ഇങ്ങനെ വെളിച്ചം കാണും. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇവർ കാണുന്നത് വെച്ചാൽ ഈ അബ്ദുള്ള ഷഹീദായിട്ടുണ്ട്. റസൂലുള്ളാഹി അദ്ദേഹത്തിന് ഖബറെടുക്കുക, സ്വഹാബത്തെല്ലാം കൂട്ടമായി നിൽക്കുക. ഖബറിന്റെ പണി പൂർത്തീകരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ അദ്ദേഹത്തെ കഫൻ ചെയ്ത് മയ്യത്ത് ഇറക്കി വെക്കും മുമ്പ് പ്രവാചകൻ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അംസൈതു അൻഹു റാദിയൻ ഫർദഅൻ. അല്ലാഹുവേ, ഈ മരിച്ചു കിടക്കുന്ന അബ്ദുള്ളയെ കുറിച്ച് ഞാൻ പരിപൂർണ തൃപ്തനാണ്, നീയും അവനെ തൃപ്തിപ്പെടണേ. ഒരു മുസ്ലിമായി നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സന്തോഷമല്ല, നാട്ടുകാരുടെ സന്തോഷമല്ല, കുടുംബക്കാരുടെ സന്തോഷമല്ല, അള്ളാഹുവിന്റെ സന്തോഷം. അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. മനസ്സിലാക്കുക, അതൊരു മുസ്ലിമിന്റെ പ്രത്യേകതയാണ്. അവൻ അള്ളാഹ്ക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുക. അതുപോലെ തന്നെ ഒരു മുസ്ലിം അള്ളാഹു അവനെ നിർബന്ധമാക്കിയ കാര്യങ്ങളും സുന്നത്താക്കിയ കാര്യങ്ങളും നിർവഹിക്കുന്നവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അയ്യുൽ അഅമാലി അഫ്ദൽ, പ്രവാചകരെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാണ്? അസ്സലാത്തു അലാ വഖ്തിഹാ, സമയത്ത് നമസ്കാരം നിർവഹിക്കലാണ്. ഒരു മുസ്ലിം കൃത്യമായിട്ട് അള്ളാഹ് ഏൽപ്പിച്ച നിർബന്ധ ബാധ്യതകൾ നിർവഹിക്കും. അതിലൊരാൾ നിർബന്ധിക്കുക, ഒരാളവനെ ഭീഷണിപ്പെടുത്തുക, ഈ കോലത്തിൽ പോയാൽ എൻ്റെ ബിസിനസ് ഇട്ടുണ്ടാവും, എൻ്റെ കുടുംബത്തിന് പ്രശ്നമാവും എന്നൊക്കെ പറയുമ്പോൾ നിസ്കരിച്ചാൽ വരിക. അങ്ങനെയൊന്നുമില്ല. ഓൻ അള്ളാഹിനോട് കൂറ്. അതുകൊണ്ട് അള്ളാഹിന്റെ വിളി കേട്ടാൽ അവനെന്ത് ചെയ്യും? പള്ളിയിലേക്ക് ഓടി വരും. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വഇഖാമിസ് സ്വലാത്തി വഇതാഇസ് സകാത്ത് യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. റിജാലുൻ, കുറച്ച് ആൾക്കാർ, ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്, അവരുടെ കച്ചവടമോ അവരുടെ ബിസിനസ്സോ അതൊന്നും അവർക്ക് നിസ്കരിക്കണോടത്ത്, ദിക്ർ ചൊല്ലണോടത്ത്, സക്കാത്ത് കൊടുക്കണോടത്ത് ഒന്നും തടസ്സമല്ല. അതുകൊണ്ട് ചില ആൾക്കാർ പറയുന്നത് അത് ജോലി തിരക്കാണ്, കുടുംബത്തിൻ്റെ അതാണ്, ബിസിനസ് തുടങ്ങിയിട്ടുള്ളൂ, ഞാൻ തിരക്കപ്പെട്ടുപോയി. അതൊക്കെ വേണമെങ്കിൽ ഭൗതിക കാര്യത്തിന് വേണ്ടി പറയാം കേട്ടോ. ഭാര്യ തക്കാളി കൊണ്ടുവരാൻ നമ്മൾ വാങ്ങാൻ മറന്ന് വീട്ടിൽ ഞാൻ തിരക്കപ്പെട്ടു പോയി, കുഴപ്പമില്ല, ഇനി പോയി വാങ്ങാലോ. പക്ഷെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അങ്ങനല്ല. ചില ആൾക്കാർ അത് തോന്നുമ്പോൾ നിസ്കരിക്കുക ചെയ്യാം, മനസ്സിലായില്ലേ? അങ്ങനെയല്ല. ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ, വിശ്വാസിക്ക് അല്ലാഹു നിസ്കാരം സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു മുസ്ലിം അള്ളാഹ് നിർബന്ധമാക്കിയ കാര്യങ്ങൾ കൃത്യമായിട്ട്, ഒരു എക്സാമ്പിൾ പറഞ്ഞ നിസ്കാരം നിർവഹിക്കുന്നു, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ അതിൻ്റെ സുന്നത്തുകൾ നിർവഹിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, അതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നു. ഒരു മുസ്ലിം എല്ലാ നിർബന്ധ നിസ്കാരത്തിനും പങ്കെടുക്കും. എവിടെ? പള്ളിയിൽ. ജമാഅത്തായിട്ട് നിസ്കരിക്കുക. എന്നിട്ട് അവൻ എന്ത് ചെയ്യും? അവന്റെ വുദൂ ശരിയാക്കും, അവൻ ഭയഭക്തിയോടെ നിസ്കരിക്കും, അവന്റെ റുക്കൂ റെഡിയാക്കും. എങ്ങനെയൊക്കെ നിസ്കരിച്ചാൽ ഇല്ലാ കാനത്ത് കഫാറത്തുൻ ലിമാ ഖബലഹാ മിനദ്ദുനൂബ്, അവൻ കഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും പുറത്തു. മാലം തുക്ത കബീറ, വൻ പാപങ്ങൾ ഒഴികെ. വൻ പാപങ്ങൾക്ക് സ്പെഷ്യൽ തൗബ ചെയ്യണം, ബാക്കിയൊക്കെ അല്ലാഹുവിന്റെയും കഴുകി കൊടുക്കും. അപ്പൊ കൃത്യമായിട്ട് അവൻ നിസ്കരിക്കും, കൃത്യമായി ആരാധനകൾ നിർവഹിക്കും, അതും ജമാഅത്തായിട്ട് നിർവഹിക്കും. പൊതുവെ ജമാഅത്ത് നിസ്കാരം ഒരു മുസ്ലിമിന്റെ ഏറ്റവും സമാധാന സന്തോഷം കിട്ടുന്ന നിമിഷം നിസ്കാരമാണ്. നബി എന്താ പറഞ്ഞേ? നമസ്കാരം എനിക്ക് കൺകുളിർമയുള്ളതാക്കിയിരിക്കുന്നു.
അരിഹ്നാ ബിസ്സലാത്തി യാ ബിലാൽ, ബിലാലെ ബാങ്ക് വിളിക്കൂ, നമസ്കാരം കൊണ്ട് ഞാൻ ആശ്വാസം കൊള്ളട്ടെ. നബി പറഞ്ഞു നിസ്കരിക്കുന്ന ഒരു ആശ്വാസം. നമ്മളിപ്പോ നിസ്കാരം കഴിഞ്ഞെത്തിയ ഒരു ആശ്വാസം അല്ലെ? എങ്ങനെ നമ്മൾ പറയുന്നത്? നിസ്കാരം കഴിഞ്ഞെത്തിയ ഒരു ആശ്വാസം. നബി എന്താ? നിസ്കാരത്തിലാണ് എനിക്ക് ആശ്വാസം. ഇദാ ഹസബഹു ശൈഅൻ സല്ലാ, നബിക്ക് വല്ലതും ബാധിച്ച നബി വേഗം പോയിട്ട് ഒളു എടുത്ത് 2 റക്അത്ത് നിസ്കരിക്കും. കുട്ടികളൊക്കെ മരിച്ച്, ആൺകുട്ടികളൊക്കെ മരിച്ചു നബിന്റെ അല്ലെ? അബ്ദുള്ളയും ഖാസിമും ഇബ്രാഹിമും ഒക്കെ മരിച്ചു. ഇത് ശത്രുക്കൾ ആഘോഷമാക്കി. നബി അല്ലാഹു ആശ്വസിപ്പിച്ചു. എങ്ങനെ? ഫസല്ലി ലിറബ്ബിക വൻഹർ, പ്രവാചകൻ താങ്കൾ നിസ്കരിച്ചോളി. അപ്പൊ ഒരു വിശ്വാസിക്ക് നിസ്കാരം, അതുപോലെ തന്നെ ജമാഅത്ത്, അതൊക്കെയാണ് അവന്റെ ജീവിതത്തിലെ സന്തോഷങ്ങളുടെ എലമെന്റ്. അല്ലാതെ സിനിമ, ഗാനമേള, തോന്നിയാസം ഇതല്ല. മനസ്സിലായില്ലേ? ഒരു വിശ്വാസിയുടെ സന്തോഷത്തിന്റെ എലമെന്റ് എന്ന് പറയുന്നത് നിസ്കാരങ്ങളാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി അവൻ നിസ്കരിക്കുന്നു, അതും ജമാഅത്തിൽ അവൻ പങ്കെടുക്കുന്നു, ജമാഅത്തിൽ പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ സുന്നത്തുകൾ അധികരിപ്പിക്കുന്നു. മസാല അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ ഹത്താ ഉഹിബ്ബഹു, മസാല അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ, സുന്നത്തായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്ന് എന്റെ ദാസൻ നിരന്തരമായിട്ട് ചെയ്ത് 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 ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നവരേക്കുമാകും. വന്നാൽ ഇഷ്ടം എങ്ങനെ കിട്ടുക? എങ്ങനെ കിട്ടുക? സുന്നത്ത് കൂടി കിട്ടുക. അപ്പൊ അത് നിസ്കരിച്ചതിന് എണീറ്റോടല്ല, വീട്ടിൽ നിസ്കരിക്കാൻ കുഴപ്പമില്ല. സുന്നത്തുകളിലൂടെയാണ് അള്ളാന്റെ ഇഷ്ടം കിട്ടുക. ഫർദിലൂടെ അള്ളാഹിലേക്ക് അടുക്കാം, സുന്നത്തിലൂടെ അള്ളാഹുവിന്റെ ഇഷ്ടം നേടാം. അങ്ങനെ അള്ളാഹിന്റെ ഇഷ്ടം നേടിയാൽ എന്താണ്? പിന്നെ അവൻ കാണുന്ന കണ്ണ് ഞാനാകും, കേൾക്കുന്ന കാത് ഞാനാകും, പിടിക്കുന്ന കൈയും നടക്കുന്ന കാലും ഞാനാകും. അവൻ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ അവന് കൊടുക്കും. അവൻ എന്നോട് എന്ത് നിരശ ചോദിച്ചാലും ഞാൻ അവന് അഭയം നൽകും. എപ്പം? ഫർളിന് പുറമെ സുന്നത്തുകൾ നിരന്തരമായി ചെയ്യാം. മനസ്സിലായില്ലേ? അത് നിരന്തരമായി ചെയ്തുകൊണ്ടേയിരിക്കുന്നവനാണ് മുസ്ലിം. അവയെല്ലാം കൃത്യമായി നിർവഹിക്കുന്നവനാണ് മുസ്ലിം. നമസ്കാരത്തോടൊപ്പം സക്കാത്ത് നൽകുന്നവനാണ് മുസ്ലിം. الذين يقيمون الصلاة ويؤتون الزكاة وهم بالآخرة هم يوقنون. നിസ്കാരം കൃത്യമായി നിർവഹിക്കും, സക്കാത്ത് കൃത്യമായി കൊടുക്കും. അവിടെ അല്ലാഹു വാവ് ചേർത്തിട്ടാണ് നിസ്കാരത്തിനും സക്കാത്തിനും പറഞ്ഞത്. അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഖുർആനിൽ 3 ആയത്തുണ്ട്. ഒന്നുണ്ടെങ്കിൽ ഒന്ന് സ്വീകരിക്കുള്ളൂ. ഏത്? ഒന്നുണ്ടെങ്കിൽ ഒന്ന് സ്വീകരിക്കുള്ളൂ. ഒന്നായിട്ട് സ്വീകരിക്കൂല, രണ്ടും വേണം. ഒന്നാമത്തത് അത്തീഉല്ലാഹ വ അത്തീഉർ റസൂല, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. അല്ലാഹനെ ഞാൻ ഖുർആൻ മാത്രമേ എടുക്കുള്ളൂ, സുന്നത്ത് വേണ്ട പറഞ്ഞാല് ഔട്ടാണ്. ഞാൻ നബിനെ മാത്രമേ അനുസരിക്കുള്ളൂ, അല്ലാഹനെ അനുസരിക്കുള്ളൂ, ഔട്ടാണ്. രണ്ടാളെ അനുസരിക്കണം. രണ്ടാമത്തെ ആയത്ത് അനിഷ്കുർലി വലിവാലിദയ്യ, നിങ്ങൾ എന്നെ വലിവാലിദയ്ക, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെയും അതുപോലെ തന്നെ എനിക്കും നന്ദി കാണിക്കണം, നിങ്ങളുടെ മാതാപിതാക്കൾക്കും നന്ദി കാണിക്കണം. ഒരാൾ ഉമ്മാനെ നോക്കും നല്ലോണം, നിസ്കരിച്ച് നോമ്പൊന്നുമില്ല, അവൻ അള്ളാന്റെ അടുത്തൊന്നുമില്ല. എന്നാ ഒരാൾ നല്ല നിസ്കാരം നോമ്പ് ഭയങ്കര ദീനിയാണ്, പക്ഷെ ഉമ്മാനം പനി നോക്കൂല, ഓന്റെ ദീനും അല്ല സ്വീകരിക്കൂല. രണ്ടും വേണം. മൂന്നാമത്തെ ആയത്ത് അറിയോ? നമസ്കാരം നിലനിർത്തണം, നിങ്ങൾ നമസ്കാരം നിലനിർത്തണം, അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കണം. അപ്പൊ സക്കാത്ത് കൊടുക്കാൻ അവകാശപ്പെട്ട ഒരാള്, ഒരു പൈസക്കാരൻ, മുമ്പ് സക്കാത്തൊന്നും കൊടുക്കൂല, പക്ഷെ നിസ്കാരമൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യും. അത് അള്ളാഹ്ക്കുമാണ്. ഒരു മുസ്ലിം അവൻ ചെയ്യേണ്ട ആരാധനാ കർമ്മങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നവനാണ്. അത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നവനാണ്, കഷ്ടപ്പെട്ട് ചെയ്യല്ല, ഇഷ്ടപ്പെട്ട് ചെയ്യുന്നവനാണ്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നോമ്പനുഷ്ഠിക്കുന്നവനാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സുന്നത്തായ നോമ്പുകൾ ധാരാളമായി നിർവഹിക്കുന്നവനാണ്.
അല്ലേ? സ്വസലസമ്മയുടെ അറഫ നോമ്പിനെ കുറിച്ച് പറഞ്ഞു. ഒരു കഴിഞ്ഞൊല്ലത്തെ അതുപോലെ തന്നെ വരാനിരിക്കുന്ന ഒരു കൊല്ലത്തെ പാപങ്ങൾ പുറത്തുപ്പെടും. സൗമു ആശൂറയെ കുറിച്ച് പറഞ്ഞു, അല്ലെ? താസൂഇനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ നിരവധി 6 നോമ്പിനെ കുറിച്ച് പറഞ്ഞു. ഒരു മാസത്തിലെ 3 നോമ്പിനെ കുറിച്ച് പറഞ്ഞു. അയ്യാമുൽ ബീദിന്റെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമുള്ള നോമ്പിനെ കുറിച്ച് പറഞ്ഞു. ഒരു മുസ്ലിം ഇതെല്ലാം ചെയ്യാൻ പരിശ്രമിക്കുന്നവനാണ്. പിന്നെ ഹജ്ജ് ചെയ്യാൻ കായില്ലെങ്കിലും ഹജ്ജ് ചെയ്യണമെന്നൊരു ആഗ്രഹവും അതിനുവേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയും ഒരു പരിശ്രമവും ഒരു മുസ്ലിമിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും. ഉംറ ചെയ്യാനുള്ള ആഗ്രഹം ഒരു മുസ്ലിമിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. എന്തെല്ലാം പുണ്യകർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം ചെയ്യുന്നവനാണ് ഒരു മുസ്ലിം. നിസ്കരിക്കുന്നു, സുന്നത്ത് നിസ്കരിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, സുന്നത്ത് നോമ്പ് നോൽക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നു, ഹജ്ജ് നിർവഹിക്കുന്നു, ഉംറ നിർവഹിക്കുന്നു. അതുപോലെ തന്നെ ധാരാളം ഖുർആൻ പാരായണം ചെയ്യുന്നു. ഖുർആൻ പാരായണം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ. ഖുർആന്റെ ആയത്തുകൾ ഇങ്ങനെ ഓതുമ്പോൾ അവർക്ക് ഈമാൻ ഇങ്ങനെ കൂടും. വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ ഇങ്ങനെ പേടിച്ചു വിറക്കും. തഖ്ശഇറു ജുലൂദുല്ലദീന യഖ്ശൗന റബ്ബഹും, അല്ലാഹുവിനെ പേടിക്കുന്ന അവർക്ക് രോമാഞ്ചം ഉണ്ടാകും. ഖുർആൻ എന്ന് പറഞ്ഞ ഓന്റെ ഒരു പവർഫുൾ വെപ്പണാണ്. നിസ്കാരം പറഞ്ഞ മാതിരി തന്നെ ഖുർആൻ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിന്റെ ദിക്റാകുന്ന ഖുർആൻ കൊണ്ടും ദിക്റുകൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടൊക്കെയാണ് ഒരു വിശ്വാസി സമാധാനം അടയാം. അവന് കള്ളുചാപ്പിന്റെ ആവശ്യമില്ല, അവന് സിനിമാന്റെ ആവശ്യമില്ല, അവന് തോന്നിയാസത്തിന്റെ ആവശ്യമില്ല, ഓനൊരു ഹറാമിന്റെ ആവശ്യമില്ല. ഓന് സമാധാനം കണ്ടെത്താനുള്ള ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വെച്ചിട്ടുണ്ട്. അതെന്താണ്? ഖുർആൻ. ഒരു മുഅ്മിൻ, ഒരു മുസ്ലിം ഖുർആനുമായി ബന്ധം വരുത്തും. ഖുർആൻ ഓതും, ഖുർആൻ ഹിഫ്ളാക്കും, ഖുർആന്റെ തഫ്സീർ പഠിക്കും, ഖുർആനിലുള്ളത് പ്രാവർത്തികമാക്കും. അങ്ങനെ ഖുർആനുമായി നല്ലൊരു ബന്ധം. മസലുൽ മുഅ്മിനില്ലദീ യഖറഉൽ ഖുർആൻ മസലുൽ ഉത്റുജ്ജ. ഖുർആൻ ഓതുന്ന മുസ്ലിമിന്റെ ഉദാഹരണം മധുര നാരങ്ങ പോലെയാണ്. എന്താ? അതിന്റെ സ്മെല്ല് ബ്യൂട്ടിഫുൾ ആണ്, അതിന് നല്ല ടേസ്റ്റുമാണ്. മനസ്സിലായത്? ഒരു മുഅ്മിൻ ഉള്ളോണ്ട് പ്യുവറാണ്, പുറം കൊണ്ട് ആർക്കൊരു ഡിസ്റ്റർബൻസും ഇല്ല, നല്ല വ്യക്തിത്വമാണ്. അതെന്തുകൊണ്ടാണത്? ഖുർആൻ ഓതുന്ന ഒരു മുഅ്മിൻ. അപ്പൊ ഒരു മുസ്ലിം ഖുർആൻ ഓതണം. മനസ്സിലായില്ലേ? നിത്യവും ഖുർആൻ ഓതണം. അങ്ങനെ അള്ളാഹുവിലുള്ള വിശ്വാസം ശരിയാക്കി പടച്ചോൻ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യമാക്കി പഠിപ്പിച്ചു തന്ന ആരാധനകളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നവനാണ് ഒരു മുസ്ലിം. മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ പോരാ, മറിച്ച് ഈ പറയപ്പെട്ട അടയാളങ്ങൾ എന്ത് വേണം? നമ്മളുണ്ടായിരിക്കും. മനസ്സിലുണ്ടോ? അപ്പോൾ നമ്മൾ മുസ്ലിം ആവുള്ളൂ. അതുപോലെ തന്നെ രണ്ടാമത്തത് അൽ മുസ്ലിം മഅ നഫ്സിഹി. ഒരു മുസ്ലിം തന്റെ സ്വന്തത്തോട് എങ്ങനെയായിരിക്കണം? സ്വന്തത്തോട് എങ്ങനെയായിരിക്കണം? സ്വന്തത്തിലും കുറച്ചൊരു ശ്രദ്ധ ഒരു മുഅ്മിനുണ്ടാവും, ഒരു മുസ്ലിമിനുണ്ടാവും. എന്താ പറയുക? മുഅ്തദിലും ഫീ തആമിഹി വ ശറാബിഹി. തിന്നണീനും കുടിച്ചിനൊക്കെ ഒരു അളവുണ്ടാവും. ക്ഷമിക്കാം, തിന്നണീനും കുടിച്ചിനൊക്കെ ഒരു അളവുണ്ടാകും. കുലൂ വശ്റബൂ വലാ തുസ്രിഫൂ. നിങ്ങൾ തിന്നോളി കുടിച്ചോളി എന്ന് മാത്രം പറഞ്ഞ് നിർത്തിയേക്കാണെങ്കിൽ കുഴപ്പമില്ലേ? ബാക്കിയുണ്ട്. എന്താ? വലാ തുസ്രിഫൂ, നിങ്ങൾ ഇസ്രാഫ് കാണിക്കരുത്. കാരണം എന്താ? ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അല്ലാഹുക്ക് മുസ്രിഫീങ്ങളെ ഇഷ്ടമല്ല. അപ്പൊ ഒരു മുഅ്മിനായ, ഒരു മുസ്ലിമായ മനുഷ്യന് പാകത്തിന് തിന്നാവും. എന്താ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി പറഞ്ഞത്? ഖുർആനിൽ ഒരു ആയത്തുണ്ട്, അതിലെല്ലാം മെഡിസിനും ഉണ്ട് എന്നാ പറഞ്ഞത്. നല്ല സമയത്താണ് പറ്റിയത്. ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ആ ആയത്തില് എല്ലാ മെഡിസിനും ഉണ്ട്. എന്താണ് ആ മെഡിസിൻ? കുലൂ വശ്റബൂ വലാ തുസ്രിഫൂ. ഇപ്പൊ എന്താണ് ഇപ്പൊ മെഡിക്കൽ സയൻസ് പറഞ്ഞ എല്ലാ രോഗത്തിനും കാരണം ഭക്ഷണത്തിലെ ശ്രദ്ധക്കുറവാണ്. അല്ലെ? ഇപ്പൊ എല്ലായിടത്തും ചായക്കടയാണ്. ചായക്കടയിൽ കയറിയിട്ട് ഒരാള് ഒരു ചായ അടിച്ചു, കടിയും യഥേഷ്ടം എണ്ണക്കടി ഇങ്ങനെ അടിച്ചു കയറ്റ. അല്ലെ? എവിടെ ചെന്നാലും ആൾക്കാർക്ക് ഇഷ്ടം എന്ത് ഫുഡാണ്? അല്ലെ? അറിയാലോ, എന്തും കഴിക്കാം. പക്ഷെ എന്തായിരിക്കണം? ഹലാലായിരിക്കണം, ത്വയ്യിബായിരിക്കണം. ഹലാലായി മാത്രം പോരാ, ത്വയ്യിബായിരിക്കണം. നാവിന് രുചിയുണ്ടോ എന്ന് മാത്രം ഇപ്പൊ നോക്കണം. അല്ലെ?
പകലന്തിയോളം നോമ്പോറ്റിട്ട് വൈകുന്നേരം പോയിട്ട് ഫുൾ ജാർ സോഡ അടിച്ചു കയറ്റി പള്ളിക്ക്. നാവിന് രുചിണ്ടായ പോലെ. ശരീരത്തിന് ഹാനികരമാണെങ്കിൽ അത് ഒഴിവാക്കണം. അത് ത്വയ്യിബല്ല. ശരീരത്തിന് ഹാനികരമായ ഫുഡ് ത്വയ്യിബല്ല. അതുകൊണ്ട് തന്നെ അത് കഴിക്കാൻ പാടില്ല. ഒരു മുസ്ലിം പാകത്തിന് കഴിക്കും. അപ്പൊ എങ്ങനെ? 1/3. അതെങ്ങനെ ഉണ്ടാക്കല്? അത് ശീലിപ്പിക്കുക. അതാണ് വയറിനെ ശീലിപ്പിക്കുക. വയറിനെ ശീലിപ്പിക്കുക. ചെറിയ പാത്രത്തിൽ കഴിക്കുക. വലിയൊരു പാത്രം എടുത്താൽ അതിൽ എത്ര ഇട്ടാലും കാണൂല. അത് ഇങ്ങോട്ട് എത്ര നിറച്ചാലും ഒന്നും അറിയില്ല. ചെറിയ പാത്രത്തിൽ കഴിക്കുക. അപ്പൊ കുറെ ഉണ്ടാവും. മനസ്സിലായി? പാകത്തിന് കഴിക്കുക. ഒരു ഭാഗം ഫുഡ്, മറ്റൊരു ഭാഗം വെള്ളം, ബാക്കി ഭാഗം ശ്വസിക്കാനുള്ളതാണ്. മനസ്സിലായി? ഓക്സിജൻ നേരെ ഇങ്ങോട്ട് ഹാർട്ടിക്ക് മാത്രം വരും, നേരെ ആമാശയത്തിനും കുറച്ച് വേണം. നമ്മൾ വിചാരം ഇതൊക്കെ പാടെ പള്ളയാണ്. അല്ല, ഇതൊക്കെ പാടെ പള്ളയല്ല. ഇതൊക്കെ കൂടെ നടക്കേണ്ട വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? ടേബിൾ മത്തേക്ക് നോക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ അടുക്കി ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ മുകളിലൊരു ഐസ്ക്രീമും. ഇതൊക്കെ കൂടെ പള്ളയല്ല. ഇത് കുറെ കുടലും അതും ഇതൊക്കെയാണ്. ഇതിന്റെ മുകളിൽ ചെറിയ ഭാഗം മാത്രമാണ് എന്ത് ഈ ഭക്ഷണം ചെന്ന് നിൽക്കാനുള്ള സ്ഥലം. മനസ്സിലാണല്ലോ? അപ്പൊ പാകത്തിന് കഴിക്കുന്നവനാണ് ഒരു വിശ്വാസി. ശരിക്കും പറഞ്ഞ വയറ് ഉണ്ടാവില്ല അറിഞ്ഞ പ്രയാസീകാരം കുറവായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഒരു വിശ്വാസി അവന്റെ ശരീരത്തെ സംരക്ഷിക്കുന്നവനാണ്. ശരീരത്തിന് ഉന്മേഷം ഉണ്ടാകുന്ന കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ച് ശരീരത്തെ പരിപാലിക്കുന്നവനാണ്. അവനവന്റെ വസ്ത്രവും അവന്റെ ശരീരവും വൃത്തിയാക്കുന്നവനാണ്. ഒരു വിശ്വാസിനെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ ഓനൊരു ബാഡ് സ്മെല്ല്, കുളിക്കാത്തതിന്റെ, വായ വൃത്തിയാക്കാത്തതിന്റെ, ഡ്രസ്സ് മാറ്റാത്തതിന്റെ അങ്ങനെ ഉണ്ടാവില്ല. ചിലർക്കെല്ലാം എത്ര ഉണ്ടായാലും ഇല്ലാത്ത മാതിരി നടക്കും. ചിലർക്കെല്ലാം ഒന്നുമില്ലെങ്കിലും ഭയങ്കര പൈസക്കാരമായി നടക്കും. എന്താണോ അള്ളാഹു നമുക്ക് നൽകിയത് അത് നമ്മൾ കാണിക്കണം. ആർഭാടമില്ലാതെ, അഹങ്കാരമില്ലാതെ വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് വായയും ശരീരമൊക്കെ വൃത്തിയാക്കി കൊണ്ടിടക്കണം. അതാ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന ശുക്കര ഉമ്മത്തി ലഅമർതുഹും ബിസിവാഖിൻ മഅ കുല്ലി വുദൂഇൻ. നിങ്ങളോട് ഞാൻ ഓരോ നിസ്കാരത്തിന്റെ നേരത്തും പല്ലേക്കാൻ കൽപ്പിക്കുമായിരുന്നു. നമ്മുടെ ശരീരവും നമ്മുടെ വായയും നമ്മുടെ ഡ്രസ്സൊക്കെ എപ്പോഴും ഫ്രഷ് ആയിരിക്കും. അല്ല, നിര്യാന്റെ മോള് പാൻറ് ധരിക്കാൻ അഹങ്കാരം ഇല്ലാതെക്കാനും പിന്നെ അതിൽ മാലിന്യം ഉണ്ടാക്കാനാണ്. ആണുങ്ങളാണ് പരക്കം പായണ ജോലിക്കാരൻ അല്ലെ, പലയിടത്തും കൂടി നമ്മൾ നടക്കും. അപ്പൊ തുണി ഇങ്ങനെ വേച്ച് ഇങ്ങനെ നടത്തി കഴിഞ്ഞാൽ അത് വൃത്തികേടും കൂടെയാണ്. അതുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് നിര്യാണ്ട താഴെ ഡ്രസ്സ് ധരിച്ചു വന്ന ആളോട് പറഞ്ഞത്, പൊക്കി ഉടുക്ക്, അത് നിന്റെ ദീനിനും നല്ലതാണ്, നിന്റെ വസ്ത്രത്തിന്റെ ശുദ്ധിക്കും നല്ലതാണ്. അപ്പൊ നല്ല വൃത്തിയിൽ, വെടിപ്പിൽ അള്ളാഹു അനുവദിച്ച വസ്ത്രങ്ങൾ, അഹങ്കാരമില്ലാതെ, ആർഭാടമില്ലാതെ, ദുർഗന്ധം പേറി വരരുത്. റസൂൽ പറഞ്ഞു, മൻ അക്കലൽ ബസൽ വസ്തൂം വൽ ഖുറാഫ് ഫലയഖറബന്ന മസ്ജിദനാ. ദുർഗന്ധം പേറിയിട്ട് ഇങ്ങോട്ട് വരരുത്. ഉള്ളി തിന്ന അനുവദനീയാണ്, പക്ഷെ ഉള്ളി തിന്നിട്ട് അതിന്റെ ദുർഗന്ധം പേറിയിട്ട് പള്ളിക്ക് വരരുത്. മനസ്സിലാണ്ടല്ലോ? എല്ലാ പള്ളിയിലും ഇപ്പൊ സോപ്പും സെറ്റപ്പൊക്കെ ഉണ്ട്. മുമ്പൊന്നുമില്ല. പിന്നെ കൊറോണ വന്നപ്പോൾ സോപ്പ് കൂടി പകരണ്ടെന്നൊക്കെ ഒഴിവാക്കി. പക്ഷെ എല്ലായിടത്തും വേണം ശരിക്കും. എന്ത് ഒരു ഹാൻഡ് വാഷും സെറ്റപ്പൊക്കെ എല്ലായിടത്തും കാണാം. രോഗാണുക്കൾ പകരാത്ത പോലത്തിൽ ഇൻഡിവിജ്വലി ഉപയോഗിക്കാൻ പറ്റിയ പോലത്തിൽ. അതുപോലെ തന്നെ വൃത്തിയും വെടിപ്പോടുകൂടെ പള്ളിയിലേക്ക് കയറാൻ പറ്റിയ അവസ്ഥയിൽ അത്രയും വൃത്തിക്ക് ഇസ്ലാം പിന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു വിശ്വാസി എപ്പോഴും വൃത്തിയുള്ളവനെ, കുളിക്കാൻ എന്തെല്ലാം സമയത്ത് കുളിക്കാൻ പറഞ്ഞല്ലേ, വുളു എപ്പോഴും വുളു ഉള്ളവനായി നടക്കാനാണ് പ്രോത്സാഹിപ്പിച്ചത്. ഉറങ്ങാൻ പോകുമ്പോൾ വുളു എടുക്കാൻ പറഞ്ഞു. പകലത്തിയോളം 5 നേരം വുളു എടുക്കാൻ പറഞ്ഞു. കുളിക്കാൻ പറഞ്ഞു, ജനാബത്തിന്റെ കുളി കുളിക്കാൻ പറഞ്ഞു, ജുമഅക്ക് കുളിക്കാൻ വേണ്ടി പറഞ്ഞു, ഉംറക്കും ഹജ്ജിനും ഇഹ്റാമിനും വേണ്ടി കുളിക്കാൻ പറഞ്ഞു. കുളിയെയും അതുപോലെ തന്നെ വുദൂഇനെയും ഒക്കെ പ്രോത്സാഹിപ്പിച്ചു, വൃത്തിയെ പ്രോത്സാഹിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി നല്ല വൃത്തിയുള്ളവനായിരിക്കണം. അവന്റെ ബോഡി, അവന്റെ ഡ്രസ്സ്, അവൻ ജീവിക്കുന്ന പരിസരമൊക്കെയും. ഒരു മുസ്ലിമിന്റെ വീട്ടിൽ ചെന്നാല് ഭയങ്കര ആംബിയൻസ് ഒന്നും കാണുന്നില്ല, പക്ഷെ ഉള്ളത് വൃത്തിയും അടുക്കും ചിട്ടയുമാണ്. അവിടെ വഴി വാരി എറിഞ്ഞ് വൃത്തികേടാക്കി ദുർഗന്ധം പേറുന്ന വീടാകരുത്. കാരണം റഹ്മത്തിന്റെ മലക്കുകൾ അടുക്കാനുള്ള വീടാണ് ആണല്ലോ.
ജനങ്ങൾക്ക് എന്തൊക്കെ ഉപദ്രവമുണ്ടോ അതൊക്കെ മലക്കുന്ന ഉപദ്രവമാണ്. അപ്പൊ നമ്മുടെ ടോയ്ലറ്റ്സ് അതൊക്കെ വൃത്തിയായിരിക്കണം. നമ്മുടെ വീടിന്റെ ടോയ്ലറ്റ് മാത്രമല്ല, പള്ളിന്റെ അതൊക്കെ ആരെ വൃത്തിയാക്കണം? നമ്മളെ വൃത്തിയാക്കണം. നമ്മൾ ഇടപെടുന്ന മേഖലയിലെല്ലാം വൃത്തിയായിരിക്കണം. എല്ലാവരും കണ്ടില്ലെങ്കിൽ അവനെ മിഠായി കഴിച്ചിട്ട് തൊലി നേരെ റോഡിൽ കണ്ടു, വെള്ളം കുടിച്ചിട്ട് ബോട്ടിൽ നേരെ പുറത്ത് കാണും. വലിയ വണ്ടിയിൽ കാറും ഇതിലൊക്കെ പോണ ആൾക്കാർ കാർക്കിച്ച് തുപ്പും. ബൈക്കാർ ഇങ്ങനെ പോകണ്ടാവും പാവങ്ങള്, ഓലെ അണ്ണാക്ക് കയറാൻ കിട്ടുക. ഇതൊന്നൊരു മുസ്ലിമിന്റെ ഭാഗത്ത് നിന്നുണ്ടാവില്ല. ഇപ്പൊ സർക്കാർ എല്ലായിടത്തും വാട്ടർ ബോട്ടിൽ ഇടാൻ ഒരു ഇരുമ്പിന്റെ കൂടെ വെച്ച് കണ്ടല്ലോ. ആർക്കെങ്കിലും അറിയാം, ഇത് കുറെ പുല്ലും പാമ്പൊക്കെ ഉണ്ടെങ്കിൽ നിരത്തിയേറിയ ഉണ്ടാവില്ല വിശ്വാസം. എല്ലായിടത്തും വൃത്തിയായിരിക്കും. അവന്റെ വീടും അവന്റെ പരിസരവും അവൻ ജീവിക്കുന്നിടത്തും അവന്റെ ഓഫീസും അവന്റെ സ്കൂളും അവന്റെ ക്ലാസ് റൂമും അവൻ എവിടെയാണുള്ളത് അവിടെയൊക്കെ വൃത്തി കാത്തു സൂക്ഷിക്കുന്നതാണ് മുസ്ലിം. അതുപോലെ തന്നെ ഹുസ്നുൽ ഹൈഅ, നല്ല രൂപമായിരിക്കും ഒരു വിശ്വാസിക്കുണ്ടാവുക. ചീഞ്ഞ് പൊളിഞ്ഞ് കീറി പറഞ്ഞ് അങ്ങനൊന്നും ഉണ്ടാവില്ല. ഉള്ളത് വൃത്തി, മനസ്സിലുണ്ടോ? ഉള്ളത് നല്ല വൃത്തിക്കായിരിക്കും. പലപ്പോഴും ആൾക്കാർ ഏറ്റവും മോശത്തിൽ വരിക പള്ളിക്കാണ്. അത് ഉറങ്ങുന്ന ഡ്രസ്സ് ഇട്ടിട്ടും കഴിച്ചുന്ന ഡ്രസ്സ് ഇട്ടിട്ടും പല കോലത്തിലും കുത്തിക്കയറി വരും. അതൊക്കെ ഒഴിവാക്കി നല്ല വൃത്തിയിലായിരിക്കണം ഒരു വിശ്വാസി ഉണ്ടാവേണ്ടത്. ആരാണ് നിങ്ങൾക്ക് ഹലാലാക്കിയത്? നിങ്ങൾ ഹറാമാക്കുന്നത് ആരാണ്? അല്ലാഹ് നമുക്ക് ഹലാലാക്കിയതൊക്കെ നമുക്ക് ഹലാലാണ്. അത് വിഹിതമായ രൂപത്തിൽ നമുക്ക് കൊള്ളാൻ പറ്റും. ഏറ്റവും നല്ല വൃത്തിയിൽ നമ്മൾ എന്ത് ചെയ്യണം? നിർവഹിക്കണം. അല്ലാഹ് ഒരു ദാസന് കൊടുത്ത നിഅമത്ത് അത് അവന്റെ മേലെ കാണണം. അപ്പൊ ഒരാൾക്ക് മുടിയില്ലേ, ഇപ്പൊ എന്ത് ചെയ്യണം? മൻ കാന ലഹു ശഅറുൻ ഫല്യുക്രിംഹു. മുടി ഉണ്ടെങ്കിൽ അതിങ്ങനെ പാറിച്ച് നടക്കലല്ല, അതിനെന്ത് ചെയ്യാൻ? നന്നാക്കിയിട്ട് ഒതുക്കി ചീകി റെഡിയാക്കി. താടിയൊക്കെ ഉണ്ടെങ്കിൽ പരമാവധി ചീകി വൃത്തിയാക്കി നിൽക്കണ പോലത്തെ നിൽക്കും. ഉള്ളത് വൃത്തിക്ക്, മനസ്സിലായോ? ഒക്കെ പഠിച്ചിട്ട് വൃത്തിയാക്കുന്നതല്ല, അങ്ങനെ വൃത്തിയില്ല. ഏത് വൃത്തി പഠിക്കും വേണ്ട മൊത്തം പഠിച്ചു കളയാ, അങ്ങനെ വൃത്തിയില്ല. മനസ്സിലാകുന്നില്ല? അപ്പോ ഒരു അനുവദിച്ച നിലക്കുള്ള സീനത്തും സൗന്ദര്യവും ശുദ്ധിയും വൃത്തിയും ഒക്കെ പാലിച്ചുകൊണ്ട് വേണം ഒരു വിശ്വാസി മുന്നോട്ട് പോകാൻ. അവിടെ ആർഭാടം ഉണ്ടാകരുത്, ജാടയുണ്ടാകരുത്, കാട്ടിക്കൂട്ടലുണ്ടാകരുത്, മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടിയാകരുത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കാം. ഇതെന്താണ്? ഖംസുമിൽ ഫിത്ര, ഫിത്രത്തിന്റെ ഭാഗമാണ്. എന്ത്? ഖിതാൻ, സുന്നത്ത് കല്യാണം കഴിക്കൽ. വഹൽഖുൽ ആന വനത്ഫുൽ ഇബ്ത് വതഖലീമുൽ അദാഫിർ വഖസ്സുൽ ശാരി. മീശ വെട്ടി ഒതുക്കുക. വിശ്വാസി വൃത്തിയുള്ളവനായിരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു ഇസ്ലാമിന്റെ ഫിത്രത്തിന്റെ ഭാഗമാണ് എന്ത്? നഖം മുറിക്കുക, കക്ഷരോമം വടിക്കുക, അതുപോലെ തന്നെ മീശ വെട്ടി ഒതുക്കുക. പുതിയ ട്രെൻഡൊക്കെയാണെന്ന് മീശ ഇങ്ങനെ വായിക്ക് കൂടെ തൂക്കിയിട്ട് എന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും ഒക്കെ അതിലൂടെ ആയി. അങ്ങനെയല്ല, താടി അഴിച്ചു വിടാൻ നിർദ്ദേശിച്ച ഇസ്ലാം മീശയെ വെട്ടി ഒതുക്കാനാണ് കൽപ്പിച്ചത്. അതാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞത്. എന്ത്? മീശ വെട്ടി ഒതുക്കുക എന്നത് മതം പഠിപ്പിച്ചതാണ്, താടി വടിക്കുക എന്നത് ഹറാമാണ്. അപ്പോ മീശ വെട്ടി ഒതുക്കി വൃത്തിയാക്കുക, പച്ചരോമം വടിക്കുക, കുക്കിരോമം വൃത്തിയാക്കുക, അതുപോലെ തന്നെ നഖം മുറിച്ച് ക്ലീനാക്കുക. എപ്പോഴും ശുദ്ധിയുള്ളവരാവുക, വൃത്തിയുള്ളവരാവുക. പാകത്തിന് ഭക്ഷണം കഴിക്കുക, നേരത്തിന് ഭക്ഷണം കഴിക്കുക, സമയത്ത് ഉറങ്ങുക, അതുപോലെ തന്നെ നേരത്തെ ഉണരുക. ഇതൊക്കെ ഒരു വിശ്വാസി ചെയ്യേണ്ട, അവന്റെ ഫിസിക്കലി അവൻ ഉറപ്പിക്കേണ്ട കാര്യങ്ങളാണ്. ഇതുപോലെ തന്നെ അവന്റെ മനസ്സിനെ അവൻ എന്ത് ചെയ്യണം? ക്ലിയർ ആക്കണം. അവന്റെ മനസ്സിനെ മലീമസമാക്കുന്ന കാര്യങ്ങളിൽ അവൻ മുഴുകിക്കൂടാ. മനസ്സ് ഉന്മേഷവാനാകുന്നത് എപ്പോഴാണ്? മതപരമായ അറിവുകൾ നേടുമ്പോഴാണ്. അതുകൊണ്ടൊരു മുസ്ലിം പഠിക്കുന്നവനാകണം. കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിഅൻ ഫലാ തകുർ റാബിഅ. നീ ഒന്നുകിൽ അധ്യാപകനാകണം, അല്ലെങ്കിൽ വിദ്യാർത്ഥിയാകണം, അല്ലെങ്കിൽ നല്ലൊരു ശ്രോതാവാകണം. ഫലാ തകുർ റാബിഅ, നീ നാലാമനാകരുത് എന്നാണ് ഇബ്നു ഖുറൈദ എന്നാണ് പറഞ്ഞത്. നമ്മുടെ മനസ്സ് എപ്പോഴും എനർജറ്റിക് ആയിരിക്കണം, നമ്മുടെ മനസ്സ് എപ്പോഴും ഹെൽത്തി ആയിരിക്കണം, നമ്മുടെ ബുദ്ധിയും
അതുപോലെ തന്നെ നമ്മുടെ മനസ്സും എപ്പോഴും നല്ല പവർഫുൾ ആയിരിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ദീനിനെ കുറിച്ച് കൃത്യമായി പഠിക്കണം. അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാരാണ്? അറിവുള്ളവരാണ്. പഠിച്ചാലേ നമുക്ക് പേടിണ്ടാവും. പഠിച്ചാൽ പഠിക്കുമ്പോഴേ ചെയ്യണമെന്നുള്ള ബോധം ഉണ്ടാവും. പഠിക്കുമ്പോഴേ ചെയ്യുന്നതിനൊക്കെ ഒരു വൃത്തിയും പഠിപ്പും ഒരു മര്യാദ ഉണ്ടാവും. അതുകൊണ്ട് പഠിച്ചു മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് തുടർന്ന് പോകുക. മരിക്കോട് നമ്മുടെ നാട്ടിൽ കൾച്ചർ എന്താണ്? ഒരു 10-20 വയസ്സ് വരെ പഠിച്ച പിന്നെ ജോലി ചെയ്യുക, പിന്നെ പഠിച്ചില്ല. അങ്ങനെയല്ല. എന്നാൽ മറ്റു രാജ്യങ്ങളിലൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം അവര് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകാൻ നോക്കുക ചെയ്യാം, എന്നിട്ടാണ് ഒരു പിന്നെ പഠിച്ചാൽ ഇറങ്ങുക. ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റിയിലും വയസ്സന്മാരായിട്ടുള്ള ഇംഗ്ലീഷുകാരും യൂറോപ്യൻസ് ഒക്കെ ഉണ്ട്. ഒരു പഠിച്ചാൽ വന്നാൽ ഡോക്ടറേറ്റ് എടുക്കാൻ വന്നാൽ 50 വയസ്സ് 60 വയസ്സ്. അതുപോലെ ആദ്യം ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി ഉണ്ടാക്കുക, പിന്നെ അങ്ങോട്ട് പഠിച്ചാൽ ഇറങ്ങുക ചെയ്യുക. നമ്മുടെ നാട്ടില് ആദ്യം പഠിക്കുക, പിന്നെ ജോലി കിട്ടിയ പിന്നെ ഒരു പഠിത്തം ഉണ്ടാവില്ല. അതിൽ മാറ്റം വരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ രംഗത്തൊക്കെ. ടീച്ചേഴ്സ് വീണ്ടും പഠിക്കണം, വീണ്ടും പഠിക്കണം എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരണം. അതുകൊണ്ടാണ് കുട്ടികളിൽ ആ മാറ്റം ഉണ്ടായത്. നമ്മളൊക്കെ പഠിപ്പിക്കുന്ന കാലത്ത് എന്താ ഉണ്ടായി? നമുക്ക് എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ? എന്താ പഠിപ്പിച്ചത്? മൊബൈൽക്ക് ഓർമ്മ ഉണ്ടാവില്ല, നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. കാരണം അത് ജോലി ടീച്ചർ പിന്നെ ഒന്നും പഠിക്കണില്ല. എന്നാൽ ദീനിന്റെ കാര്യം അങ്ങനെയല്ല. മരിച്ചോളം നമ്മൾ പഠിക്കണം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിന്റെ കയ്യിൽ എപ്പോഴും ഒരു എഴുത്തു പലകയും ഒരു എഴുത്തു പോലും ഉണ്ടാവും. അദ്ദേഹത്തോട് ചോദിച്ചു, എത്ര കാലങ്ങൾ പഠിക്കുകയും? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഖബറിലെത്തുന്നവരെ പഠിക്കുന്ന അദ്ദേഹം പറഞ്ഞത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാഹയോട് ചോദിച്ചു, ഇലാ മതാ തത്ലുബുൽ ഇൽമ, എത്ര വരെ നമ്മൾ ഇൽമ് പഠിച്ചുകൊണ്ടിരിക്കണം, അന്വേഷിച്ചുകൊണ്ടിരിക്കണം? അദ്ദേഹം പറഞ്ഞതറിയോ? ഹത്തൽ മമാത്ത്, ഹത്തൽ മമാത്ത്, മരിക്കുന്നത് വരെ. മനസ്സിലാക്കാം? അപ്പൊ നമ്മൾ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ബുദ്ധിയെ തളരാതെ, അത് എപ്പോഴും നല്ല ബോധമുള്ള, നല്ല ചിന്തയുള്ള, നെഗറ്റീവ് അടിക്കാതെ കൃത്യമായി ഗൈഡ് ചെയ്യാൻ പറ്റിയ കോലത്തിൽ കൊണ്ടുപോകണമെങ്കിൽ എന്തു വേണം? നമ്മുടെ മനസ്സിൽ ഇസ്ലാമികമായ നോളജ് ഉണ്ടായിരിക്കണം, ഖുർആനെ കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം, ഹദീസിനെ കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം, ചരിത്രത്തെ കുറിച്ചുള്ള ബോധമുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഉള്ള അറിവിൽ നല്ല ഇത്ഖാൻ ഉണ്ടാകണം. നമ്മൾ ഖുർആൻ ഓതുന്നുണ്ട്, എങ്ങനെ ഓതുന്നത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ്. ശരിക്കും എങ്ങനെ ഖുർആൻ ഓതേണ്ടത്? അതിന്റെ കൃത്യമായ തിലാവ, അതിന്റെ തജ്വീദ്, അതിന്റെ തഫ്സീർ, ഇതെല്ലാം കൃത്യമാക്കിയിട്ട് വൃത്തിക്കോടുക. എത്ര മനോഹരമായിട്ട് ഒരു ബാങ്ക് കേട്ടത്! മഗ്രിബിന് ഇമാമത്ത് ഖിറാഅത്ത് എത്ര മനോഹരമായിട്ടാണ്! അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ. നമുക്കൊക്കെ പറ്റും. നമ്മളെന്തെങ്കിലും നമുക്ക് പഠിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആയിട്ട് നമ്മൾ വിശ്വസിച്ചത്. അല്ല, നമ്മൾ പഠിക്കാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ആയിട്ട് അല്ലെ? നമ്മൾ മക്കളോടൊക്കെ പറയുന്നത് ഞങ്ങളുടെ കാലത്തൊന്നും പഠിക്കാൻ പറ്റിയില്ല. അല്ല, നമ്മുടെ കാലത്ത് നമ്മൾ പഠിച്ചിട്ടില്ല. അതാണ് കറക്റ്റ്. എന്നാൽ നമ്മളിപ്പം പഠിച്ചവരൊക്കെ പഠിച്ചില്ലല്ലോ. അപ്പൊ എന്ത് ഓൽക്കുണ്ടായിന്? ഒരു കഞ്ഞെള്ളം കുടിച്ചിട്ടും കാടിയെല്ലാം കുടിച്ചിട്ടേ പോയിന്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടില്ല. ദാറ്റ്സ് കറക്റ്റ്. അപ്പോ നമ്മളിതൊക്കെ പഠിച്ചെടുക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. ഓരോ അക്ഷരങ്ങൾ എങ്ങനെ ഉച്ചരിക്കണം, എവിടെ മണിക്കണം, എവിടെ നീട്ടണം, വളരെ സിമ്പിൾ ആയിട്ട് ആർക്കും പഠിക്കാം. ഇനി റൂൾസ് ഒന്നും അറിയില്ലെങ്കിലും യൂട്യൂബ് എടുത്തിട്ട് ഒരു സൂറത്ത് എടുത്തിട്ട് അതിന്റെ കൂടെ അതേപോലെ ഓതി പഠിച്ചാൽ അതേപോലെ നമുക്ക് ഓതാൻ പറ്റും. കടിച്ചാ പൊട്ടാത്ത റാപ്പ് സോങ് കണ്ട് കുട്ടികൾ പാടിയെടുക്കുന്നത് കട്ട സാധനം. അപ്പൊ എന്താ? കേട്ട് പഠിക്കാൻ കഴിയും. അപ്പോ ഇത്ഖാൻ ഉണ്ടായിരിക്കണം. ഒരു വിശ്വാസിക്ക് അറിവുണ്ടായിരിക്കണം. ആ അറിവിൽ ഇത്ഖാൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കൂടുതൽ കൂടുതൽ പഠിക്കാനുള്ള ഒരു ശ്രമം അവനുണ്ടായിരിക്കണം. നല്ലത് ചിന്തിക്കുന്ന ഹൃദയമായിരിക്കണം. നെഗറ്റീവ് ചിന്തിക്കുന്ന ഹൃദയമാകരുത്. പോസിറ്റീവ് ചിന്തയാണ് ഉണ്ടായിരിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? ഇഹ്രിസ് അലാ മാ യൻഫഉക വസ്തഈൻ ബില്ലാഹ്. നിനക്ക് ഉപകാരപ്രദമായ കാര്യത്തിൽ നീ സമയം ചിലവഴിക്കോ. നീ അള്ളാഹിനോട് സഹായം തേടും ചെയ്തോ. വലാ തഅജിസ്, നീ ദുർബലത കാണിക്കരുത്. നിനക്ക് വല്ലതും മിസ്സായാൽ നീ എന്ത് പറയരുത്? ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആവുമായിരുന്നില്ല, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ആവുമായിരുന്നില്ല. അങ്ങനെ നീ ഒരിക്കലും
പറയരുത്. മനസ്സിലായില്ലേ? പിന്നെ എന്തായിരിക്കണം? നീ നല്ല ഇച്ഛാശക്തിയോടുകൂടെ തളരാതെ നെഗറ്റീവ് അടിക്കാതെ പോസിറ്റീവ് മൈൻഡുമായിട്ട് മുന്നോട്ട് പോകണം. അതിനൊക്കെ ഉള്ള നിർദ്ദേശങ്ങൾ ഇസ്ലാം തന്നിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാറുള്ളതാണ്. അപ്പോൾ നമ്മുടെ നഫ്സിനോട്, ശരീരത്തോടുള്ളത്, ബുദ്ധിയോടുള്ളത്, അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിനോട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതിനാണ് ഇബാദത്ത്, ദിക്റുകള്, ദുആകള്. ഇതുപോലത്തെ മജ്ലിസിൽ വന്നിരിക്കണമൊക്കെ എന്തിനാണ്? നമ്മുടെ റൂഹിനെ ക്ലിയർ ആക്കാനാണ്. മനസ്സിലായോ? റൂഹിനെ ക്ലിയർ ആക്കാനാണ്. അങ്ങനെ അതിനെയെല്ലാം ശുദ്ധീകരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഒരു മുസ്ലിം മുഴുകുന്നവനായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ തന്റെ റബ്ബിനോട് ഒരു മുസ്ലിമിന് ഒരു സമീപനമുണ്ട്. അതുപോലെ തന്നെ സ്വന്തം ശരീരത്തെയും സ്വന്തം കാര്യങ്ങളെയൊക്കെ കൊണ്ടു നടക്കുന്നിടത്ത് ഒരു ചിട്ടയും ഒരു വട്ടവും ഒരു രീതിയും ഒരു വൃത്തിയും ഒരു വെടിപ്പുമൊക്കെ. ബുദ്ധിയെ മലീമസമാക്കുന്ന, ശരീരത്തെ മലീമസമാക്കുന്ന ഒരു കാര്യത്തിലും അവൻ മുഴുകുകയില്ല. ഇസ്ലാം അങ്ങനെയാണ്. സമ്പത്തിന്, ശരീരത്തിന്, ബുദ്ധിക്ക്, ദീനിന്, കുടുംബത്തിന്, ഇതിനൊക്കെ സുരക്ഷ ഏർപ്പെടുത്തുന്ന മതമാണ് ഇസ്ലാം. എന്തുകൊണ്ട് അസ്വസ്ഥരാകുന്നു? എന്തുകൊണ്ട് മറവി ബാധിക്കുന്നു? എന്തുകൊണ്ട് തളർന്നു പോകുന്നു? എന്തുകൊണ്ട് നിരാശപ്പെടുന്നു? എന്തുകൊണ്ട് ചടച്ചു പോകുന്നു? നമ്മുടെ ഇസ്ലാമിക ആശയത്തിൽ നിന്ന് ബഹുദൂരം അകന്നുപോയി പലതും കണ്ടും പലതും കേട്ടും നമ്മുടെ തലച്ചോറ് മലീമസമായതുകൊണ്ടാണ്. അതുകൊണ്ട് മുസ്ലിം ശുദ്ധമായ ഹൃദയമുള്ളവനാകണം, ശുദ്ധ തെളിഞ്ഞ ബുദ്ധിയുള്ളവനാകണം, നല്ല വൃത്തിയും വെടിപ്പുമുള്ളവനാകണം, പടച്ചറബുമായി ഏറ്റവും നല്ല അറ്റാച്ച്മെന്റ് ഉള്ള, പടച്ചവന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന, അള്ളാന്റെ കൽപ്പനകൾ കൃത്യമായി നിർവഹിച്ചു പോകുന്നവനായിരിക്കണം. ഒരു മുസ്ലിം ഇടപെടുന്ന നാനാ തുറകളിലും അവൻ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള വിശദമായ ഒരു പഠനം, ചർച്ചയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് മുസ്ലിം സ്വന്തത്തോടും അവന്റെ റബ്ബിനോടും എങ്ങനെയായിരിക്കണം എന്നതാണ് വളരെ വേഗത്തിൽ നമ്മൾ ഓടിച്ചു പോയത്. മൂന്നാമത്തത്, ഒരു മുസ്ലിമിന് അല്ലാഹു റസൂലും കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ളത് അവന്റെ മാതാപിതാക്കളാണ്. നിങ്ങൾ അള്ളാഹിനെ മാത്രം ആരാധിക്കണം, അവൻ ഒന്നിനെയും പങ്കു ചേർക്കരുത്, മാതാപിതാക്കൾക്ക് നിങ്ങൾ ഇഹ്സാൻ ചെയ്യണം എന്ന് അള്ളാഹുവിന്റെ ഖുർആനിന്റെ കൽപ്പനയാണ്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അവൻ ഒന്നിനെയും പങ്കു ചേർക്കരുത് എന്ന് അള്ളാഹ് വിധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അതിനെ ചേർത്ത് പറഞ്ഞതാണ് എന്ത്? വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. പ്രത്യേകിച്ച് അവർക്ക് പ്രായമായാൽ വഹ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലിൻ റഹ്മ കാലിന്റെ ചെറുക്കൾ വീഴ്ചിടുകയും, പടച്ചറബേ ചെറുപ്പത്തിൽ എന്നോട് കരുണ കാണിച്ചതുപോലെ അവരോട് നീ കരുണ കാണിക്കണമെന്ന് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വളരെ കൽപ്പനകളൊക്കെ ഉച്ചൂരിയുടെ കൽപ്പനയാണ്. അതെല്ലാം നിർബന്ധത്തിന്റെ കൽപ്പനയാണ്. മാതാപിതാക്കളോട് നിങ്ങൾ നല്ല നിരക്ക് വർദ്ധിക്കണം എന്നുള്ളത് നിങ്ങളോട് വസിയത്ത് നൽകി. നമ്മൾ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച് സ്വർഗം കിട്ടാൻ വേണ്ട സുഹൃത്തുക്കൾ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ഒരു മുമ്പിന്റെ മുമ്പില് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, അവസരമാണ് പാരന്റ്സ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി, ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ബിർറുൽ വാലിദൈൻ. അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യം ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ദ്രോഹിക്കുക എന്നതാണ്. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് ഇഹ്സാൻ ചെയ്യുക. ഈവൻ അവർ നോൺ മുസ്ലിംസ് ആണെങ്കിൽ പോലും, ചിലപ്പോൾ ആള് ഇസ്ലാം സ്വീകരിച്ചേക്കും, മാതാപിതാക്കൾ ഇതര പാരമ്പര്യ വിശ്വാസത്തിലായിരിക്കും, എങ്കിൽ പോലും മാതാപിതാക്കളോടുള്ള ബാധ്യത നിർവഹിക്കണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അതുപോലെ തന്നെ അപ്പൊ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ ഒരു വിശ്വാസി ജാഗ്രത കാണിക്കണം. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം, അവരെ സ്നേഹിക്കണം, ലാളിക്കണം, അവരെ അനുസരിക്കണം, അവരുടെ തൃപ്തിക്ക് പ്രാധാന്യം കൊടുക്കണം, അവരെ സന്തോഷിപ്പിക്കണം. അവർക്ക് ഒരു പ്രാധാന്യമുണ്ട് എന്ന് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, വർത്തനങ്ങൾ കൊണ്ട് അവർക്ക് ബോധ്യപ്പെടണം. അതോടൊപ്പം അവരുമായിട്ട് എതിരാകുന്നതിനെ കുറിച്ച് നമ്മൾ നല്ലോണം പേടിക്കണം. മാതാപിതാക്കളെ ദ്രോഹിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഭയമുള്ളവരായിരിക്കണം. ഒരു വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ പോലും അവർക്കൊരു വിഷമം ഉണ്ടാക്കരുത്. ഒരു സഹാബിയോട് ചോദിച്ചു, നിങ്ങൾ എന്താ നിങ്ങളുടെ ഉമ്മന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കാത്തത്? അദ്ദേഹം സംബന്ധിച്ചാൽ ഉമ്മ എടുക്കാൻ ഉദ്ദേശിച്ച ഭക്ഷണ പദാർത്ഥം ഞാൻ എടുത്തു പോകുമോ എന്ന പേടികൊണ്ടാണ്. മനസ്സിലായി? ജോലിക്ക് പോയി തിരിച്ചു വന്നാൽ ആദ്യം ഉമ്മയും ഉപ്പയും ഭക്ഷിപ്പിക്കും, എന്നിട്ടാണ് മക്കൾക്ക് കൊടുക്കാറുള്ളത്. ജോലിക്ക് വന്നപ്പോൾ അവരൊക്കെ ഉറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ അവരെ എണീക്കുന്നവരെ അവരുടെ റൂമിന്റെ മുമ്പിൽ ഇരുന്നു സുബഹ് വരെ. പഠിച്ചവനെ നിന്റെ പ്രീതിക്ക് വേണ്ടത് ചെയ്തത്,
എന്ന് പ്രതിസന്ധി ഘട്ടത്തിൽ ഒരാൾ പറഞ്ഞപ്പോൾ ആ മഹനീയമായ പുണ്യകർമ്മത്തിന്റെ ഭാരം കൊണ്ട് അള്ളാഹു ഗുഹാമുഖം തുറന്നു കൊടുത്തു. അറിയാം ചരിത്രം. വലിയ പാതകം സംഭവിച്ചു ചെയ്തു വന്ന ഒരാളോട് ഇബ്നു അബ്ബാസ് ചോദിച്ചത്, നിങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടോ? ഉണ്ട്. എന്ന് അവർക്ക് പുണ്യം ചെയ്യുക. കൊലപാതകം പോലെ, വ്യഭിചാരം പോലെ വൻ പാപം സംഭവിച്ച ഒരാളോട് പറഞ്ഞത് മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് സേവനം ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പൊ ഒരാൾ ചോദിച്ചു ഇബ്നു അബ്ബാസിനോട്, എന്തെങ്കിലും അങ്ങനെ പറയാൻ കാരണം? ഇബ്നു അബ്ബാസ് പറഞ്ഞു, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഏറ്റവും ഉത്തമമായ ഒരു കാര്യം ബിർറുൽ വാലിദൈൻ അല്ലാതെ മറ്റൊന്നും ഞാൻ കാണില്ല. ചെറിയ കുട്ടികൾ ചെറിയ കഴിച്ചുമ്പോൾ കുഴപ്പമില്ല, കുട്ടികളാണെന്ന് മനസ്സിലാക്കും അല്ലേ? പക്ഷെ വലിയ മനുഷ്യന്മാര് കുട്ടികളെ കഴിച്ചുമ്പോ നമുക്ക് സഹിച്ചില്ല. പ്രായമായാൽ മാതാപിതാക്കൾ ചെറിയ കുട്ടികളെക്കാളും തരതാന്ന് പോകും. അപ്പൊ അത് സഹിക്കുക, അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ. അതുകൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് തയ്യാറായി വന്ന ഒരാളോട്, നിനക്ക് യുദ്ധം നിന്റെ പാരന്റ്സിനെ പരിചരിക്കലും പരിപാലിക്കലുമാണ്, നീ അവിടെ പോയിട്ട് ജിഹാദ് ചെയ്തോ എന്ന് പറയാൻ കാരണം എന്താ? യുദ്ധം അത്ര എളുപ്പമുള്ള പണിയല്ലല്ലോ, ആണോ? വെട്ടും കുത്തും കൊണ്ടുവരുന്ന സുഖമുള്ള പണിയല്ലല്ലോ. അതിന് തയ്യാറായി വന്നവനോട് ജനമ്മാനി മാപ്പാനി നോക്കിയാൽ മതി എന്ന് പറഞ്ഞ എന്തുകൊണ്ടാ? അതൊരു ജിഹാദാണ്, മനസ്സിലായി? അപ്പോൾ അവർ ചെയ്യുന്ന വിവരക്കേടും അവർ ചെയ്യുന്ന വൃത്തികേടും ആ പ്രായത്തിൽ ചെന്നി ബാധിച്ച് മനസ്സ് മറിഞ്ഞ് ബുദ്ധിയില്ലാതെ അവർ കാണിച്ചു കൂട്ടുന്നതൊക്കെ നമ്മൾ സഹിക്കണം. കാരണം അത് ഏറ്റവും പുണ്യകരമായിട്ടുള്ള കാര്യമാണ്. ഉമ്മയ്ക്കും ഉപ്പയ്ക്കും പുണ്യം ചെയ്യുന്നവരായിരിക്കണം ഒരു മുസ്ലിം. ഉമ്മ അങ്ങനെ ചെയ്തത് അങ്ങനെ ചെയ്തല്ലേ, എന്നോടൊക്കെ ചെയ്തത് നിങ്ങൾക്ക് എന്താണെന്നറിയും. ഞങ്ങൾ കുറെ മക്കളുണ്ടായിട്ട് എന്നോട് ഡിസ്ക്രിമിനേഷൻ കാണിച്ചു, അവരിങ്ങോട്ട് എന്ത് ചെയ്താലും നമ്മൾ ക്ഷമിക്കണം. കാരണം അവർ അത്രയും ടോപ്പ് പൊസിഷനിലാണ് പഠിച്ചു വെച്ചത്. അവരാണ് നമുക്കെല്ലാം കിട്ടാൻ കാരണക്കാരൻ അള്ളയാണ്. എന്നാൽ അതിന് ഭൗതിക കാരണക്കാരാണ് നമ്മുടെ മാതാപിതാക്കൾ. നമ്മൾ ജനിക്കാനുള്ള ഭൗതിക കാരണക്കാരാണ് മാതാപിതാക്കൾ. നമ്മൾ വളരാനുള്ള ഭൗതിക കാരണക്കാരാണ് മാതാപിതാക്കൾ. ഇന്ന് നമ്മൾ നമ്മുടെ മക്കളെ എങ്ങനെ സ്നേഹിക്കുന്നുവോ, എങ്ങനെ ലാളിക്കുന്നുവോ, എങ്ങനെ പരിചരിക്കുന്നുവോ, അതുപോലെ നമ്മളെ സ്നേഹിച്ച് പരിചരിച്ച് പരിപാലിച്ച് ഇല്ലായ്മയുടെ കാലത്ത് വളർത്തിയവരാണ് പാരന്റ്സ്. നമ്മളിപ്പോ നമ്മുടെ കുട്ടികളെ എങ്ങനെ കൊണ്ടുവരുന്നത്? അതിനേക്കാൾ പ്രതിസന്ധിയുടെ കാലത്ത് നമ്മളെ കൊണ്ടുവരുന്ന ആൾക്കാരാണ് നമ്മുടെ പാരന്റ്സ്. ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരെ അനുസരിക്കാനും അവരെ സ്നേഹിക്കാനും അവരുടെ വാക്കുകൾ കേൾക്കാനും അവരുടെ ഉപദേശങ്ങൾ കൈക്കൊള്ളാനും അവരുടെ വിമർശനങ്ങളെ പോസിറ്റീവായി എടുക്കാനും അവരുമായിട്ട് പിണങ്ങാതെ അവരുമായിട്ട് തർക്കിക്കാതെ എനിക്ക് മതി ഉമ്മയും ബാപ്പയും വേണ്ട എന്ന് പറയുന്ന അവസ്ഥയില്ലാതെ ഉമ്മയെയും ഉപ്പയെയും അങ്ങേയറ്റം സ്നേഹത്തോടുകൂടെ കൊണ്ടു നടക്കാൻ പറ്റും. അതുപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട ആളുകളോടുള്ള സ്നേഹം. ഉമ്മന്റെ അനിയനും അനിയത്തി, ജ്യേഷ്ഠൻ ജ്യേഷ്ഠത്തി, ഉപ്പയുടെ കുടുംബക്കാര്, ഉമ്മയുടെ കുടുംബക്കാര്, ഉപ്പ സ്നേഹിച്ച ആളുകള്, അവരോടൊക്കെ ഏറ്റവും നല്ല പുണ്യമാണ് ഉപ്പന്റെ കൂട്ടുകാരനോട് സ്നേഹം പ്രകടിപ്പിക്കുക. ഉപ്പാന്റെ ചങ്ങായി ബാപ്പ മരിച്ചതിന് ശേഷവും ആ കൂട്ടുകാരന് നന്മ ചെയ്യാന്നുള്ളതും ബന്ധം ചേർക്കുക എന്നുള്ളതും ഏറ്റവും പുണ്യമുള്ള കാര്യമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്. സ്വഹാബത്ത് യാത്രകളിലൊക്കെ അങ്ങനെ ചെയ്തിരുന്നു. നമ്മളൊക്കെ യാത്രയിൽ വാഹനത്തിൽ പോകുന്ന സമയത്ത് ഒരാളെ കണ്ട ഒട്ടകപ്പുറത്ത് ഇറങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ ഷോള് അദ്ദേഹത്തെ ധരിപ്പിച്ച് അദ്ദേഹത്തിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തപ്പോൾ കൂടുതൽ കാരണം അതെന്റെ പിതാവിന്റെ കൂട്ടുകാരനാണ്. മനസ്സിലായി? അപ്പൊ ബാപ്പ മരിച്ചു പോയാൽ പിതാവിന്റെ കൂട്ടുകാരനോട് കാണിക്കുന്ന സ്നേഹം അത് ബാപ്പനോട് സ്നേഹം, ബാപ്പന്റെ കുടുംബക്കാരോട് ഉമ്മന്റെ കുടുംബക്കാരോട് കാണിക്കുന്ന സ്നേഹം. അപ്പൊ വിശ്വാസി ഒരു മുസ്ലിം ഉമ്മയും ഉപ്പനെയും കുഞ്ഞുപോലെ നോക്കുന്ന, അവരെ ബുദ്ധിമുട്ടിക്കാത്ത, അവരുടെ ഇഷ്ടപ്പെട്ടവരുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്ന ആളുകളായിരിക്കും എന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ പാരന്റ്സിന്റെ മുമ്പിൽ ഏറ്റവും നല്ലവരായിരിക്കും. കുട്ടികളൊക്കെ കുറച്ച് വേണ്ടതുകൊണ്ട് പറയാണ്, നമ്മുടെ ഉമ്മാക്ക് ഉപ്പാക്കും എന്താണ് നമ്മളെ കുറിച്ചുള്ള കാര്യം എന്താ? ഒന്ന്, നമ്മളെ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്നത് കാണുമ്പോൾ അവർക്ക് സന്തോഷം. പാരന്റ്സിനെ എങ്ങനെ ഹാപ്പിയാക്കാം? നമ്മൾ നമ്മുടെ കാര്യങ്ങൾ വൃത്തിക്ക് ചെയ്യുന്നത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ വായിച്ചോ, പഠിച്ചോ, എഴുതിക്കോ, നിസ്കരിച്ചോ, എന്റെ ഡ്രസ്സ് അവിടെ വെക്ക്, ഇവിടെ വെക്കല്ലേ, ബുക്ക് ധൈര്യം നോക്കി വെക്ക്, അങ്ങനെ ആക്കല്ലേ, ഇങ്ങനെ ആക്കല്ലേ എന്നൊന്നും പറയിക്കരുത്. മനസ്സിലായി? എന്നൊന്നും പറയിക്കരുത്. നമ്മൾ തന്നെ സമയത്തെ ചെയ്യണം. ബാങ്ക് വിളിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? വുളു എടുത്തിട്ട് ഉമ്മാനോട് അസ്സലാമു അലൈക്കും ഞാൻ പള്ളിയിൽ പോയി വരാം എന്ന് ഞങ്ങൾ അങ്ങട്ട് പറയുമ്പോ ഉമ്മാക്ക് ഉപ്പാക്കുന്ന സന്തോഷം വലുതാണ്. എനിക്ക് എന്റെ ഫ്രണ്ടാ വലുത് പറഞ്ഞ ചില ആൾക്കാരുണ്ട്. ഫ്രണ്ടല്ല എന്നെ പോറ്റിയത്, ഉമ്മയും ബാപ്പയാണ് കേട്ടോ, സർക്കാരും അല്ല ഞമ്മെ പോറ്റിയത്. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ സർക്കാർ ഇപ്പൊ പറഞ്ഞോണ്ട് ഓരോരുത്തർക്കും ഓരോരുത്തർ സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് ഉമ്മയും ഉപ്പയും മക്കളും നിയന്ത്രിക്കണ്ട, അത് തീരുമാനിക്കുക, നമ്മൾ തീരുമാനിക്കും. മനസ്സിലായില്ലേ? അതിനൊരു മന്ത്രിന്റെ ഒത്താശന്റെ ആവശ്യമില്ല അവിടെ.
അതിനുള്ള സർക്കാരിന്റെയും ഒരു ഭരണാധികാരിന്റെ ആവശ്യമില്ല. നമ്മുടെ എന്ത് മുറിയെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കൈ വളരുണ്ടോ, കാല് വളരുണ്ടോ, അസുഖമാകുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെ പൊന്നുപോലെ നോക്കിയ കുട്ടികളെ എന്ത് പഠിപ്പിക്കണമെന്നും എങ്ങനെ കൊണ്ടെടുക്കണമെന്നും നമ്മൾ തീരുമാനിച്ചു. അതിനുള്ള റൈറ്റ് പാരന്റ്സിന് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന കുട്ടികൾ. അത് അങ്ങനെ എനിക്ക് കുട്ടീനെ നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെ മനസ്സിലായി. ഒരു കുട്ടീനെ എങ്ങനെയൊക്കെയാണ് പോറ്റി വളർത്താൻ ഇഷ്ടപ്പെടുന്നത്. ഒന്നും വേണ്ട, 10 വരെ നമ്മൾ പഠിപ്പിക്കാൻ ബാപ്പ ചെലവാക്കി പൈസ ഏതെങ്കിലും കമ്പനി കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ മൂപ്പർക്ക് ഇപ്പൊ ഫ്രീ ആയിട്ട് പരിവിട്ടില്ല. അത്രയും പൈസ ചെലവാക്കുന്ന നമുക്ക് വേണ്ടി കുറച്ചൊന്നല്ല, മനസ്സിലായി, കുറച്ചൊന്നല്ല. നമ്മുടെ വാപ്പാന്റെ ഒരു മാസത്തെ ചെലവ് ഇങ്ങനെ എഴുതിച്ചാല് അതിന് 3/4 ഭാഗവും മൂപ്പര് ചായ അടിച്ചും റോസ്റ്റും ഇട്ടുണ്ടാക്കിയ ചെലവല്ല, സ്വന്തം കുടുംബത്തിന് വേണ്ടി ഉണ്ടാക്കിയ ചെലവാണ്. നമുക്ക് താമസിക്കാൻ, നമുക്ക് ഭക്ഷണം കഴിക്കാൻ, നമുക്ക് ഫീസ് അടക്കാൻ, നമുക്ക് വസ്ത്രം വാങ്ങാൻ, നമ്മുടെ ഓരോ സാധനങ്ങൾക്കും ഒരു വാപ്പയെന്നോട് പറയാനുണ്ട് ചെലവാക്കാനാണ് ഈ പൈസ. ഇതൊക്കെ ഒരു കൂട്ടിയിട്ട് മൊബൈൽക്ക് ഒറ്റയ്ക്ക് ജീവിക്കുകയാണെങ്കിൽ ചെറിയ ചെലവുകൊണ്ട് ജീവിച്ച് ബാക്കിയൊക്കെ മൊബൈൽ എടുത്തൊക്കെ. അപ്പൊ അങ്ങനെ നമ്മളെ കഷ്ടപ്പെട്ട് പോറ്റിയ ഒരു ബാപ്പാക്കും ഒരു ഉമ്മാക്കും നമ്മളെ കാര്യത്തിൽ അഭിപ്രായം പറയാനും നിയന്ത്രിക്കാനും അങ്ങനെ എന്റെ മോനെ ഇങ്ങനെ, അങ്ങനെ എന്റെ മോളെ ഇങ്ങനെ എന്ന് പറയാനും അവകാശമുണ്ടെന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. നമ്മളത് അംഗീകരിക്കണം. എന്താ റോട്ടിൽ പോലീസ് ഇറങ്ങിയിട്ട് കൈകാട്ടണം, എന്ത് റൈറ്റാ മൂപ്പർക്ക് നമ്മുടെ വണ്ടിക്ക് കൈ കിട്ടാൻ നമ്മളത് ചോദിക്കണ്ടോ? ഇല്ല, നിയമപാലികർക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്. ലൈക്ക് ദാറ്റ് നമ്മുടെ പാരന്റ്സിന് ഇതിനുള്ള റൈറ്റ് ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. അതിനെതിരെ ആരെങ്കിലും സംസാരിച്ചാല് നമ്മൾ അതാണ് ശരി, ഇതല്ല അങ്ങനെ ഉമ്മാക്കുപ്പാക്ക് എതിരെയാണ് ഇപ്പൊ ക്യാമ്പസിൽ കുട്ടികൾക്ക് സംസാരിച്ചുകൊണ്ടിരിക്കണം. മീൻ ബാപ്പി കുടിച്ച് കെട്ടിച്ചാണ്, മീൻ ബാപ്പി അതാക്കാണ്, മീൻ ബാപ്പി ഇതാക്കാണ്. പറയാനായിട്ട് തോന്നുമ്പോൾ മീൻ ബാപ്പി ഇല്ലാതെ വളർന്നാണ്. എല്ലാവരും അതിന് നേരെയാണ് എന്ത് ചെയ്യുന്നത്, കുതിര കയറണം. എന്നിട്ട് ചാനലിന്റെ ആൾക്കാർക്ക് എന്താ പണി? ഓഹോ, നമുക്കൊരു സ്വാതന്ത്ര്യമില്ല അല്ലേ, പണി നോക്കാൻ പറയാം. പണി നോക്കാൻ പറയാൻ പറ്റിയ ആൾക്കാരല്ല മീൻ ബാപ്പിയെന്ന് പറഞ്ഞപ്പോ ആണോ? ഇതൊക്കെയാണ് പുതിയ ആൾക്കാർ. അവർക്ക് അഭിപ്രായം പറഞ്ഞാൽ പോകും, മനസ്സിലായി. ബ്ലോഗർമാരും റീൽസുകാരൊക്കെ ഓർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന കുറെ സംഗതികളുണ്ട്. അത് കണ്ടിട്ട് നമ്മൾ കരിയ പെരുമാറരുത്. അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്താ? പേടിയാണ്. നമ്മളിങ്ങനെ വലുതാവും തോറും പേടി. എന്ത്? എന്റെ മോള് എന്തെങ്കിലുമൊക്കെ വേണ്ടാത്ത ചെയ്യോ, എന്റെ മോന് ഏതെങ്കിലുമൊക്കെ ലഹരിയിലും മറ്റു കാര്യത്തിലൊക്കെ പെട്ടുപോകും, നമ്മളെ മുടിയും നമ്മളെ ചേരും നമ്മുടെ ഡ്രസ്സും അതിന്റെ കോലൊക്കെ ഇങ്ങനെ മാറി വരുമ്പോ ഉമ്മാക്കുപ്പാക്ക് ഒരു പേടി കേട്ടോ. വൃത്തിക്ക് മുടിയിട്ടി വാട്ട മോലെന്ന് പറഞ്ഞാല് പിന്നെ തിരിച്ചു വരുമ്പോ കാണാൻ അങ്ങനെ പല കോലത്തിലാക്കി വരും. അപ്പൊ ഒരു ബേജാറ് ആർക്കുണ്ടാവും? ഉമ്മാക്കുപ്പാക്കും ഉണ്ടാവും, മനസ്സിലായി. കാരണം എന്താണ്? ഈ ലോകത്തെ നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്നതും നമുക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നതും നമ്മുടെ ഒരു ചതിക്കുഴിയിൽ ചെന്ന് വീഴരുതെന്ന് ആഗ്രഹിക്കണമൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അയച്ചിട്ട് സ്കൂളിൽ ചെന്ന ചങ്ങാഴ്ചമാര് പറയും സൂപ്പർ അയക്കനടി, കാരണം ഓക്കൊരു ചേമ്പില്ല, മനസ്സിലായില്ലേ. ഓക്ക് നമ്മൾ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സിന് നമ്മൾ ആരായാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല. ആണെങ്കിൽ പഠിച്ച സമയത്ത് നമ്മൾ തോണ്ടോ നമ്മളെ നല്ല ഭാവി ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സെങ്കിൽ ക്ലാസ് കട്ടാക്കാനോ കൂട്ടിപ്പോവോ, ഓ നമ്മളെ സിനിമ കൊണ്ടുപോകോ, ഓ നമ്മളെ തോന്നിയ ഉണ്ടാക്കി തരുമോ, നമുക്ക് വേണ്ടാത്ത ബന്ധം ഓന് ബ്രോക്കർ പണി ചെയ്യുമോ? ഉമ്മാരുപ്പാരും ഇതിനൊക്കെതിരാണ്. കാരണം എന്താ? നമ്മളെ നന്മ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഉമ്മയൊക്കെ. അതുകൊണ്ട് ഡ്രസ്സ് ഇട്ടാൽ ഇത് വേണ്ട മോളെ, അത് ശരിക്കും ആൾക്കൂടെ തെളിഞ്ഞ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ടൈറ്റായി കാണുന്നത് പോലെ. എത്രണ്ണങ്ങള് കാലം തിരിവില്ലാതെ എന്ന് ചോദിക്കരുത്. കാലം തിരിവുള്ളതുകൊണ്ടാണ്, കാലം തിരിവുള്ളതുകൊണ്ടാണ്, തിരിവില്ലാത്തതുകൊണ്ടല്ല. കാലത്തെ കുറിച്ച് തിരിവുള്ളതുകൊണ്ടാണ് ഇത് വേണ്ട എന്ന് പറയുന്നത്. കൂട്ടുകാരന്മാർക്ക് നമ്മൾ ഒരു കാര്യം നോക്കേണ്ട ആവശ്യമില്ല. ഒരുത്തൻ കഞ്ചാവിന്റെ കച്ചവടം ഉപേക്ഷിച്ച് ചെയ്തെങ്കിൽ കച്ചവടം പോലീസ് പിടിച്ച് ജയിലിൽ കൊണ്ടുപോയിട്ട് ഓന് വലിയ ഗ്യാങ്. ഒരു കുട്ടി എന്ത് ചെയ്തില്ല, പോലീസ് സ്റ്റേഷനിൽ വന്നില്ല. വയസ്സായവന്റെ ഉമ്മയും പാപ്പി രാവിലെ വരും, വൈകുന്നേരം പോവും. പോലീസുകാരോട് കരഞ്ഞ് പിഴിഞ്ഞ് മകനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കരയുന്നതൊക്കെ അങ്ങനെ കാണാം. ഓനെ സെല്ലി കുത്തിരുന്ന് ഇങ്ങനെ ആലോചിച്ച് ഇത്ര കുറെ ഗ്യാങ് ഉണ്ടായിട്ട് ഒരു പട്ടപ്പും കൊണ്ട് വന്നില്ല. എന്റെ ഉമ്മയും പാപ്പി ഇവിടെ കിടന്ന കാര്യങ്ങൾ മനസ്സിലായി. ക്യാമറ ബാക്കിൽ റെക്കോർഡ് മുഖം കാണാതെക്കാൻ വേണ്ടി ക്യാമറ ബാക്കിൽ വെച്ചിട്ട് ഓന്റെ ശബ്ദം റെക്കോർഡ് ചെയ്ത് പോകുമ്പോൾ പറഞ്ഞതാണ് എന്റെ ഉമ്മീന്റെ ഉപ്പിനോട് കാണിക്കുന്ന സ്നേഹം കണ്ടാണ് മനസ്സിലായത്. ഞാൻ അതുവരെ വിചാരിച്ചിരുന്നു ചങ്ങന്മാരാണ് എന്റെ എല്ലെന്ന് വിചാരിച്ചിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നമ്മളെ കാസ്റ്റും മൂത്രം കോരി വൃത്തിയാക്കാന് ഒരു ചങ്ക് ബ്രോയും വരില്ല കേട്ടോ. ഈവൻ പ്രേമിക്കുന്ന ആളെ പോലെ നിൽക്കില്ല. നമ്മൾ അമ്മാനിപ്പാനെ കിട്ടുള്ളൂ. അതുകൊണ്ട് ഓരോ പേടിപ്പിക്കരുത്. നമ്മുടെ വേഷം, നമ്മുടെ വിധാനം, നമ്മുടെ സംസാരം, നമ്മുടെ പെരുമാറ്റം ക്ലിയർ ആയിട്ട് ഒരു ഹിഡൻ പേഴ്സണാലിറ്റി നമുക്കുണ്ടാകരുത്. ഒരു മുസ്ലിമായ ഒരു കുട്ടി, ഒരു മുസ്ലിമായ ഒരു മകൻ, ഒരു മുസ്ലിമായ ഒരു മകൾ ഉമ്മയും ഉപ്പയും സ്നേഹിക്കുന്ന, ഉമ്മക്കും ഉപ്പക്കും സന്തോഷം പകരുന്ന ആളായി. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ എൻ്റെ ഉമ്മാനിപ്പാനെ സന്തോഷിപ്പിക്കേണ്ടതാണ്. ഈ പാരന്റ്സ് മീറ്റിങ്ങിനൊക്കെ ഒരു കുട്ടിനെ ഒക്കത്തും മറ്റേ കുട്ടിനെ കയ്യുമ്പലും വലിച്ചൂട്ടി ഇങ്ങനെ വരും. എന്നിട്ട് എങ്ങനെയുണ്ട് സാറേ മാർക്ക്? 100ക്ക് 20 ഉണ്ട്.
മറ്റേത് 100-15 ഉസുറും കൂടി ഉണ്ടോ? ഇത് ഈ കണ്ട ഫീസൊക്കെ അടച്ചിട്ട് ഈ കണ്ട റിസ്ക് എടുത്തിട്ട് നമ്മുടെ സ്കൂൾക്ക് പറഞ്ഞിട്ട് അവിടുന്ന് 10-20 മാർക്ക് വാങ്ങിയിട്ട് ഈ ഉമ്മ കുട്ടികളെയും താങ്ങി 3ാമത്തെ നിലയിൽ പോയിട്ട് നമ്മുടെ മാർക്ക് നോക്കുമ്പോൾ ആ ക്ലാസ്സിലെ ഏറ്റവും ബാക്ക് നമ്മൾ. പിന്നെ നമുക്ക് എന്ത് ചെയ്യുമ്പോഴായിട്ട് എന്താ കാര്യം? അപ്പൊ അവിടേക്ക് നമുക്ക് ഉമ്മാനെ സന്തോഷിപ്പിക്കാനാവണം. നമ്മുടെ സ്വഭാവം കൊണ്ട്, നമ്മുടെ പഠനം കൊണ്ടും, നമ്മുടെ പെരുമാറ്റം കൊണ്ടും, നമ്മുടെ ഇടപെടൽ കൊണ്ടും ഒക്കെ ഉമ്മാനെ ഉപ്പാനെ സന്തോഷിപ്പിക്കാൻ പറ്റിയാൽ അത് ഏറ്റവും വലിയ കാര്യമാണ്. 4ാമത്തെ കാര്യം സുഹൃത്തുക്കൾ, മുസ്ലിം തന്റെ ഇണയോടുള്ള പെരുമാറ്റം, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പരസ്പരം സ്നേഹത്തോടെ ഇണക്കത്തോടെ അറിഞ്ഞ് ഇടപെടുന്നവരായിരിക്കണം വിശ്വാസികൾ. ലിതസ്കുനു ഇലൈഹ, സമാധാനം കിട്ടണം. ഒരു മുസ്ലിമായ പെണ്ണ്, ഒരു ഭാര്യ, അവളുടെ അടുത്തേക്ക് ഹസ്ബൻഡ് വരുമ്പോൾ അയാൾക്ക് സമാധാനം കിട്ടും. ഒരു സമാധാനം കിട്ടാൻ കുത്തിക്കയറി വന്ന് ഇജ്ജ് കുറച്ചൊരു തൊഴിൽ തരും എന്ന് ചോദിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കരുത്. വീട്ടിൽ കയറി വരുമ്പോൾ സമാധാനം കൊടുക്കണം. ഇണകൾ നമ്മൾ നോക്കിയാൽ സന്തോഷിക്കണം. നമ്മുടെ വാക്കുകൾ അവർക്ക് ഹൃദ്യമാകണം, ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആകണം, നല്ല സ്വീറ്റ്നെസ് ഉള്ള വർത്താനായിരിക്കണം. തിരിച്ചു വന്നിട്ട് രാവിലെ നമ്മൾ പെരുന്നാൾ ഇറങ്ങിയിട്ട് വൈകുന്നേരം കയറിച്ചില്ല. ഓള് വായിപ്പിച്ചൂലേ, ഓള് നോക്കൂലേ, ഓളാക്കൂലേ, എനിക്ക് എന്താ പണി എന്നൊക്കെ ചോദിക്കണല്ലേ. ഒരു 3 ദിവസം കൊണ്ട് നോക്കിയാൽ പിന്നെ നിങ്ങളെ വർത്താനം പറയില്ല. 3 ദിവസം നമ്മൾ വായിപ്പിച്ചായിരുന്നാണ് കുട്ടികളെ. പിന്നെ മേലെ കാടയോ പറ്റില്ല. ശരി, ഒരു ഭാര്യയും ഭർത്താവും വന്നിട്ട് കുട്ടിയുടെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയാണ്. പിന്നെ മൂപ്പരോട് മാറി എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ മൂപ്പരോട് ഒഴിവെടുക്കാൻ പറയേണ്ടിയാണ്. അപ്പൊ എന്റെ അടുത്ത ബന്ധമുള്ള ആളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ആ പള്ളിക്കോലായിന്റെ ചാരിക്ക് ഇരുന്ന് ചെക്കന്മാരൊക്കെ വർത്താനം പറഞ്ഞിട്ട് അപ്പുറത്ത് നിന്ന് ആ കടിയിൽ നിന്ന് നല്ല പരിപ്പുവടിയും ചായയും കുടിച്ചിട്ട് ബടായും പറഞ്ഞ് 9 പേരേക്ക് കുത്തിക്കേറിയുണ്ട്. നല്ല സുഖമാണ്. ആ പരിപാടി നിർത്തി കളിയാണ് മൂപ്പരോട്. അത്രയും അടുത്ത പ്രിൻസിപ്പളുകൊണ്ടാണ്. ഒഴിവുള്ള സമയത്ത് ഒന്ന് വീഡിയോ കോലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവൂല. എന്ത് ശരിയാവൂല? അല്ലെങ്കിൽ ഓരോ പരിക്കുകളൊക്കെ ശരിയായിരുന്നേ. അത്രയ്ക്ക് ശരിയാൽ മതി. ആദ്യം അവനെ പേരെ ശരിയാക്കുക, എന്നിട്ട് മതി നാട് ശരിയാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുത്തരവാദിത്തമായിട്ട് നമ്മുടെ കുടുംബത്തിന്റെ കാര്യങ്ങൾ നിർവഹിക്കും. അതിന് ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റാണ്. അതുകൊണ്ട് ഒരു മുസ്ലിം പെണ്ണ്, ഒരു മുസ്ലിം ആണ്, അവർ തമ്മിൽ കല്യാണം കഴിച്ചാൽ അവിടെ പിന്നെ ദുനിയാവിലെ സ്വർഗ്ഗമാണ്. പക്ഷെ ശരിക്ക് സംഭവിക്കുക അവിടെ അടിയോട് അടിയാണ്. അതെന്തുകൊണ്ട് വെച്ചാൽ ഒന്ന് വിവരമില്ലായ്മ കൊണ്ടാണ്. എന്താണ് ദാമ്പത്യം, എങ്ങനെ കൊണ്ടുവരേണ്ടതെന്നും ഒരു ധാരണ അല്ലാതെയാണ് ദാമ്പത്യത്തിൽ കയറുന്നത്. അതില്ലാതാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ പെരുമാറണമെന്നും എങ്ങനെയായിരിക്കണമെന്ന് വിശ്വാസം എന്നതും നമ്മൾ മനസ്സിലാക്കി. രണ്ടാമത് ദീനിന്റെ കുറവാണ്. രണ്ടാൾക്ക് ദീനില്ല, അല്ലെങ്കിൽ ഒരാൾക്ക് ദീനുണ്ട് മറ്റേക്ക് ദീനില്ല, മറ്റേക്ക് ദീനുണ്ട് ഇയാൾക്ക് ദീനില്ല. അതുകൊണ്ട് രണ്ടാളും ദീനീ ബോധമുള്ള ആളായിരിക്കണം. മൂന്നാമത്തെ കാര്യങ്ങൾ സ്നേഹിക്കുക എന്നുള്ളതാണ്. നബി എത്രത്തോളം തന്റെ ഭാര്യമാരെ സ്നേഹിച്ചു അല്ലെ? ആ മോണ വീർത്ത കറുത്ത പല്ലുന്തിയ പെണ്ണിനെ കുറിച്ചാണ് നബികൾ ഇങ്ങനെ പറയുന്നത് എന്ന് ആയിഷ ദേശം കുറിച്ച് ചോദിക്കും. ആരെ കുറിച്ചാ? ഖദീജനെ കുറിച്ച്. ഖദീജ എന്ന് കേൾക്കുമ്പോൾ നബിയുടെ കണ്ണെന്നറിയുന്നു. അത്രയും സ്നേഹമാണ്, സിൻസിയർ ലവാണ്. അള്ളാഹ് നമുക്ക് ഹലാലാക്കി തന്ന നമ്മുടെ ഇണയെ ആത്മാർത്ഥമായി സ്നേഹിക്കുക. അൺകണ്ടീഷണൽ ലവ്, അതാണ് ഒരു കണ്ടീഷൻ ഇല്ലാത്ത സ്നേഹം. നിങ്ങൾ കാണാൻ നല്ല ഭംഗിയാണ്, അതുകൊണ്ട് നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഭംഗിയില്ലെങ്കിൽ ഇഷ്ടം ഉണ്ടാവില്ല. നിങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സ്നേഹം നിങ്ങളോട്, അപ്പൊ കൊണ്ടുവന്നില്ലെങ്കിൽ സ്നേഹം ഉണ്ടാവില്ല. അതാണ് കണ്ടീഷണൽ ലവ് പറഞ്ഞാൽ ഒരു കാര്യം മുന്നിൽ വെച്ചുകൊണ്ട് അതിനാൽ ഇഷ്ടമാണ്, ഇതിനാൽ ഇഷ്ടമാണ്, അതല്ല. ഒരു കണ്ടീഷനില്ല. ആള് കാണാൻ അത്ര ഭംഗിയില്ല, വലിയ പണിയില്ല, വലിയ തറവാടല്ല, ഒന്നുമില്ല. പക്ഷെ പഠിച്ചോ ഇണയാക്കി തന്നാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായ സ്നേഹം. മനസ്സിലായി? കഴിഞ്ഞ നമ്മളെ സബീഹിതങ്ങളെ ഉപ്പ മരിച്ചു, അള്ളാഹു സുഖം കൊടുക്കട്ടെ. സ്ട്രോക്ക് ബാധിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഡോക്ടർമാർക്ക് ഒരു പ്രതീക്ഷയില്ല. മരിക്കണ തലേ ദിവസം രാത്രി ഞാൻ ആ ഉമ്മനെ കാണാൻ പോയപ്പോ, വയസ്സായിരുന്നു, രണ്ടൊക്കെ നല്ല വയസ്സുണ്ട്. അപ്പൊ ഉമ്മ എന്നോട് പറയാണ്, ഡോക്ടർമാർ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് പ്രതീക്ഷ അള്ളാഹല്ലേ, നമുക്ക് പ്രാർത്ഥിക്കാലോ. ഏത് സ്ട്രോക്കായിട്ട് ഇങ്ങനെ പ്രതീക്ഷയില്ലാതെ കിടക്കുന്ന ആളെ കുറിച്ചാണ് ഈ വയസ്സായ ഉമ്മ പറയുന്നത്. മൂപ്പരെങ്ങോട്ടിനെ തിരിച്ചു കിട്ടണം എന്ന്. അപ്പൊ അനങ്ങൂല, അനങ്ങിയിലൊരു കുഴപ്പമില്ല, നമുക്ക് നോക്കിയിരിക്കാലോ. അങ്ങനത്തെ സ്നേഹമൊക്കെ ഉണ്ടോ ചോദിച്ചിട്ടാണ് അതൊക്കെ അല്ലെ? അതുകൊണ്ട് ഇണകൾ, മുസ്ലിം എന്ന് പറയുമ്പോൾ പരസ്പരം ഇണകളായി ജീവിക്കുമ്പോൾ നല്ല സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. രണ്ടുപേരും സമാധാനം കൈമാറണം, സന്തോഷം കൈമാറണം, ദീന് കൈമാറണം. അവർക്ക് വേണ്ട ചെലവുകൾ കാര്യങ്ങൾ പുരുഷന്മാർ നിർവഹിക്കണം. ഭാര്യയ്ക്ക് ജോലി ഉണ്ടെങ്കിലും ചെലവ് കൊടുക്കേണ്ട പുരുഷനാണ്. അതുകൊണ്ട് പുരുഷനെ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആ ചെലവ് ചോദിക്കുമ്പോൾ അവർക്ക് ദേഷ്യം വെച്ചാൽ ഏത് ഉണ്ടായിരുന്നു? ഏത് കുട്ടികൾ ഫീസ് എടുക്കാന്, കടയിൽ മീൻ വാങ്ങാന്, കറണ്ട് ബില്ലെടുക്കാന്, ഇതിനൊക്കെ പൈസ വയ്ക്കുമ്പോൾ ദേഷ്യം പിടിച്ചാൽ അങ്ങനെ ഉണ്ടായിരുന്നു. ദേഷ്യം പിടിക്കല്ല, നമ്മൾ എന്ത് ചെയ്യാം? പ്രാർത്ഥനയോട് കൊടുക്കുക. പഠിച്ചോ, നീ എന്നെ ഏൽപ്പിച്ച അമാനത്താണ്, ഞാൻ നിർവഹിക്കുന്നത്, കബൂൾ ചെയ്യണം. മനസ്സിലായി? അങ്ങാടിയിലെത്തുമ്പോൾ ഭാര്യന്റെ കോള് എവിടെത്തി? അങ്ങാടിയിലാണ്. എന്നൊക്കെ സാധനത്തിന്റെ ലിസ്റ്റ് ഇട്ടാ അത് വാങ്ങിപ്പോയി എന്നാലും ആ പൈസയും പോയി. അതാ നമ്മളെ കാഴ്ചപ്പാട് അല്ലെ? കിട്ടുന്ന പൈസ ഹോസ്പിറ്റലിൽ കൊണ്ടേ കൊടുക്കാനേ ഒഴിവുള്ളൂ, കിട്ടുന്ന പൈസക്ക് കടി കൊണ്ടേ കൊടുക്കാനേ ഒഴിവുള്ളൂ എന്ന് പറയുന്ന ആൾക്കാർ അത് പോസിറ്റീവായി ചിന്തിക്കണം. ഹോസ്പിറ്റൽ കേസ് വരുമ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ചികിത്സിക്കാനും പഠിച്ചോനെ കാശ് തന്നല്ലോ. മനസ്സിലായി?
2 കീസ് നിറച്ച് പച്ചക്കറിയും സാധനവും വീട്ടിൽ കൊണ്ട് കയറി ചെല്ലാന് പഠിച്ചോനെ നീ എനിക്ക് കാശ് തന്നല്ലോ. ആവി മുടങ്ങി ജീവിക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ വാങ്ങാനുള്ള കാശ് പഠിച്ചു തന്നെ. അപ്പൊ ആ കാശ് കൊടുത്ത് വാങ്ങുമ്പോ പെറുപിറുക്കരുത്, അൽഹംദുലില്ലാ എന്ന് പറയാം. ഞാൻ ഈ അടുത്താണ് ചിന്തിച്ചത്, ഇത് 100 രൂപയ്ക്ക് വെജിറ്റബിൾ വാങ്ങി 2 പീസും താങ്ങി ഇങ്ങനെ പോകുമ്പോ കയ്യിലുള്ള കായ് ഇങ്ങനെ തീർന്നല്ലോ എന്നുള്ള ഫീലിംഗ് വന്നപ്പോ 2 കൈ നിറച്ച് കവറാകുമ്പോ അവർക്ക് ഫലസ്തീനികളൊക്കെ ഓർമ്മയുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ നമുക്കിത് വാങ്ങാനുള്ള ശേഷി പെട്ടെന്നല്ലേ, ഹോസ്പിറ്റലിൽ ബില്ലെടുക്കാനുള്ള ശേഷി പെട്ടെന്നല്ലേ, നമ്മുടെ സാധന സാമഗ്രികൾ കൊണ്ടെടുക്കാനുള്ള ശേഷിയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരിക്കലും ഈർഷ്യത കാണിക്കരുത്, ദേഷ്യം പിടിക്കരുത്. പിന്നെ പെണ്ണുങ്ങളോട് പറയാനൊക്കെ വെച്ചാല് കണ്ണ് കുറച്ച് താഴ്ക്ക് നല്ലതാണ്. കിട്ടുന്നതിനനുസരിച്ചുള്ള ചെലവേ ഉണ്ടാക്കാവൂ. നമ്മുടെ ഹസ്ബൻഡിന്റെ വരുമാനം എത്രയാണോ അതിനനുസരിച്ചുള്ള ഒരു ചെലവാണ് നമ്മൾ. പ്രത്യേകിച്ച് വരവ് ഡിഫറെന്റ് ആണ്, ചെലവ് എല്ലാവർക്കും ഒരുപോലെയാണ്. ഒരു മാസത്തിൽ ഒരു പരിയിൽ 3 ഫോൺ ഉണ്ടെങ്കിൽ ഓരോ ഫോണുമാണ് 320 രൂപ മിനിമം ആണ്. എന്നാൽ വരുമാനം എല്ലാവർക്കും ഡിഫറെന്റ് ആണ്. എണ്ണ എല്ലാവർക്കും പെട്രോളിന് 106 എത്രയാണ് അല്ലെ? അതിപ്പോ ജോലി നോക്കിയിട്ടാ പ്രൊഫസർക്ക് 750 രൂപയ്ക്ക് എണ്ണ, കൂലിപ്പണിക്കാരന് 55 രൂപയ്ക്ക് എണ്ണ, അങ്ങനെ ഉണ്ടോ? ഉണ്ടായിരുന്ന ഒരു കാലം 47 രൂപയ്ക്ക് എണ്ണ അടിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. അല്ലെ? എല്ലാവരും പാടെ വട്ടത്തിൽ ഇങ്ങനെ തിന്നോണ്ടിരിക്കായതുകൊണ്ട് ഇതിങ്ങനെ കൂടിയോണ്ട് മനസ്സിലായി. അപ്പൊ ചെലവ് എല്ലാവർക്കും ഒരുപോലെയാണ്, എന്നാൽ വരവ് എല്ലാവർക്കും ഒരുപോലെയല്ല. അപ്പൊ നമ്മുടെ വരവ് എത്രയാണോ അതിനനുസരിച്ചുള്ള ചെലവ്, അതിന് വേണ്ടിയിട്ടുള്ള സ്വപ്നങ്ങൾ അത്രയും നമ്മൾ ഉണ്ടാക്കേണ്ടത്. പിന്നെന്താ വെച്ച് കഴിഞ്ഞാല് എല്ലാം കൂടെ സൗകര്യം ഒരുക്കിയിട്ട് ഇവിടെ തന്നെ അങ്ങോട്ട് കൊട്ടാരം പണിയാനൊന്നും നമ്മൾ നിൽക്കില്ല. നമുക്കൊരു വീട്, അതിൽ പരിമിതമായ സൗകര്യം, നമുക്ക് കഴിക്കാനുള്ള ഫുഡ്, അതൊക്കെ കഴിച്ച് പഠിച്ചോനെ ബാത്ത് ചെയ്ത് ജീവിക്കുക, അത്രേ ഉള്ളൂ, മനസ്സിലായി? അതല്ലാതെ ഒന്നുണ്ടാക്കുക പിന്നെ പൊളിച്ചാ, പിന്നെ ഉണ്ടാക്കുക പിന്നെയും പൊളിച്ചാ, അതിനുള്ള സമയമല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, മനസ്സിലായി? ഒന്നുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ബാക്കി എന്ത് ചെയ്യാ, അള്ളാന്റെ മാർഗത്തിൽ ഉണ്ടാക്കുക. പിന്നെ അതിനെ തന്നെ കുത്തിക്കയറ്റി ആൾക്കാർ വരുമ്പോ ഉഷാറായി, എവിടെ മാറ്റിയോ അത് ഉഷാറായി, അങ്ങനെ കുറെ ഉഷാറായി കേൾക്കാൻ വേണ്ടിയാണ് ജീവിതം മൊത്തം ഇതാക്കുമ്പോ എന്താ ലൈഫ് ഉഷാറാവില്ല, കബർ ഉഷാറാവില്ല. അപ്പൊ കുടുംബം എന്ത് ചെയ്യണം, നമ്മൾ ബഡ്ജറ്റിനനുസരിച്ച് കൊണ്ടുപോവുക, പരസ്പരം അറിഞ്ഞ് പെരുമാറുക. ഈ ഫീലിംഗ് ടച്ച് ചെയ്യുന്ന ഭയങ്കര വിഷയമാണ്, മനസ്സിലായി? നമ്മുടെ ഉമ്മ ഇങ്ങനെ പറഞ്ഞു എന്ന് ഓള് പറയുമ്പോ അല്ലെങ്കിൽ ഉമ്മാനെ കുറിച്ച് കുറ്റമാണല്ലോ എന്നല്ല നമ്മൾ പറയേണ്ടത്. ഉമ്മ എന്തോ പറഞ്ഞപ്പോൾ അവൾക്ക് അത് സങ്കടമാണ്, മനസ്സിലായി? ആ സങ്കടത്തെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അവിടുത്തെ ഫീലിംഗ് എന്ന് പറയുന്നത് സങ്കടമാണ്. അപ്പൊ ഉമ്മ അങ്ങനെ പറഞ്ഞവർക്ക് എനിക്ക് സങ്കടമായി, സാരല്ല ഇത് സങ്കടപ്പെടണ്ട എന്ന് പറയുമ്പോഴാണ് നമ്മൾ അവളുടെ ഫീൽ ടച്ച് ചെയ്യുന്നത്, മനസ്സിലായി? അങ്ങനെ ഫീലിംഗ് ടച്ച് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ രണ്ടാളും, ഹസ്ബൻഡിന്റെ ഫീലിംഗ് ഭാര്യയും, ഭാര്യയുടെ ഫീലിംഗ് ഹസ്ബൻഡും ടച്ച് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ. പിന്നെന്താണെങ്കിലും വിട്ടുവീഴ്ചല്ലാതെ ദാമ്പത്യം ചെയ്ത് മുന്നോട്ട് പോകില്ല. നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കണമെന്നൊന്നുമില്ല. അപ്പൊ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനും കുറവുകൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാനും സഹകരിച്ച് മുന്നോട്ട് പോകാനും പരലോകം ലക്ഷ്യമാക്കിയിട്ട് മുന്നോട്ട് പോകാനും നമ്മൾ എന്ത് ചെയ്യാൻ പരിശ്രമിക്കാം. പുരുഷന്മാർ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, അവരുടെ സ്വത്ത് സമ്പത്തുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്ത്രീകൾ ഭർത്താക്കന്മാരെ അനുസരിക്കുകയും അവരുടെ വിശുദ്ധി കാക്കുകയും കുടുംബത്തെ സംരക്ഷിക്കുകയും മക്കളെ നോക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യാമെന്നത് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഒരു മുഅ്മിൻ ആരാണ്, ഒരു മുസ്ലിം ആരാണ്? നല്ലൊരു ഭർത്താവാണ്, നല്ല ഒരു ഭാര്യയാണ്. അവർ ദീനും ദുനിയാവും പരസ്പരം കൊണ്ടും കൊടുത്തും ജീവിക്കുന്നവരാണ് എന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. 5ാമത്തെ കാര്യം നമ്മുടെ മക്കളാണ്. ഒരു മുസ്ലിം പിതാവ് മാതാവ് സ്വന്തം മക്കളോട് എങ്ങനെയായിരിക്കണം? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല മാതൃകയെ കാണിച്ചത് വളരെ നല്ല സ്നേഹത്തോടെ ആദരവോടെ. ഇന്ന് പതിച്ചിട്ട് മക്കളോട് പഠിച്ചോ വായിച്ചോ എഴുതിക്കോ എന്ന് പറയേണ്ടി വരും ഒരു പ്രായം വരെ. അത് കഴിഞ്ഞാൽ കുട്ടികൾ തന്നെ സ്വമേധയാൽ ബോധമുള്ളവരാണ്. ഇന്നലോട്ട് കുട്ടികളെ അങ്ങനത്തെ കുറെ സാധനങ്ങളിലേക്കൊക്കെ തിരിച്ചുവിടാനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊടുക്കണം. കുട്ടികൾക്ക് ഇന്ന് കിട്ടേണ്ടത് ദീനാണ്. ആ ദീന് കൊടുക്കേണ്ടത് ആരാണ്? നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ഉമ്മയും ബാപ്പയും മക്കൾ എന്നതിനെ ഒരു ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുക്കണം. നമ്മളെന്താ വെച്ചാൽ എല്ലാവരും പഠിച്ചിട്ട് ചെയ്യല്, പക്ഷെ പാരന്റിംഗ് എന്ന് പറയുന്നത് പഠിച്ചിട്ടല്ല ചെയ്യുന്നത്, മനസ്സിലായി? ഒരു മുസ്ലിമായ ഉമ്മയും ബാപ്പയും കൂട്ടുത്തരവാദിത്തമായിട്ട് ചെയ്യണം. കാരണം അള്ളാഹു നമ്മെ ഏൽപ്പിച്ച കാര്യമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അതൊരു ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുക്കുകയും മക്കൾക്ക് കൃത്യമായി ദീനീബോധം പടിപടിയായി പ്രായത്തിന് കിട്ടേണ്ടത് കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പിക്കും. അപ്പൊ മദ്രസയിലേക്ക് പോകും കുട്ടികൾ, അവര് വീട്ടിലേക്ക് വരും. അപ്പൊ നമ്മൾ എന്താ പറയാ, നല്ലോ പഠിച്ചോ എന്നാ ഫസ്റ്റ് ആകാം, മാർക്ക് വാങ്ങാം എന്ന് പറയും. മാർക്ക് വാങ്ങുന്ന ഫസ്റ്റ് ഒക്കെ റെഡി, ഒക്കെ നമ്മൾ സമ്മതിച്ചു. പക്ഷെ മദ്രസക്ക് വിടുന്നത് മാർക്ക് വാങ്ങാനും ഫസ്റ്റ് ആവാനും മാത്രല്ല, മറിച്ച് എന്തിനാണ്? ആ പാഠപുസ്തകത്തിലെ കാര്യം എന്റെ കുട്ടി പഠിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് കൂടെ ഉറപ്പാക്കണം, മനസ്സിലായില്ലേ? എന്റെ മകൻ അള്ളാൻ അറിയോ, പരലോകം അറിയോ, നബിമാരെ അറിയോ, ഏത് ഗ്രന്ഥങ്ങളെ കുറിച്ച് അറിയോ? ഞാനൊരു ഗേൾസ് ക്യാമ്പിൽ പോയിരുന്നു. അപ്പൊ ഞാന്
ലോകത്ത് ഒരുപാട് വേദഗ്രന്ഥങ്ങൾ ഇറക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ഏത് നബിക്കാണ് ഇറങ്ങിയത്? വിശുദ്ധന്റെ മുമ്പിലുള്ള ഉടനെ ആദ്യം നബി നെട്ടിപ്പോയി. ഖുർആൻ ഇറങ്ങിയ നബിന്റെ പേര് ആലോചിച്ചപ്പോ ആദ്യം നബിയെന്ന്. അപ്പൊ കണ്ട് ആലോചിക്കുകയാണ്. ഞാൻ പറഞ്ഞു മാഷാ അല്ലാഹ് മുഹമ്മദ് നബി മൈക്കിലൊക്കെ അല്ല എനിക്ക് പറയാൻ പറ്റുള്ളൂ ആദ്യ നബി പറഞ്ഞത്. ഓണഭിമാനം കാക്കട്ടെ. അപ്പൊ ദീനിന്റെ പ്രാഥമിക കാര്യങ്ങൾ രക്ഷിതാക്കൾക്ക് അറിയില്ല, കുട്ടികൾക്ക് അറിയില്ല. അപ്പൊ കുടുംബസമേതം നമ്മൾ ദീന് പഠിക്കുന്ന ഒരു സിസ്റ്റം വേണം. അപ്പൊ ഇങ്ങനെ ഇരുന്നിട്ട് ഇപ്പൊ കുറെ നേരം കേൾക്കാൻ പറ്റൂല. എനിക്കെന്നാണ് ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ നമ്മൾ പുറത്ത് ചെക്കസാരിയിൽ ഇരുന്ന് കേൾക്കാൻ പറ്റി പുറത്തിലാക്കുക. പിന്നെ ഒരു ബുക്കും പെന്നൊക്കെ കൊണ്ടുവന്ന് എഴുതിയെടുക്കാം. അല്ലെങ്കിൽ ഫോണിൽ നോട്ടുണ്ടാവും, അതിൽ എഴുതിയിരിക്കും. കുടുംബത്തോടൊപ്പം നമ്മൾ ക്ലാസ്സിന് വരിക. എന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ക്ലാസ്സിനെ കുറിച്ചൊരു അവലോകനം, കേട്ട കാര്യങ്ങളെ കുറിച്ചൊരു അവലോകനം ഒക്കെ കൊണ്ടുവരിക. അപ്പൊ നമുക്ക് എല്ലാവർക്കും സുബൈക്ക് പള്ളിക്ക് പോകാൻ ഇൻഷാ അല്ലാഹ് മുലൈ പറഞ്ഞ കേട്ടില്ലേ? എത്ര എളുപ്പമാണെങ്കിൽ എത്ര എളുപ്പം ഗൈഡ് ചെയ്യാൻ. ആ ക്ലാസ്സിക്ക് റിലേറ്റ് ചെയ്ത് അങ്ങനെ പറഞ്ഞാൽ മതി. നമ്മളൊന്നും പറയാനില്ല, ഒക്കെ മുലയില് വരുന്ന ചാമ്പ. എല്ലാവരും ഒരുമിച്ചിരുന്ന് കേൾക്കുമ്പോൾ മനസ്സിലായി. നിങ്ങൾ ഈ ക്ലാസ്സിൽ നിങ്ങൾ കുടുംബസമേത കുട്ടികൾ, അതായത് ഒരു കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പ്രായമുള്ള കുട്ടികളെ കൊണ്ടിരുത്തിയാലേ നമ്മളെക്കോണം ശ്രദ്ധിക്കൂലേ, നമ്മളെക്കോണം ശ്രദ്ധിക്കും കുട്ടികൾ. ഇത് നമുക്ക് മനസ്സിലാകുന്നതിനേക്കാളും അവർക്ക് മനസ്സിലാവും കാര്യങ്ങൾ. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ കുട്ടികളെ ദീന് പാലിച്ച് വളർത്തിക്കൊണ്ടുവരണം. അപ്പൊ ദീനാണ് നല്ലോണം കൊടുക്കേണ്ടത്. അതിനെന്ത് വേണം? ഉമ്മാക്ക് ഉപ്പാക്ക് ദീന് വേണം. നമ്മൾ അവരുടെ മുമ്പിൽ മാതൃകയാവണം. എന്നിട്ട് അവർക്ക് ദീനി വിദ്യാഭ്യാസം നമ്മൾ പകർന്നു കൊടുക്കുന്നവരായിരിക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ നല്ലോണം സ്നേഹിക്കണം കുട്ടികളെ. അപ്പൊ സ്നേഹത്തിന് വേണ്ടി ബക്കുകയാണ്, തെണ്ടി നടക്കുക. അമ്പാളസൻ കുട്ടീനോട് ചോദിച്ചു, സാറേ ഇവിടുന്ന് ഏതാനും കിട്ടൂല, പരലോകത്ത് കിട്ടാൻ പ്രാർത്ഥിച്ചോട്ടെ വെച്ചു. എത്ര വയസ്സ് ചോദിച്ചു? 16 വയസ്സ്. ഇതെന്തിനാ പറഞ്ഞാലേക്ക് ഈ പരലോകം എപ്പോഴാന്നൊക്കെ എനിക്ക് അറിയില്ല. ഇവനക്ക് നല്ലൊരു ഭാവി പഠിച്ചു ചെയ്തു. ഈ ഒരാളെ മേലെ തന്നെ ഇങ്ങനെ കെട്ടിക്കൂടി നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എന്താ വെച്ചാല് സീക്കിങ് അറ്റൻഷൻ, ബക്കിങ് ലവ്, ഇതൊക്കെയാണ് കുട്ടികളെ അറ്റൻഷൻ സീക്ക് ചെയ്യുക. കൺസിഡറേഷൻ കിട്ടാൻ വേണ്ടി, അപ്രീഷിയേഷൻ കിട്ടാൻ വേണ്ടി, അംഗീകാരം കിട്ടാൻ വേണ്ടി കുട്ടികൾക്ക് എന്തി നടക്കും. അപ്പൊ ഈ ചെക്കന്മാരടി വെച്ചിട്ട് ഓൻ തോന്നിയാസം പറയുമ്പോൾ ഓരൊക്കെ ചിരിച്ചുമ്പോ ഓരോ അംഗീകാരമാണ്. സംഭവം പറഞ്ഞ തോന്നിയാസാണെങ്കിലും എല്ലാവരും ചിരിച്ചപ്പോ ഓരോ അംഗീകാരം. ഇവരുടെ സിനിമക്ക് ഓരോപ്പം പറയട്ടെ, സിനിമക്ക് പോകുമ്പോൾ ഓരോ അംഗീകാരം. അതുകൊണ്ടാണ് ഈ നെഗറ്റീവ് അംഗീകാരത്തിലേക്ക് പോകണം. അതുകൊണ്ടാണ് ഞങ്ങൾ പോസിറ്റീവ് അംഗീകാരം കൊടുക്കാറുണ്ട്. നെഗറ്റീവ് സ്നേഹം തേടിയിട്ടുണ്ട്, പോസിറ്റീവ് സ്നേഹം കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ നല്ലോണം സ്നേഹിക്കുന്നു. നീ ഒരാൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഓനോട് പറയണമെന്നാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നമ്മുടെ കുട്ടികളോട് നമ്മൾ നിരന്തരം പറയും, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമുണ്ടല്ലോ, പക്ഷെ എന്താ പറയാൻ വേണ്ടി ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ഉരുട്ടിയിട്ടും മറിച്ചിട്ടും ഉമ്മച്ചിട്ടും മൂക്ക് കയറ്റിയിട്ടൊക്കെ നമ്മൾ സ്നേഹം കഴിക്കും അല്ലെ? എന്നൊരു പ്രായം കഴിഞ്ഞാലോ ഞങ്ങൾ കിട്ടുമല്ലേ? ഇതിനൊരിക്കലൊന്നും കിട്ടില്ല, ഒരിക്കൽ വേണോ? അപ്പോൾ ഒരു വോട്ടുന്നത് തരും. അവർ ക്ലാസ്മേറ്റ് പ്രേമിക്കും, നമ്മൾ നോക്കണേക്കാളും നോക്കുമോ? എന്തൊരു കെയറിങ്, എന്ത് ലവ്, എന്ത് സ്നേഹം അല്ലേ? ഓളെ എന്റെ പിന്നാലെ പോകും. നമ്മളൊന്നും ചെയ്യാത്ത ആളായി മാറും. അതുകൊണ്ട് നല്ലോണം മക്കളെ സ്നേഹിക്കാൻ. കുട്ടികൾ ചുംബിക്കണം കണ്ടപ്പോ അക്രബിനെ ഹാബിസ് വെച്ചിട്ട് ചുംബിക്കാൻ വെച്ചു. അതൊക്കെ റഹ്മത്താണ് അവരുടെ പേര്. അപ്പൊ കുട്ടികൾ ചുംബിക്കുക, അവരെ സ്നേഹിക്കുക, അവരുടെ പോസിറ്റീവുകൾ കണ്ടെത്തി അത് പറയാം, ഇത് നല്ല കുട്ടിയാണ്, ഇന്ന ഇന്ന ക്വാളിറ്റീസ് ഉണ്ട്. അപ്പൊ എന്താ നിങ്ങൾ അപ്പൊ ഒരു നെഗറ്റീവ് ഇല്ലാതാവും. നമ്മളെപ്പോഴും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേ നിൽക്കുമ്പോ ഞാൻ അങ്ങനെയാണ് എന്നെ കൊണ്ട് അത്ര ഇങ്ങനെ പറ്റുള്ളൂ, ഞാൻ അങ്ങനെ ആയിപ്പോയി, എന്താ കാട്ടാൻ കുട്ടിയെ പോയി ഉള്ളു നെഗറ്റീവ് ആയിക്കാരോ. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എല്ലാ കുട്ടികൾക്കും ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്. ആ പോസിറ്റീവ്സ് നമ്മൾ എന്ത് ചെയ്യാം? ഹൈലൈറ്റ് ചെയ്യാം. ഒരു ചെറിയ കാര്യം ചെയ്തപ്പോൾ ഒരു മാഷാ അല്ലാഹ് ബാറക്കല്ലാ ഭയങ്കര സന്തോഷമായി എന്ന് പറയാം. എന്താ വെച്ചാൽ നമ്മൾ ക്ലാസ്സൊക്കെ കൊടുക്കുള്ളൂ കുട്ടികൾക്ക്. നമ്മൾ അടുക്കളയിൽ പോയിട്ട് ഉമ്മാനെ സഹായിക്കാൻ പറയാം. കുട്ടി ഭയങ്കര റേഞ്ചിൽ വരി പോയിട്ട് ഇന്ന് ഞാൻ ചായ ഉണ്ടാക്കാതെ പറഞ്ഞാൽ ഇഞ്ചി ചായ ഉണ്ടാക്കിയപ്പോ കുടിച്ചാനും പറ്റും കൊള്ളാം. എന്നിട്ട് അപ്പുറത്ത് നിന്നിട്ട് നമ്മളോട് പറയും കുട്ടി അനുസരിക്കുന്നില്ല, കുട്ടി അതാക്കുന്നില്ല. അതെ, അപ്പൊ ആ പരിപാടി ഒഴിവാക്കാൻ ഇത് കുറച്ച് എണ്ണം അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. കുട്ടികൾ ഇങ്ങനെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഓത്തോളം വളർന്നിട്ട് അറിയും. അപ്പൊ എന്നാ വേറൊരു സമയത്ത് പറയും ഇത് കുട്ടിയാണ് ആവശ്യം. അപ്പൊ അവനാണ് കൺഫ്യൂഷൻ. നേരത്തെ പറഞ്ഞ പോത്തോളം വളർന്നാണ്, ഇപ്പൊ പറഞ്ഞ കുട്ടിയാണ്. ചില പാരന്റ്സ് നിങ്ങൾ സ്വന്തം പെരീരാരെയും കയറി വന്നാല് അവനാന്റെ മക്കളെ ഇൻസൾട്ട് ചെയ്യാം, ചുണ്ടുചെരി കൂട്ടി നിന്ന് തേമ്പ തോന്നും. ഇത് അവനാന്റെ കുട്ടികളെ വേറുള്ളവരുടെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുക. വായിച്ചേ വായിച്ചു, ഞാൻ നേരെ കണ്ടു വായിച്ചു. നിങ്ങളെ കുറിച്ച് നിങ്ങൾ തന്നെയാണ്, നിങ്ങൾ വായിച്ചല്ലേ. അപ്പൊ അങ്ങനെ പറയരുത്. ആദ്യമായിട്ട് വീട്ടിൽ കുത്തി കയറിയിട്ട് നമ്മളൊക്കെ അതിന് പലവട്ടം ക്ലാസ് കഴിഞ്ഞിട്ട് ഓരോ പരീക്ഷണം ചോദിക്കാനൊക്കെ പോകും. അപ്പൊ അവിടെ കുട്ടികളൊക്കെ കാണുമ്പോൾ മാഷാ അല്ലാഹ് നല്ല കുട്ടിയാണല്ലോ, വെറുതെ പറയണ്ടേ, നമ്മുടെ അപ്പം കാണല്ലേ, ഓന്റെ ചേലി പോലെ കാണുമ്പോൾ വെറുതെ നല്ല കുട്ടിയാണല്ലോ പറയും. നമ്മളൊന്നും കാട്ടിയിട്ടൊന്നുമില്ലല്ലോ, അവിടെ നല്ല കുട്ടി അറിയാലോ. അപ്പൊ ഇയാള് നല്ല കുട്ടി കുറച്ചേരം ഇവിടെ നോക്കിയാൽ എന്തിനാ പറയേണ്ട ആവശ്യം?
ആദ്യമായിട്ട് കുത്തി കയറി വരുന്ന ഒരാളോട് ആ കുട്ടിന്റെ നെഗറ്റീവ് വരേണ്ട ആവശ്യം നമ്മൾ ആഗ്രഹിക്കുന്നത് സഭയെ വെച്ച് നമ്മളനുസരിച്ച് നമ്മൾ ആഗ്രഹിക്കും. നമ്മൾ വിചാരം എന്താ, ഓൻ കുട്ടിയാണ്, ഓന് വ്യക്തിയാണ്, ഓന് മനുഷ്യനാണ്, ഓന് ബുദ്ധിയുണ്ട്, ഓന് തലച്ചോറുണ്ട്, ഓന് ചിന്ത ഉണ്ട്. അത് കൺസിഡർ ചെയ്യണം, മനസ്സിലായി? അപ്പൊ ഈ അപ്രീഷിയേഷൻ, ബഹുമാനം, ആദരവ് എന്നത് കുട്ടികളും ആഗ്രഹിക്കുന്ന സാധനം. അപ്പൊ അവരെ ആദരിക്കണം, അവരെ റെസ്പെക്ട് ചെയ്യണം. നല്ല ഭംഗിയുണ്ട് ഡ്രസ്സ്. നമ്മളെന്താ പറയാ, ചേല് പോലെ കണ്ടാൽ മതി, കണ്ണാടി മുമ്പ് മണിക്കൂറുകൾ ചെലവാക്കിയിട്ട് എത്താന്റെ കോലം എന്ന് പറയും. റോട്ടിക്കൻ ഇറങ്ങിയ ചെക്കന്മാര് ഒന്ന് ക്യൂട്ടായി, നല്ല ബ്യൂട്ടി ഒക്കെ നല്ല അടിപൊളി, നല്ല മാച്ചാണ്. അപ്പൊ നമ്മളെ വില എന്തിക്കാരോ ഓരോന്നിന്, ഞമ്മക്ക് നമ്മളെ മക്കളിടുന്ന വില എന്തിക്കാരം. റോട്ടിൽ ഇറങ്ങിയപ്പോ നാട്ടുകാർക്ക് സൂപ്പർ തന്നെ, നമ്മളോ ചേലും പോലെ കണ്ടാൽ മതി. അതൊക്കെ നമ്മുടെ ഭാഗത്ത് സംഭവിക്കുന്ന മിസ്റ്റേക്കാണ്, മനസ്സിലായി? ഒരു മനുഷ്യനോട് അങ്ങനെ ചെയ്യാനും പാടില്ല. നമ്മളോട് അറിയാനോ പറഞ്ഞാൽ നമുക്ക് തോന്നാം ചേരും പോലെ കണ്ടാൽ മതി എന്റെ അറിഞ്ഞാൽ അല്ലെ. അപ്പൊ നമ്മൾ ചുറ്റും പിന്നെ നമുക്കത് കേട്ടോളേ. അപ്പൊ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ അവരെ സ്നേഹിക്കുക, അവരെ ബഹുമാനിക്കുക, അവരെ റെസ്പെക്ട് ചെയ്യുക, അവരുടെ പോസിറ്റീവുകൾ കണ്ടെത്തി അവരെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുക. അവരിലുള്ള വീഴ്ചകൾ നമ്മൾ എന്ത് ചെയ്യുക, സ്നേഹത്തോടെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. നമ്മൾ നിസ്കരിച്ചാൻ പറയണം, പഠിച്ചാൻ പറയണം, ശൈലി വളരെ മോശമാണ്. ആ ശൈലി ഏറ്റവും പ്രധാനം. അബ്ദുള്ളനോട് പറഞ്ഞിട്ട് പിന്നെ അബ്ദുള്ള രാത്രി നിസ്കാരം ഒഴിവാക്കിയിട്ടേ ഇല്ല. എന്താ പറഞ്ഞ, അബ്ദുള്ള എത്ര നല്ല കുട്ടിയാണ്, രാത്രി കൂടെ നമസ്കരിച്ചിരുന്നത് നന്നായിരുന്നു. അങ്ങനെ പറഞ്ഞു എന്ന് കേട്ടിട്ട് അബ്ദുള്ള ഉമർ പിന്നെ ലൈഫിൽ ഒരിക്കലും ഖിയാമുൽ ഒഴിവാക്കിയിട്ടില്ല. അപ്പൊ അത് ഉപദേശം. പള്ളിയിൽ മൂത്രയിച്ച ഒരുത്തനെ നബി തിരുത്തി. എങ്ങനെ തിരുത്തി? ഫുൾ ഒഴിക്കട്ടായിരുന്നു. ഒഴിച്ചു കൊണ്ട് വിളിപ്പിച്ച് എന്നിട്ട് പള്ളിയാണ്, ഇവിടെ ദിക്റും ദുആയും ഒക്കെ നടക്കുന്ന സ്ഥലം, ഇവിടെ മലിനമാകാൻ പാടില്ല. കാരണം നബിക്കറിയാം ഇയാൾ ജാഹിലാണ്. അപ്പൊ അയാളോട് അങ്ങനെയാണ് റസൂലുള്ളാഹി ചെയ്തത്, പറഞ്ഞത്, മനസ്സിലായില്ലേ? അപ്പൊ എല്ലാരോടും കൗമിൽ തന്നെ കുറെ നടക്കില്ല. കുട്ടികളുടെ ജെൻഡർ മാറുമ്പോൾ നമ്മളെ ഉപദേശം മാറ്റേണ്ടി വരും. പ്രായം മാറുമ്പോൾ ഉപദേശത്തിന്റെ ശൈലി മാറ്റേണ്ടി വരും. വലുതാവും തോറും നമ്മളിങ്ങനെ അവരോട് റൂഡായിട്ട് തന്നെ മാറും. അതൊക്കെ കണ്ട മനസ്സിലാവും, പരിചയമാണ്. എന്നാൽ ചെറിയ കുട്ടിയാണെങ്കിൽ കുഞ്ഞു അങ്ങനെയായിട്ടൊക്കെ അത് കറക്റ്റാണ്. എന്നാൽ ഈ വലിയവനോട് പരിചയമാക്കുന്നത് റോങ് ആണ്. വലിയവനോട് ഉപദേശിക്കുമ്പോൾ ഷോൾഡറിൽ കൈയിട്ടിട്ട് അവനെ സ്നേഹിച്ചിട്ട് അവന് കറക്റ്റ് ബോധ്യപ്പെടുത്തി കൊടുത്താൽ മനസ്സിലാവും. എന്താ ലാ തുശ്രികു ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. മോനെ, അല്ലാഹുവിനെ ഒന്നിനെയും പങ്കു ചേർക്കരുത്. ജീവനും വായുവും വെള്ളവും എല്ലാം തന്ന് നമ്മളെ നാമാക്കിയ പടച്ചോനെ പങ്കുകാരുണ്ടാക്കലാണ് ഭൂമിയിലെ ഏറ്റവും വലിയ അക്രമം എന്ന് ലുക്മാൻ തന്റെ മകനെ ഉപദേശിച്ചു. എങ്ങനെ പറഞ്ഞു? ശിർക്ക് ചെയ്യല്ലേ എന്ന് പറഞ്ഞു നിർത്തിയില്ല. അത് വൻപിച്ച പാതകമാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്ത കുട്ടികൾക്ക് എന്ത് ചെയ്യും, മനസ്സിലാവും, നമ്മളെ ഇഷ്ടമാണ്. അപ്പൊ ആ ഒരു നിലക്ക് നമ്മൾ എന്ത് ചെയ്യണം, അവരെ എന്ത് ചെയ്യണം, ഉപദേശിക്കുകയും തിരുത്തുകയും നല്ല നിലക്ക് നടത്തുകയും ചെയ്യണം. അതോടൊപ്പം നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ വിജിലന്റ് ആയിരിക്കണം. അവരുടെ കൂട്ടുകാരാണ്, അവരെന്താണ് ചെയ്യുന്നത്, അവരെന്താണ് കാണുന്നത്, അവരെ കുറിച്ച് ടീച്ചേഴ്സിന്റെ അഭിപ്രായം എന്താണ്, ഫ്രണ്ട്സിന്റെ അഭിപ്രായം എന്താണ്. ഓൻ സൂപ്പറാണ്. അത് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം, എനിക്ക് മാത്രം അറിയാത്തത്, മനസ്സിലായി? അങ്ങനെ അന്ധമായിട്ട് സൂപ്പറാക്കും വേണ്ട, എന്നാ പിന്നോടെ നടന്നിട്ട് പീഡിപ്പിക്കും വേണ്ട. അതിന്റെ ഇടയിൽ നിൽക്കണം, മനസ്സിലായി? കുട്ടികളെ കുറിച്ച് കൃത്യമായ ധാരണ നമുക്ക് ഉണ്ടാക്കി വെക്കണം. ഓരോ കുറ്റപ്പെടുത്തും വേണ്ട. എന്നാലും എന്ത് തോന്നിയാസം ചെയ്താലും എന്റെ കുട്ടി അങ്ങനെ ചെയ്യില്ല, എന്റെ കുട്ടി ഇങ്ങനെ ചെയ്യില്ല. കണ്ടിപ്പോ 5 പേരെ ഹേമർ വെച്ച് അടിച്ചു കൊന്ന അഫ്ഫാനെ കുറിച്ച് ഉമ്മ എന്താ പറഞ്ഞത്? അവനങ്ങനെ ചെയ്യില്ല, അവൻ എന്നെ അടിച്ചിട്ടൊന്നുമില്ല. ഞാൻ തള്ളിയപ്പോ വീണപ്പോ കട്ടിൽമാൻ തട്ടിയപ്പോ ഉമ്മന്റെ സ്നേഹമാണ്. എത്ര കുറ്റം കെട്ടവരാണെങ്കിൽ ഉമ്മ അത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് അതിന് മനസ്സിലാക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യരുത്, അന്ധമായി അങ്ങനെ സംരക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല. അന്ധമായി ബ്ലെയിം ചെയ്യരുത്, അന്ധമായി നമ്മൾ എന്ത് ചെയ്യരുത്, കുട്ടികളെ സംരക്ഷിക്കുകയും ചെയ്യരുത്. കൃത്യമായിട്ട് അതിന്റെ ഒരു മീഡിയം ലെവലിൽ നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക. മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതാണ് നമ്മൾ നിസ്കരിച്ച് വിശ്വസിച്ച് എത്ര ആൾക്കാർ പ്രാർത്ഥിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി കുറവാണ്. ഇനി മക്കളോട് പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ പാൻറ്റി ഹൃദയത്തിൽ കയറിയിരിക്കണം. മനസ്സിലായില്ലേ? സോഫിയിൽ അടുത്ത് പോയിരുന്നിട്ട് കാര്യമില്ല, ഹൃദയത്തിൽ കയറിയിരിക്കണം. അപ്പോഴാണ് ഉമ്മാൻറ്റി ഉപ്പാൻറ്റി പ്രാർത്ഥനയിലൂടെ നമ്മൾ വരിക. നമുക്കിപ്പോ 5 കുട്ടികളുണ്ടോ? പക്ഷെ ആ 5 കുട്ടികളിൽ ഞാൻ എന്റെ ഉപ്പന്റെ ഹൃദയത്തിൽ കയറിയിരിക്കണം. ഇനിയിപ്പോ ഇങ്ങനെ ഉപ്പന്റെ കുടുക്കൊക്കെ കഴിച്ചിട്ടുള്ളിൽ കയറിയിരിക്കുക, അതല്ലത്. നമ്മളെ പെരുമാറ്റം കൊണ്ടും നമ്മളെ ഇടപെടൽ കൊണ്ടും ഉപ്പന്റെ ഉമ്മന്റെ സ്നേഹനിധിയായ മകനായി നമ്മൾ മാറിയാൽ പ്രാർത്ഥനകൾ കിട്ടും. ആ പ്രാർത്ഥന നമ്മളെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് എത്തിക്കും എന്ന് മനസ്സിലാക്കി. 6ാമത്തെ കാര്യം പറയുന്നത് നമ്മുടെ കുടുംബക്കാർ. ഒരു മുസ്ലിം ഭാര്യനോട് ഭർത്താവിനോട്, മുസ്ലിം ഉമ്മനോട് ഉപ്പനോട്, മുസ്ലിം സ്വന്തത്തോട് അള്ളാഹുവിനോട്, മുസ്ലിം സ്വന്തം മക്കളോട്, അതുപോലെ തന്നെ മുസ്ലിം സ്വന്തം കുടുംബത്തോട് എങ്ങനെയായിരിക്കണം? അപ്പൊ കുടുംബ ബന്ധം ചേർക്കുന്നവനാകണം മുസ്ലിം. ഖാത്തിഉർ റഹീം, കുടുംബബന്ധം മുറിച്ച നരകത്തിലാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരു വിശ്വാസി കുടുംബബന്ധം ചേർക്കുന്നവനാണ്. മുറിഞ്ഞു പോയ ബന്ധങ്ങൾ ചേർക്കലാണ് യഥാർത്ഥ കുടുംബബന്ധം. ഈ കുടുംബബന്ധമാണ് അർശിൽ കെട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് ചേർത്താൽ അള്ളാഹു നമ്മളുമായുള്ള ബന്ധം ചേർക്കും.
അതുകൊണ്ട് ബാപ്പയുമായുള്ള ബന്ധം, ഉമ്മയുമായുള്ള ബന്ധം അതൊക്കെ ചേർക്കണം. ഇന്നത്തെ കാലത്ത് അതൊന്നും ഇല്ല. ഇന്നത്തെ കാലത്ത് അതൊന്നും ഇല്ല. ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിടുന്നത് കൊല്ലത്തിന്റെ അല്ലെങ്കിൽ രണ്ടിലും കുടുംബം ഒരു എന്തുണ്ടാവും, കുടുംബസംഘം ഉണ്ടാവും അല്ലേ. എന്നിട്ടെല്ലാം ചെന്ന് അസ്സലാമു അലൈക്കും സുഖല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോ മരിച്ചുപോയ ആൾക്കാരൊക്കെ നമ്മൾ ചോദിക്കാം, മൂപ്പര് കൊണ്ടേക്കും, മൂപ്പരിൽ എന്നോ പ്രവർത്തി നമ്മളെ നല്ല 5 മണി ചോദിച്ചാണ് സംഭവം ചീറ്റി പോയി. അപ്പൊ വെച്ചാൽ നിരന്തര ബന്ധം കാത്തു സൂക്ഷിക്കണം. അപ്പൊ നമുക്ക് പോയി കിട്ടുമ്പോ പലവോടത്ത് കൂടി ഇപ്പൊ അങ്ങനെയാണോ? ഇപ്പൊ എന്താണ് ബ്ലോഗ് എന്താ ചെയ്യുന്നത്? അതിന്റെ പിന്നാലെ എന്തെങ്കിലും മസ്കാബന്നോ എന്തിനു പേര് അത് ഉണ്ടാക്കല പോകണം. പിന്നെ കുറെ ഫ്രൂട്ട്സ് വാങ്ങി ചെത്തി നോക്കിയിട്ട് വായന്റെ ഇട്ടിട്ട് മുളകും ഉപ്പൊക്കെ തേച്ചിട്ട് കുഴച്ചിട്ട് മറിച്ചിട്ട് കുടുംബക്കാരൊക്കെ വട്ടത്തിന്. പിന്നെന്താണ് പുതിയ വ്ളോഗർമാര്. നമ്മുടെ നാട്ടിൽ മരണ്ട് ആരും പോലെ ഇതിന് പോയി കക്കൂസൊന്നും ഇല്ലാത്തണ്ടാക്കി അവിടേക്ക് നിന്നാണ്ട് ഏതൊക്കെ ബ്ലോഗർമാർ എന്നിട്ട് അവിടെ ഒരു രാത്രി ടെൻഡടിച്ച് പിന്നെ വൈബോ വൈബ് എന്താ കാറ്റ് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കാറ്റുണ്ടാവും. അവിടെ മാത്രമല്ല, അതൊരു കോമൺ സെൻസ് ആണ്. ഓനങ്ങിട്ട് പർവ്വതീകരിച്ചിട്ട് വാനം കാണാൻ എന്റെ നേരം രാത്രി കയറിയിരിക്കാനും വാനം അതന്നെ ഉണ്ടാകുക. വാനം പാറപ്പുറത്ത് വേറെ, നമ്മുടെ പെരപ്പുറത്ത് വേറെയല്ല, എല്ലാം ഒന്നില്ല. ഓനങ്ങിട്ട് സാമ്പാക്കി പൊരിപ്പിച്ച പിന്നെ ആൾക്കാർ അങ്ങോട്ട് ഒഴികലോട് ഇപ്പൊ അതിന്റെ പിന്നാലെയാണ് ആൾക്കാർ. നിങ്ങൾ പണ്ടത്തെ പൊറാട്ട ചപ്പാത്തി എന്ന് പറഞ്ഞ ആരും വരൂല. കൈയിട്ട് കിളിമ്പിയത്, നക്കി തേമ്പിയത്, ചട്ടിയിൽ നിന്ന് തെറിച്ചു പോയത്, ഇങ്ങനെയൊക്കെ ഓരോ സാധനത്തിന്റെ പേര്. എന്നിട്ട് തെറിച്ചത് ഒളിച്ചോടി പോയി ഒളിച്ചോടി പോയ എത്ര ആരപ്പാണ് അവർ എടുക്കണോ? എന്നിട്ട് ഇതിനു വേണ്ടി ക്യൂ നിൽക്കുക. എന്താണ് ഒളിച്ചോടി പോയി? നിങ്ങൾക്കും ഒളിച്ചോടി ഇതുകൊണ്ട് തന്നെ ഞങ്ങള് ഒളിച്ചോടി എന്താ മനസ്സിലായി? കാമുകനും കാമുകിയും ബീച്ചിൽ വന്നിട്ട് ഹോട്ടലിൽ കയറിയിട്ട് ഇതാണ് എന്ത് ചെയ്യണം ഓർഡർ ചെയ്യണം. രണ്ടാമത് ഒളിച്ചോടി എന്നാണ്. അപ്പൊ ഒളിച്ചോടി എന്നാൽ പോയി ഒളിച്ചോടി വന്നിട്ടുണ്ടാകും. ഇതിനൊക്കെ പിന്നാലെയാണ് ആൾക്കാർ. ഏതെങ്കിലും സാധനത്തിൽ രസം ഉണ്ടാവും. പൊറാട്ട നല്ല മുരിപ്പുണ്ടാവും, ബാക്കിയൊക്കെ സീനാണ്. പക്ഷെ ബലമിട്ട് സംഭവമാക്കി കാരണം ഓർക്ക് ഇഷ്ടംപോലെ തിന്നും ചെയ്യാറ്. ആ ക്യാമറ ഓൺ അടിച്ച് ഞാൻ ബ്ലോഗറാണ് എന്ന് പറഞ്ഞ് ക്യാമറ ഓൺ ആക്കി ഞാൻ എത്ര തിന്ന ഒരങ്ങനെ കൊണ്ടുവന്നിടും. ഓരോരുത്തർ വ്യൂസിനൊന്നും വെച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഇതിന്റെ പിന്നാലെ പായിയാണ് പലപ്പോഴും. നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഈ ഒഴിവൊക്കെ കിട്ടുമ്പോ വണ്ടിയൊക്കെ എടുത്ത് നമ്മുടെ കുടുംബത്തിൽ കൂടെ ഒന്ന് പോവാ, മനസ്സിലായില്ലേ? ദീനുമായി ബന്ധപ്പെട്ട ആൾക്കാരെ കുറിച്ച് പോവാ. കുട്ടികൾക്ക് ഒന്ന് ശീലമാകാൻ വേണ്ടിയിട്ട് അത്തരം യാത്രകളും കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തുക. കുടുംബ ബന്ധം നമ്മൾ ചേർക്കുക. കുടുംബത്തിൽ തൗഹീദ് ഇല്ലാത്തവർക്ക് തൗഹീദ് എത്തിച്ചു കൊടുക്കുക. ദീനീയായിട്ടുള്ള കാര്യങ്ങൾക്ക് കുടുംബത്തെ നമ്മൾ എന്ത് ചെയ്യുക, പ്രേരിപ്പിക്കുക. ജ്യേഷ്ഠാനുജന്മാരും കൂട്ടുകുടുംബങ്ങളും ഒക്കെ വളരെ നല്ല ഇണക്കത്തിൽ മുന്നോട്ട് പോവുക. ആ ഇണക്കം ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഒരിക്കലും നമ്മൾ ആരും ശ്രമിക്കരുത്, മനസ്സിലായില്ലേ? ഒരുപാട് കുറവുകളുണ്ടാവും, അങ്ങോട്ട് ഇങ്ങോട്ട് ഒരുപാട് കുറവുകളുണ്ടാവും. അത് അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞ് പെരുപ്പിച്ച് കത്തിച്ച് കുടുംബ ബന്ധത്തിന് ഒരിക്കലും നമ്മൾ ചേർക്കരുത്, പിന്നെ മുറിക്കരുത് എന്നാണ് പറയാറ്. ഒരു മുസ്ലിം എന്താണ് കുടുംബ ബന്ധം ചേർക്കുന്നവരാണ്. ഏഴാമത്തെ അൽ മുസ്ലിം ജീറാനി, നമ്മുടെ അയൽപ്പക്കക്കാരോട് ഒത്തില്ല. എന്നോട് ജാമ്യയിൽ നിന്ന് കുട്ടികൾ ചോദിച്ചു ഒരു നല്ല ഫ്രണ്ട് എങ്ങനെ ആവാം. അപ്പൊ ഞാനവരോട് പറഞ്ഞു, ഒരു 10-15 കൊല്ലം കഴിഞ്ഞിട്ട് എന്റെ കൂടെ പഠിച്ച നിന്റെ ഫ്രണ്ട് പറയണം ഏത് കാര്യമായ ഒരു പുകയൊന്നും ഇല്ലാതെ കോളേജിൽ വന്നേനി, അപ്പോഴാണ് എനിക്ക് ഇവിടെ കൂട്ടുകാരിയായിട്ട് കിട്ടിയത്. ഓൾ എനിക്ക് കറക്റ്റ് എന്നെ ഗൈഡ് ചെയ്ത് വളർത്തി കൊണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോസ്റ്റിൽ നിന്നത് എന്നൊരു 10-15 കൊല്ലം കഴിഞ്ഞ് എന്റെ കൂടെയുള്ള ഫ്രണ്ട് എന്നെ കുറിച്ച് പറഞ്ഞാൽ യു ആർ ദി ബെസ്റ്റ് ഫ്രണ്ട്. മനസ്സിലായി? ഇപ്പം കൊടുക്കുന്ന മുട്ടായി ഇന്ത്യ എന്നല്ല, പിന്നെ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു 15 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മളെ കുറിച്ച് എന്ത് പറയുന്നു. ഇതുപോലെ നമ്മുടെ അയൽവാസികൾ നമ്മുടെ ഈ വീട് വിട്ടു പോവാണ് എന്ന് പറയുമ്പോൾ പോകണ്ടേ എന്ന് പുറത്തേക്ക് പറയുന്നത് പൊയ്ക്കോളി എന്നാണെങ്കിൽ ഉള്ളിൽ പറയുന്നത്. അങ്ങനെയല്ലാതെ നമ്മളൊരു അയൽവാസിയായി കിട്ടിയത് ഒരു ഭാഗ്യമായി നമ്മുടെ നൈബേഴ്സ് കാണുന്നുണ്ടോ? അങ്ങനെയാവണം നമ്മൾ. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അയൽപ്പക്കക്കാരോടുള്ള ബാധ്യത ജിബ്രീൽ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്റെ സ്വത്തുനിന്ന് അവർക്ക് അവകാശം കൊടുക്കേണ്ടി വരും. അത്രയും വലിയ ബാധ്യതയാണ് അയൽപ്പക്കക്കാരോടുള്ളത്. അയൽപ്പക്കക്കാരുടെ സമ്പത്തിനെ, അവരുടെ ശരീരത്തെ, അവരുടെ അഭിമാനത്തെ, അവരുടെ എല്ലാറ്റിനെയും നമ്മൾ സംരക്ഷിക്കണം. അയൽവാസിയായ സ്ത്രീയെ വ്യഭിചരിക്കൽ എത്ര 100 പെണ്ണുങ്ങളെ 700 പെണ്ണുങ്ങളൊക്കെ വ്യഭിചരിക്കുന്ന തുല്യമാണ് ഹദീസിലുണ്ട്. അയൽവാസിയുടെ സ്വത്ത് അപഹരിക്കൽ, അയൽവാസിയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ അത് വലിയ കുറ്റമാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല നിലക്ക് പെരുമാറാം. അവർക്ക് അവരുടെ ഹക്കുകൾ തടയാതിരിക്കുക. നമുക്ക് ഇഷ്ടപ്പെടുന്നത് അവർക്കും നമ്മൾ എന്ത് ചെയ്യാം, ഇഷ്ടപ്പെടാം. നമ്മുടെ വീട്ടിൽ സ്പെഷ്യൽ സാധനങ്ങൾ ഉണ്ടാക്കിയാൽ അവർക്കും കൊണ്ടുപോയി കൊടുക്കാം. അവർക്ക് രോഗമോ ബുദ്ധിമുട്ടോ അവിടെ മരണങ്ങളോ ഉണ്ടായാൽ അവിടുത്തെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാം. മനസ്സിലായി? അവർക്ക് എന്ത് സഹായമാണ് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മളൊരു അയൽവാസിയായിട്ട് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോൾ ഓടി വന്ന് ആദ്യം നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നമ്മൾ നല്ലൊരു അയൽവാസിയാണ്. മനസ്സിലാക്കുക?
അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഓടി വന്നിട്ട് പരിഹാരത്തിന് വേണ്ടി നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ നല്ലൊരു അയൽവാസിയാണ്. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അവര് മുസ്ലിങ്ങളാകട്ടെ ഗൈറു മുസ്ലിമീങ്ങളാകട്ടെ, ഗൈറു മുസ്ലിങ്ങളാകുമ്പോൾ നമുക്ക് ഭൗതികമായ സഹകരണം മാത്രമേ ഉണ്ടാവുള്ളൂ. മതപരമായ ആഘോഷങ്ങളോ ആചാരങ്ങളോ അതിലൊന്നും ഒരു സഹകരണം ഉണ്ടാവില്ല. അത് ഓർക്കും അറിയാം, നമുക്കും അറിയാം. അത് അങ്ങനെ തന്നെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും വേണം. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ വീട് നല്ല സൗകര്യം ഉണ്ടാവും, അവിടെ ചില സൗകര്യം ഒന്നും ഉണ്ടാവില്ല. കിണറിന് ചിലപ്പോൾ റിങ്ങൊന്നും ഇട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പിന്നെ റോഡൊക്കെ പൊളിഞ്ഞിറക്കിക്കാറ്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നന്നാക്കി കൊടുക്കാൻ പറ്റും. അവർക്കുള്ള ഹുക്കൂക്കുകൾ കൃത്യമായിട്ട് പാലിക്കുന്ന ആൾക്കാരാവുക എന്നുള്ളതാണ്. അവരെ മുഖപ്രസന്നതയോടുകൂടെ കാണുക, വളരെ സൗമ്യതയോടുകൂടെ സംസാരിക്കുക. അവരുടെ കുറവുകൾ നമ്മൾ എന്ത് ചെയ്യുക, മറച്ചു വെക്കുക. അതിനോട് ഇങ്ങനെ പാടിയെടുക്കുക, അവരുടെ കുറവുകൾ മറച്ചു വെക്കുക. പിന്നെ നമ്മുടെ നാവിൽ നിന്നും നമ്മുടെ കയ്യിൽ നിന്നുമൊക്കെ അവര് സേഫ് ആയിരിക്കുക. നമ്മളെ കൊണ്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് അവർക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കുന്ന കോലത്തിലായിരിക്കണം നമ്മുടെ പെരുമാറ്റം ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ഒരു മുസ്ലിം നല്ല ഒരു അയൽവാസി കൂടെ ആയിരിക്കും എന്നുള്ളതാണ് അത് പഠിച്ച് മനസ്സിലാക്കുന്നത്. എട്ടാമത്തെ കാര്യം, അൽ മുസ്ലിം മഅ ഇഖ്വാനിഹി, തന്റെ കൂട്ടുകാരോട് എങ്ങനെയായിരിക്കണം. കൂട്ടുകാർ അള്ളാന്റെ മാർഗത്തിൽ സ്നേഹിക്കുക. അങ്ങനെ സ്നേഹിച്ചാൽ അള്ളാന്റെ ഇഷ്ടം നിർബന്ധമാകും. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദീന് പരസ്പരം പങ്കുവെക്കുക, തെറ്റുകൾ തിരുത്തി കൊടുക്കുക, നന്മയെ പ്രോത്സാഹിപ്പിക്കുക, അവന്റെ പ്രയാസങ്ങൾ നമ്മൾ തൊട്ടറിയുക. അൽ മുഅ്മിൻ ബിൽ മുഅ്മിൻ കൽ ബുനിയാൻ, ഒരു ബിൽഡിംഗ് പോലെയാണ്. ഈ ഇരിക്കുന്ന ആൾക്കാർക്ക് വ്യത്യസ്ത ഫാമിലി ആണെങ്കിലും നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണ്. അതുകൊണ്ട് ഒരു മതിലിലെ ചുമരിലെ ഇഷ്ടിക പോലെയാണ് നമ്മൾ. കജസദിൻ വാഹിദ്, ഒരു ശരീരം പോലെയാണ്. കാലിനൊരു മുറി ഉണ്ടായാൽ കയറോട്ടിനുണ്ടെങ്കിൽ അല്ലെ, അത് പനിക്കും ക്ഷീണിക്കും. അതുപോലെയാണ് നമ്മുടെ ഒരു മുഅ്മിനായ ഒരു സഹോദരൻ രോഗം. നമ്മളോട് ഹോസ്പിറ്റലിൽ വേണം, എന്താണ് ഫുഡാരെ കൊണ്ടുവരുന്നത്, എവിടുന്നാണ് കൊണ്ടുവരുന്നത്, ബില്ലടക്കാൻ പൈസ ഉണ്ടോ. ചിലപ്പോൾ ആൾക്കാർക്ക് പേടിയാണ്. എന്തെങ്കിലും ചെയ്തെടുത്താൽ പിന്നെ ഓല് പിന്നെ എപ്പോഴും ഞങ്ങളോട് ചോദിച്ചു വരുമോ. എന്തിനാ പലക്കെ അറിയേണ്ട ആവശ്യം. നിങ്ങൾ ചോദിച്ചു വന്നാൽ തന്നെ കൊടുക്കണ്ടേ ഇല്ലാതെ ഉള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, പരിചരിക്കാനും നോക്കാൻ ഇതാക്കാൻ. നമ്മളെ വീട്ടിൽ കാറുണ്ടെങ്കിൽ അത് നമുക്ക് മാത്രമല്ല, അപ്പുറത്ത് ഈ രോഗമോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. ഇതാ ഈ കാർ നമ്മൾ ഓടിക്കുമ്പോൾ സംഭവിക്കണം, അപ്പോൾ ഓടിക്കുമ്പോൾ സംഭവിക്കും. ഇപ്പൊ നമ്മൾ ഓടിക്കുമ്പോഴായിട്ട് ഭയങ്കര ഓരോ ഓടിക്കുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡിഫറെന്റ്, വണ്ടികൾക്കൊക്കെ ഡിഫറെന്റ് സ്വഭാവങ്ങൾ ഉണ്ടാവും. ആ സ്വഭാവങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ കൈക്കോട്ടുണ്ട്, ഇവിടെ കത്തിണ്ട്, ഇവിടെ കോടാലുണ്ട് എങ്കിൽ അത് അയൽവാസികൾക്കുള്ളതാണ്, കുടുംബക്കാർക്കുള്ളതാണ്, നമ്മുടെ സുഹൃത്തുക്കൾക്കുള്ളതാണ്. എത്തിനാ ഒരു വലിയൊരു ഇരുമ്പിന്റെ കൂടി നമുക്ക് മാത്രം അതിനെ തിന്നോ ഇല്ലല്ലോ, എല്ലാവർക്കും ഉപയോഗിച്ചില്ലേ. അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ വിശാലമായ മനസ്സ് കാണിക്കണം എന്നതാണ്. പിന്നെ പിണങ്ങരുത്. മുസ്ലിമിൻ മുസ്ലിം, ഒരു മുസ്ലിമുമായിട്ട് ഒരിക്കലും പിണങ്ങാൻ പാടില്ല. പിന്നെ ഒരു മുസ്ലിമിനെ പേടിപ്പിക്കരുത്, ഭീഷണിപ്പെടുത്തുക. അതുപോലെ തന്നെ ഒരു സാധനങ്ങൾ കെട്ടിച്ച് പേടിപ്പെടുത്തുക, ഓരോന്ന് പറഞ്ഞ് ബേജാറാക്കുക, ചിരിച്ച അത് പാടില്ല. നമ്മൾ ഈയാക്കും ഊഹം പാടില്ല, മനസ്സിലായില്ലേ? ഊഹം കളവാണ്. അതുപോലെ നിങ്ങൾ പരസ്പരം അസൂയ കാണിക്കരുത്, പരസ്പരം കുശുമ്പ് കാണിക്കരുത്. കാരണം മുസ്ലിം അഫുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. അവനെ ആക്രമിക്കുകയില്ല, അവനെ നിന്ദിക്കുകയില്ല, അവനെ നിസാരവൽക്കരിക്കുകയില്ല, അവനെ വഞ്ചിക്കുകയില്ല. ഒരു മുസ്ലിമിനെ വഞ്ചിക്കരുത്. ഇപ്പൊ എന്താണ് ആൾക്കാർ ഇന്നലെ ഒരാളെ കണ്ട് മൂപ്പര് ഗൾഫിൽ മറ്റേ ഈ അറബിയുടെ തോപ്പൊക്കെ അടിച്ചു വെക്കൂലേ, ആ പണിയാണ്. മൂപ്പരണോ ഇതിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല സഹായി, കാരണം ഫുള്ള് കള്ളത്തര ചെയ്യണം. അതാണ് അപ്പൊ പച്ചക്ക് വഞ്ചിക്കുന്ന ആൾക്കാരെ നിങ്ങളുണ്ട്. ചില പണിക്കാരൊക്കെ ആളെ നോക്കിയിട്ട് പൈസ കൂലി വരെ, ഒരു പണിക്കൊരു നിശ്ചിത കൂലിയാണ്. അത് ആളെ നോക്കിയിട്ട് ഇയാൾ നല്ലോ കിട്ടും, ഗൾഫുകാരനാണ്, കൂത്ത പൈസ ഉണ്ടാവും, അത് മാക്സിമം വേണ്ടി വാങ്ങാം എന്ന് വെച്ചാൽ അയാൾക്കൊരു സംഖ്യ, മറ്റേയാൾക്കൊരു സംഖ്യ, കുറച്ചുകൂടി ചെറുവ് വേറെ. അതിനെ കുറിച്ച് അറിയാൻ പറ്റില്ല. അതെ, ഈ ചിലപ്പോൾ ഓട്ടോ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഈ നാട്ടിൽ നിന്ന് എല്ലാം തോന്നുമ്പോൾ ഇരട്ടി പൈസ അല്ലെ, അവിടുന്ന് അങ്ങോട്ട് എത്രയാണ് വാങ്ങുന്നത്, ഇവിടെ എല്ലാവരും എന്താ വാങ്ങുന്നത്. പിന്നെ നമ്മൾ സ്ഥിരം പോലെന്ന് അറിയുമ്പോഴാണ് നമുക്ക് മറ്റേ പ്ലേറ്റ് മരിക്കുക. ഞാനിവിടെ താമരശ്ശേരി നോക്കിയാൽ നെല്ലിക്കാർക്ക് ഓട്ടോ എടുത്തു, രാത്രി 11 അപ്പൊ എന്നോടൊരു സംഖ്യ പറഞ്ഞിരുന്നു, 200 രാത്രി. അപ്പൊ ഞാൻ ആയിക്കോട്ടെ, കാരണം വേറെ രസമല്ല. പിന്നെ കുറെ മുക്കൊക്കെ കഴിഞ്ഞ് നെല്ലിക്കാൻ പറ്റാതെ നേരത്തെ ഉപയോഗമാണ്. ഞാൻ വിചാരിച്ചതിനേക്കാളും ഓടിയത് കുറച്ചുകൂടി പൈസ ആണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു എത്ര വേണ്ട വെച്ചാൽ തരും, പക്ഷെ നിങ്ങൾക്ക് അറിയിക്കാത്ത പൈസ കണ്ടിട്ട് വാങ്ങിയെങ്കിൽ അത് തിരിച്ചു കൊടുത്തും പഠിച്ചു. അത് ഉപരിക്കാൻ ലോകോട്ട് അത് പറഞ്ഞു, അത് നിങ്ങൾ അതിന് തന്നാൽ മതി, വേറെ ഒന്നും വേണ്ട. അപ്പൊ എന്താണ് പറ്റിക്കാനില്ലാത്ത, നമുക്കിപ്പോ ഇതൊന്നും അറിയാത്ത പൊട്ടണം നല്ലത്. ഒരു ഓട്ടോസ് ഓടാത്ത പൈസ ആണെന്നോ, അതിനെത്ര ചെലവുണ്ട്, എത്ര വാടക ഉണ്ടെന്നോ. ചില ആൾക്കാർ വിചാരിച്ച ഈ വരുന്ന ആൾക്കാരൊക്കെ പൊട്ടന്മാരാണ്, ഒന്നും അറിയാത്ത. അതൊന്നല്ല. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ മാന്യമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഒരാളുടെ അപഹരിക്കാതിരിക്കുക, ഒരാളെയും വഞ്ചിക്കാതിരിക്കുക. പ്രത്യേകിച്ചൊരു മുസ്ലിമായ സഹോദരന്റെ കാര്യത്തിൽ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരാളോട് നമുക്ക് വിദ്വേഷം ഉണ്ടാകരുത്, പകണ്ടരുത്. പകയും വിദ്വേഷം എന്താ പറയുക, എല്ലാ തിങ്കളും വ്യാഴ കർമ്മങ്ങൾ ഉയർത്തപ്പെടും. പരസ്പരം പകയും വിദ്വേഷമുള്ള ആൾക്കാരുടെ കർമ്മങ്ങൾ അല്ലാഹു തടഞ്ഞു വെക്കുന്നു. മനസ്സിലായി?
പിന്നെ പരസ്പരം വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. മുഅ്മിനീങ്ങൾ പരസ്പരം ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് പരസ്പരം വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്ന ആൾക്കാരായിരിക്കും. പിന്നെ മുഖപ്രസന്നതയോട് ചില എപ്പോഴും ഒത്തിക്കെട്ടുന്ന ആൾക്കാർ. എന്താ പിന്നെ ആവശ്യം? ഞമ്മക്ക് പ്രശ്നം ഉണ്ടാവും ഈ കാലം. അതിപ്പോ എല്ലാവരോടും അപ്പനോട് കുടുംബത്തിനോട് ദേഷ്യം അവിടെ ഡിസ്പ്ലേസ്മെന്റ് തന്നെ പറയാം. ഏത് ഒരാളോട് നമുക്ക് എന്തെങ്കിലും നമുക്ക് പ്രശ്നം ഉണ്ടാവും. എന്നിട്ട് ആ പ്രശ്നം എന്ത് ചെയ്യും? എല്ലാവരോടും തീർക്കുക. അങ്ങനത്തെ ഒരു പ്രവൃത്തി ഉണ്ടാകരുത്. അപ്പൊ മുഖപ്രസന്നതയോടുകൂടെ ഫേസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എല്ലാവർക്കും നന്മ വരണം എന്നതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. എനിക്ക് മാത്രം, എന്റെ കാര്യം മാത്രം, അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരോടും സംസാരിക്കും, എല്ലാവരോടും പുഞ്ചിരിക്കും. ഓരോ കാര്യം കഴിഞ്ഞാൽ ഓനെ വൈക്കനെ കാണില്ല. അങ്ങനെ അല്ല ഒരു മുസ്ലിം. അവിടെ സ്വന്തം കാര്യം നേടാൻ വേണ്ടിയിട്ട് എല്ലാവരും കാലോചിക്കുന്ന അവസ്ഥയല്ല. മറിച്ച് നമ്മൾ നിർത്തേട്ടോ പൊതുവിലും ശാപം ഇതെന്തായാലും തീരൂല, ഞാൻ നിർത്തും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവർക്കും നന്മ ഉദ്ദേശിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു മുഅ്മിന്റെ ക്വാളിറ്റിയാണത്. സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്നതൊക്കെ നമ്മുടെ സഹോദരനും ഇഷ്ടപ്പെടണം എന്നുള്ളതാണ്. പിന്നെ കരാറുകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നമ്മൾ പാലിച്ചു പോകുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ക്വാളിറ്റിയാണ്. അതുപോലെ നല്ല റഫീഖായിരിക്കണം. എന്താ റഫീഖ്? നല്ല സൗമ്യത ഉള്ള ആളായിരിക്കണം. ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബുർ റിഫ്ഖ. അല്ലാഹു സൗമ്യനാണ്, അവൻ സൗമ്യത ഇഷ്ടപ്പെടുന്നു. അപ്പൊ കാടൻ സ്വഭാവമാകരുത്, ശപിക്കുന്നവനാകരുത്, സബ്ബാബ് ചീത്ത വിളിക്കുന്നവനാകരുത്. മനസ്സിലായി? പരസ്പരം പരദൂഷണം പറയരുത്. അതുപോലെ തന്നെ നമീമത്ത് പറയരുത്. പരസ്പരം പിന്നെ അകൽച്ചയും വിദ്വേഷവും വിശ്വാസികൾക്കിടയിൽ ഉണ്ടാക്കരുത്. പരസ്പരം ഇണങ്ങി ചേർന്ന് ജീവിക്കണം. അൽ മുഅ്മിൻ യുഅ്ലഫ്, ഒരു മുഅ്മിൻ യഅ്ലഫ് വയുഅ്ലഫ്. ഒരു മുഅ്മിൻ ഇണങ്ങും, ഇണക്കപ്പെടും. ഒരു മുഅ്മിന്റെ പ്രത്യേകത. പിന്നെ മുഅ്മിനീങ്ങൾ പരസ്പരം സ്നേഹം കൊണ്ട് അസാന്നിധ്യത്തിൽ എന്ത് ചെയ്യണം? അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കണം. മനസ്സിലായി? മുഅ്മിനീങ്ങൾ തമ്മിൽ ഭയങ്കര ഇണക്കത്തിലും സ്നേഹത്തിലുമാണ് പോകേണ്ടത്. ഇപ്പൊ 2014 കേരളത്തിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയ പള്ളിയാണ് മാഷാ അല്ലാഹ്. അപ്പൊ പലയിടത്തും തിരിച്ച് കുറച്ച് പ്രവർത്തകരുള്ളൂ. ഒരു കഷ്ടപ്പെട്ട് പള്ളി ഉണ്ടാക്കും. പള്ളി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആദ്യത്തെ മീറ്റിംഗിന് അടിയോടടി, പിന്നെ ഓരോ തമ്മിൽ അടി. അങ്ങനെ ഉണ്ടാവരുത്. മനസ്സിലായി? നല്ല ഇണക്കത്തിലും നല്ല സ്നേഹത്തിലുമായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഇൻഷാ അല്ലാഹ് ഒരു മുസ്ലിം അവനുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് നമ്മൾ ഇപ്പോ പറഞ്ഞത്. ഇനി സമൂഹത്തിലുള്ള ഇടപെടലുണ്ട്. ഈ കിതാബിൽ ഇനിയുള്ള 200 പേജ് അതാണ്. ഇപ്പൊ 162 പേജ് ഓടിച്ചു പോയതാണ്. 162 പേജ്. ഇനി ബാക്കിയുള്ളത് അയ്യാ ചിഹ്നെ വിളിച്ചിട്ടുണ്ടോ? അത് അടുത്താക്കി ഞാൻ കൊടുത്തോളാം കിതാബ്. പറഞ്ഞോളൂ. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഈ വിഷയം പഠിക്കണം നല്ല താല്പര്യത്തോടെ. ഈ ബുക്ക് കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര താല്പര്യത്തോടെയാണ് വായിച്ചത്. ഈ ബുക്കിന്റെ പേര് ശഖ്സിയത്തുൽ പിന്നെ മുസ്ലിം എന്നാണ്. മുസ്ലിമിന്റെ വ്യക്തിത്വം. ഇനി ഇതിന്റെ പിന്നെ ലേഡീസ് വേർഷൻ ഈ കിതാബിന്റെ ശഖ്സിയത്തുൽ മർഅത്തുൽ മുസ്ലിമാണ് ഇതിന്റെ പേര്. ഒരു മുസ്ലിമത്തായ പെണ്ണിന്റെ വ്യക്തിത്വം എങ്ങനെ? അതിലൊക്കെ എന്താക്കിയതാണ്? പെണ്ണാക്കിയതാണ്. ഇതിലിപ്പോ ആണുങ്ങളോടെ പറയണം. ഞാൻ രണ്ടും കൂടെ ആക്കിയിട്ട് പറഞ്ഞാണ്. അതിലുള്ളത് പെണ്ണുങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. സ്വഹാബി വേദനകാല ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു പുസ്തകമാണത്. അപ്പോൾ നമ്മൾ ശരിക്കും മുസ്ലിങ്ങൾ എന്നുണ്ടാക്കി പഠിക്കണം. നമ്മൾ ഒരു മുസ്ലിം ഓരോ രംഗത്തും എങ്ങനെ പെരുമാറണം, എങ്ങനെ ഇടപെടണം, എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് പഠിച്ചിട്ട് ഒറിജിനൽ മുസ്ലിമായിട്ട് ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ആശയത്തെ ചോർത്തിയിട്ട് മുസ്ലിമിനെ മുസ്ലിം അല്ലാതാക്കാനുള്ള ശ്രമമാണ് ശത്രുക്കൾ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാണ്ടോ? അതായത് ഇവിടുത്തെ എത്തിസ്റ്റുകൾക്കും നിരീശ്വരവാദികൾക്കും ഭ്രഷ്ടികൾക്കൊന്നും നമ്മളെ ഡയറക്റ്റ് മുട്ടാനുള്ള ശേഷിയില്ല. ഏത് തെളിവുകൾ കൊണ്ടും പ്രമാണങ്ങൾ കൊണ്ടും നമ്മളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ശേഷിയില്ലാത്തതുകൊണ്ട് ഒരിപ്പോ കണ്ടത് എന്താ വെച്ചാല് മുസ്ലിങ്ങളെ കൂട്ടത്തിൽ തന്നെ ഒരു പെണ്ണും ദമ്പതി, ഒരു ആണും ദമ്പതി മുസ്ലിം കുട്ടികളെ കൊണ്ട് തന്നെ പേനും കുപ്പായി ഇടിച്ച് ഓലെ കൊണ്ട് തന്നെ എന്ത് ചെയ്ത് പലതും ചെയ്യിച്ച് അല്ലെ ഓലെ തന്നെ ഉപയോഗിക്കാം. മനസ്സിലായി? കാട്ടിക്ക് ഒരു മറ്റേ കോടാലിന്റെ താഴി മാത്രമായിട്ട്, താഴിയല്ല പീരി നമ്മളോട് പറയാം, കോടാലി മാത്രമായിട്ട് ഒരു വെട്ടുകാരങ്ങനെ വരികയാണ്. അപ്പൊ മരങ്ങളൊക്കെ പേടിച്ച് മറച്ചു. അപ്പൊ വലിയ പ്രായം തന്നെ മരം പറഞ്ഞത് നിങ്ങൾ ആരും പേടിച്ചണ്ട, കാരണം മൂപ്പരെ കയ്യിലെ കോടാലിക്ക് പിടില്ല. മനസ്സിലായി? അതുകൊണ്ട് മൂപ്പർക്ക് നമ്മൾ വെട്ടാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾ പേടിച്ചേണ്ടത് ഇനി നമ്മളെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ആ കോടാലിക്ക് പിടിയായി കൊടുത്താൽ നമ്മളെല്ലാരും വെട്ടും. അവിടെ നിങ്ങൾ ആരും ആ കോടാലിക്ക് പിടിയായി കൊടുക്കരുത്. ഇസ്ലാമിന്റെ ശത്രുക്കൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ തന്നെ പിടി ഉണ്ടാക്കുകയാണ്. ശ്രദ്ധിച്ചില്ല? നിരീശ്വരവാദികളൊക്കെ മുസ്ലിം പേരാണ്. ദിയാഖത്ത്, ജബ്ബാർ, ജാമിദ ഒക്കെ മുസ്ലിം പേരാണ്. അതുപോലെ തന്നെ ഈ രംഗത്ത് വരുന്ന ആദ്യത്തെ എന്താണ് ലെസ്ബിയൻ ദമ്പതികൾ, അത് മുസ്ലിങ്ങൾ. ആദ്യത്തെ ഗേ ദമ്പതികൾ, അത് മുസ്ലിങ്ങൾ. എല്ലാത്തിനും മുസ്ലിം നാമമുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇതാണ് മുസ്ലിം അല്ലേ? എനിക്ക് മമ്മൂട്ടിന്റെ ഇസ്ലാം പറഞ്ഞേ. അപ്പൊ അങ്ങനെ ഇത് മുസ്ലിമായി കൊണ്ട് തന്നെ മോഡൽ വസ്ത്രം ധരിക്കാം, സിനിമക്ക് പോകാം, ഡാൻസ് കളിക്കാം, പ്രണയിക്കാം, കഞ്ചാവ് ഉപയോഗിക്കാം, അതിന്റെ കൂടെ തന്നെ മുസ്ലിമാണ്.
അപ്പൊ ലിബറൽ ഇസ്ലാമിനെ ഉണ്ടാക്കിയെടുക്കാനുള്ള ബോധപൂർവമായ ശ്രമം ഇവിടെ നടക്കുമ്പോൾ അതല്ല ഇസ്ലാം, ഇതാണ് ഇസ്ലാം എന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ നല്ലോണം പഠിക്കുക. അതിനുള്ള മാർഗങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക. പീസ് റേഡിയോയിലുള്ള അവസരമാണ്. നമ്മുടെ വീട്ടിൽ രാവിലെ അടുക്കളയിൽ ലൈറ്റ് ഇട്ടാൽ കഴിഞ്ഞാൽ പിന്നെ ആദ്യം ഓണാക്കേണ്ടത് പീസ് റേഡിയോ, എന്നിട്ട് ചായ ഉണ്ടാക്കേണ്ടത്. മനസ്സിലായി? നമ്മുടെ ഭാര്യമാർ അത് കേട്ടു തുടങ്ങിയാൽ അവർക്ക് നല്ല കാഴ്ചപ്പാടുണ്ടാവും, അറിവുണ്ടാവും. പിന്നെ മക്കളൊക്കെ റേഡിയോ ആയിട്ട് ഭയങ്കര ബന്ധമുണ്ടാവും. കുട്ടികൾക്ക് ഒരുപാട് കോഴ്സുകളും കാര്യങ്ങളും റേഡിയോ ഉണ്ട്. നമുക്ക് മുതിർന്നവർക്കും കേൾക്കാൻ പറ്റിയ ഒരുപാട് സംഗതികളുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്താൻ നമ്മുടെ നേർപ്പതം ബൃഹത്തായ ചെറിയ സാധനങ്ങളാണ്, സിമ്പിളായിട്ട് വായിക്കാൻ പറ്റും. അപ്പൊ അത് വായിക്കാം. പിന്നെ പള്ളി പഠിച്ചു നമുക്കൊന്നൊരു അനുഗ്രഹമാണ്. ഇവിടെ വെറും നിസ്കാരം മാത്രം നടന്നു പോയിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? ഇവിടെ തന്നെ പരിസരത്ത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരെ ഉപയോഗപ്പെടുത്തിയിട്ട് നിരന്തരമായി ഇത് 23 കൊല്ലം നബി റെസ്റ്റ് ഇല്ലാതെ പഠിപ്പിച്ച സാധനം നമ്മൾ 30 മിനിറ്റ് കുത്തുകൊണ്ട് നടക്കൂല. എപ്പോഴെയുള്ള വിജ്ഞാന രീതികൾ നടക്കൂല. അപ്പൊ അത് അമാനികളെ തഫ്സീറിന്റെ തലക്കൊന്ന് വായിച്ചു തുടങ്ങാം. മനസ്സിലായില്ലേ? ഒരു സമയം സുബഹിസ്കാരം കഴിഞ്ഞിട്ട് അമാനികളുടെ തഫ്സീർ വായിച്ചു തുടങ്ങി. നമ്മൾ അറിയാതെ ഫുള്ള് വായിക്കും. മനസ്സിലാണ്ടോ? പിന്നെ ഞങ്ങളുടെ നാട്ടിലെ പള്ളിയില് പിന്നെ റിയാദ് സ്വാലിഹീൻ വായിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 3/4 ഭാഗത്തി. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു, പഠിച്ചവനെ എത്ര പെട്ടെന്നാണ് അത് വായിച്ചിട്ടില്ലെങ്കിലോ ഒന്നും നടക്കൂല. നമ്മൾ ഉള്ള സാധനങ്ങൾ എന്ത് ചെയ്യണം? മാക്സിമം യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ കുട്ടികൾ നിങ്ങൾക്ക് അറിയാലോ, മദ്രസ കഴിഞ്ഞു പോയ കുട്ടികൾ ഓരോ വിളിച്ചു നോക്കി ക്ലാസ്സും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുക്കാം. പെൺകുട്ടികൾക്ക് പ്രത്യേകമായിട്ട് ക്ലാസ്സുകൾ കാര്യങ്ങൾ വെച്ചു കൊടുക്കാം. പിന്നെ പരിസരത്തൊക്കെ ഈ മഴയൊക്കെ നീങ്ങി കഴിഞ്ഞാൽ പിന്നെ അയൽക്കൂട്ടങ്ങളും പരിപാടികളും ഇതുകൊണ്ട് ഇങ്ങോട്ട് സജീവമായാൽ മൊത്തത്തിൽ എന്ത് ചെയ്യും? മാറും. പിന്നെ നമ്മൾ പറയുന്ന പ്രയാസം ബുദ്ധിമുട്ടൊക്കെ അടിയും. ഇത് പൈസ അല്ല, പ്രവർത്തിക്കാൻ ആളില്ല, ഇങ്ങനെയുണ്ടല്ലോ, ഇത് കൊണ്ടെടുക്കാൻ തലമുറല്ല, ഇതിനൊക്കെ ഉള്ള പരിഹാരം ദീനാണ്. നമ്മളെന്ന് വെച്ചാൽ സജീവമായിട്ട് ദീനി ദഅ്വ രംഗത്ത് സജീവമായിട്ട് മുന്നോട്ട് പോവുക. പള്ളി സ്ഥാപനങ്ങളൊക്കെ നമ്മൾ ആ ഒരു നിലക്ക് പരമാവധി യൂസ് ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. പടച്ചറബിന്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടി ഒരുപാട് സമയം നമ്മൾ ചർച്ചകളായിട്ട് കഴിച്ചു കൂട്ടി അള്ളാഹു ധാരാളം പ്രതിഫലം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അവരുടെ ഇഷ്ടപ്പെട്ട അടിമകളിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാതെ തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് നേരെയുള്ള മുസീബത്തുകൾ അല്ലാഹു തടുക്കുമാറാവട്ടെ. അവന്റെ നമ്മുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. നമ്മുടെ രാജ്യത്തുള്ള സ്വാതന്ത്ര്യവും സമാധാനവും ജനാധിപത്യവും നിലനിർത്തുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്ക് ശിഫാവും ആജിൽ സമ്മാനിക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു സ്വർഗ്ഗം നൽകുമാറാവട്ടെ. ഏത് സമയത്തും നമ്മൾ മരിക്കാം. അല്ലാഹു ഇഷ്ടപ്പെട്ടവരായി മരിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. നല്ല ദീനീ ബോധമുള്ള കുടുംബമാക്കി അല്ലാഹു നമ്മുടെ കുടുംബത്തെ മാറ്റുമാറാവട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين برحمتك يا ارحم الراحمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. والسلام عليكم ورحمه الله.